ഗുണ്ടലിസ്റ്റുണ്ട്. ഞാൻ 6 മാസം ഇതിൽ കിടന്നു, കാപ്പയെ കിടന്നു. ഇപ്പൊ ഈ 2 കൊല്ലം മുമ്പ്, ഈ ഇത്രയും കൊല്ലമായിട്ട് തന്നെ 2 കൊല്ലം മുമ്പ് എടുത്തേക്കണേ. അപ്പൊ ഈ പത്രക്കാർ മാത്രമല്ല എന്നെ ഇത്രയും പറഞ്ഞ് വികസിപ്പിക്കണേ. അതല്ല, ഞാനൊരു എന്റെ ജീവിതത്തിൽ ആദ്യം ഞാൻ ജയിലിൽ കയറിയിട്ടില്ല. കേരള പോലീസിന് ആവശ്യമാണല്ലോ എന്നെ പിടിച്ചകത്തേക്ക് ഇടുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്നെ എൻകൗണ്ടർ ചെയ്യിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണല്ലോ. ഇപ്പൊ അതാണ് അവരുടെ ലക്ഷ്യം. കേരള പോലീസിന്റെ ചില ഉദ്യോഗസ്ഥരുടെ ആവശ്യം അതാണ്. പല പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ ലഹരി ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് ഇടപാട്. അല്ല, നിങ്ങൾ ഡ്രഗ് ഇടപാടിന് പോയിട്ടേ ഇല്ലേ? ഇല്ല, ഞാൻ പോയിട്ടില്ല. അവനെ ഞങ്ങൾ സഹിക്കണത് വേറൊന്നും കൊണ്ടല്ല, അവന് ഈ വക ദുശീലങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിച്ചാലും വീട്ടിൽ കയറ്റാം, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ കേട്ടിട്ട് അത് നമുക്കൊരു ഉത്തരവാദിത്വം പോലെയായി നമ്മുടെ തലയിലേക്ക്. വീട്ടുകാരാണെങ്കിൽ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കണേ. അപ്പൊ അവരും പറയും, ഓ ഇങ്ങനെ ഒരു ഗുണമെങ്കിലും ഉണ്ടെന്ന് പറയുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ ഫസ്റ്റ് നിൽക്കുന്നത്. ചേട്ടാ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കൊണ്ട് വയ്ക്കാൻ, എല്ലാ ദിവസവും പള്ളിയിൽ പോയി ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ എങ്ങനെ പിന്നെ ഇതിലേക്ക് വന്നത്? ദൈവത്തിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ കൊട്ടേഷൻ സംഘത്തിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടോ? പിന്നീട് കൊട്ടേഷൻ സംഘം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പൈസ വാങ്ങിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ല. നിങ്ങളാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണ്ടാ സംഘ തലവെന്നാണല്ലോ ആളുകൾ പറയുന്നത്. ആദ്യമായിട്ട് എറണാകുളം സിറ്റി കഴിഞ്ഞു ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് തമ്മൻ ഷാജിയുടെ ആളാന്ന് പറഞ്ഞാൽ പൈസ വാങ്ങില്ല. ഒരു ഡ്രസ്സ് കടയിൽ കയറിയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് പറഞ്ഞാൽ തമ്മൻ ഷാജിയുടെ ആളാന്ന് പറഞ്ഞാൽ പൈസ വാങ്ങില്ല. അത്ര സ്വാധീനമാണ്. ഇവന്റെ പോക്ക് ശരിയല്ല, ഇവനൊരു ഗുണ്ടാ നേതാവാകാനുള്ള പ്ലാനാണ് എന്ന് പറഞ്ഞപ്പോ അന്നത്തെ രാത്രി സത്യം പറഞ്ഞാൽ ഉറങ്ങിയില്ല. കാരണം ഞാൻ ഗുണ്ടാ നേതാവ്. അങ്ങനെ ആദ്യമായിട്ടാണ് ആ ഒരു മനസ്സിലേക്ക് ആ സാധനം വന്നത്. തൊട്ടപ്പുറത്തിട്ട് ഇടിച്ച് 4 ദിവസം പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടന്നു. അതിലൊരു ഗുണം ഉണ്ടായെന്ന് പറയാമോ. അവൻ അന്ന് 11-12 കേസുണ്ട്. ഇത് വളർന്നവനൊരു ഗുണ്ടായിരുന്നു. അതോടെ പരിപാടി നിർത്തി, പേടിച്ചു. അതോടെ ആ പരിപാടി നിർത്തി കുടുംബവും പണിയും ജോലിയും എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. ഈ ചെമ്പൻ വിനോദിനെ അവിടെ മറ്റവന്മാരെ ഇടിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അന്ന് അവൻ ഈ മുണ്ടാടൻ ജെയ്സിന്റെ ഗ്യാങ്ങിലുള്ള ഗ്യാങ്ങിലായിരുന്നു. കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. കോട്ടയത്തൊക്കെ ഉണ്ടോ? കോട്ടയത്തുണ്ട്, പാലയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ എന്നെ അങ്കമാലി പിടിച്ചപ്പോ എന്നോട് പറഞ്ഞത്, നീ എറണാകുളത്ത് കിടക്കണ, ഇവിടെ വരേണ്ട ആവശ്യമില്ല, ഇവിടെ ഞങ്ങളുടെ ഗുണ്ടകളുണ്ടാ, അവര് ചെയ്തോളും എന്ന് പോലീസ് പറയും. ഇവിടെ വരണ്ട. അവിടെ പന്നിപ്പടക്കം ഉപയോഗിക്കുന്നത് ആൾക്കാരെ. അപ്പൊ ഞാനോടത്തെ എറണാകുളം സിറ്റിയിലെ ഗുണ്ടായസ് എന്ത് ഗുണ്ടായസത്. എന്നിട്ട് പുള്ളി പെട്ടെന്ന് വയലന്റ് ആവും. പുള്ളി മുട്ടാനോടെ ഒരു കുത്തു കൊടുത്തു. ഇയാള് ആ സമയത്ത് ബാലൻസ് സീറ്റ് നിലത്തേക്ക് വീണു. അപ്പൊ പറഞ്ഞു, ഇനി ഇയാളെ വിടാൻ പറ്റില്ല, വിട്ടാൽ നമ്മളെല്ലാം കൊല്ലും. അങ്ങനെയാണ് ഇവര് കുതുകാല് വെട്ടണത്. ഇവര് സ്പിരിറ്റൊക്കെ എടുത്ത തമ്പി ഉണ്ടായിരുന്നു. അത്യാവശ്യം ഗട്ട്സുള്ള എടുത്തിനാണ്. അവരുടെ കൈ വിരലൊക്കെ മുറിഞ്ഞു പോയി തടുത്തിട്ട്. അവൻ ആ തടുത്തില്ലായിരുന്നെങ്കിൽ, അവന്റെ കൈകിട്ട വെട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ ഒറ്റ വെട്ടില് പൈസ മരിച്ചവനെ. ഇപ്പോഴും ഉണ്ട് അവന്റെ പാട്, തലയിൽ വെട്ട് കിട്ടിയ. ആ സ്വന്തം അമ്മേനെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് രാവിലെ എണീക്കുക, ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, ഓഫീസിൽ പോവുക, ജോലി ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക. കുറച്ച് പേര് രാഷ്ട്രീയക്കാരുണ്ടാവും, കുറച്ച് മതങ്ങളുണ്ടാവും. അങ്ങനെ നമ്മളങ്ങ് ജീവിച്ചു പോകുന്നു. കുടുംബം നോക്കുക, സമൂഹത്തിൻ്റെ ഭാഗമാവുക, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, പള്ളിയിൽ പോവുക, അമ്പലത്തിൽ പോവുക. ഇങ്ങനെയൊരു സാധാരണ ജീവിതമാണ് നമുക്കുള്ളത്. ചിലർ ബിസിനസ് ചെയ്തായിരിക്കും, ചിലർ ജോലി ചെയ്തായിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിന് നമ്മൾ അറിയാത്ത മറ്റൊരു വശമുണ്ട്. എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ സാധാരണ ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ മറവിൽ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത മറ്റൊരു സമാന്തര ലോകം നമുക്ക് ചുറ്റുമുണ്ട്. ഈ ലോകം, നമ്മൾ ജീവിക്കുന്ന മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ പലതരത്തിൽ സഹായിക്കുകയും അതിൻ്റെ ഭാഗമാവുകയൊക്കെ ചെയ്യുന്ന പുറത്തു വരാത്ത ചിലർ. അതിനെ വേണമെങ്കിൽ നമുക്ക് അധോലോകം എന്ന് വിളിക്കാം. അധോലോകം എന്നൊക്കെ കേൾക്കുമ്പോൾ അത് നമ്മുടെ മുംബൈയെക്കുറിച്ച് ഓർമ്മ വരും. പക്ഷേ സമാന്തരമായ ഒരു അധോലോക സംവിധാനം ലോകത്തെല്ലായിടത്തുമുണ്ട്, കേരളത്തിലുമുണ്ട്. നമ്മൾ അറിയുന്നില്ല ഇത് മാത്രം. ഈ അധോലോകവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ നമ്മളെ തേടിയെത്തുന്നു. ആ വാർത്തകൾ ശരിയോ തെറ്റോ എന്ന് നമുക്കറിയില്ല. പോലീസ് പലപ്പോഴും നിറം പിടിപ്പിച്ചായിരിക്കും പറയുന്നത്, മാധ്യമങ്ങൾ അതിനേക്കാൾ കൂടുതൽ നിറം പിടിപ്പിച്ചായിരിക്കും പറയുന്നത്. ഒരു പക്ഷേ പറയുന്നത്രയും പോലും ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ്. എന്നാലും ആ ലോകത്തെക്കുറിച്ചാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ ഈ എപ്പിസോഡിലെ ഭാഗം. എന്താണ് നമ്മൾ അറിയാത്ത നമ്മുടെ ചുറ്റുമുള്ള സമാന്തരമായ ലോകം? ആ ലോകത്തിൻ്റെ കഥ പറയാൻ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം അനേകം കേസുകളിലെ പ്രതിയെന്ന് ഞാൻ പത്രത്തിൽ വായിച്ച, എനിക്കറിയത്തില്ല, അദ്ദേഹത്തോട് ചോദിക്കണം, വായിച്ച മരട് അനീഷാണ്. നമസ്കാരം മരട്. നമസ്കാരം. ഞാനത് വിശദമായി തന്നെ സംസാരിക്കാനായിട്ടാണ്. ആദ്യം അനീഷ്, എനിക്കൊരു അഭിമുഖം തരാം എന്ന് തീരുമാനിക്കാൻ കാര്യം എന്താണ്? അങ്ങനെ ഒരു തോന്നലുള്ള കാര്യം എന്താണ്? അല്ല, ഞാൻ പറയുന്നത് എനിക്ക് തുറന്നു പറയണം കാര്യങ്ങൾ. അത് ആത്മാർത്ഥമാണെന്ന് വിചാരിച്ചിട്ട് അത് ധൈര്യത്തോടെ അത്
പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കണ്ടേ. ഉം. ഇപ്പൊ ഞാൻ നന്മോനൊന്നുമല്ല, ഉം. പക്ഷെ ഇവിടെ ഇപ്പൊ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇപ്പൊ മറ്റുള്ള കമന്റിൽ കണ്ടിട്ടുണ്ട് വെള്ളഭൂഷണാണെന്ന്. ഇപ്പോൾ എന്നെ പോലുള്ള ആൾക്കാർ പറഞ്ഞാലല്ലേ ഞങ്ങളുടെ പോലുള്ള ആൾക്കാർ എന്താണ് അനുഭവിക്കണേന്നും ഈ നാട്ടിൽ എന്താ നടക്കണേന്ന് അറിയാൻ പറ്റുള്ളൂ. ആ ഒരു ആരോപണം എനിക്കെതിരെ ഉണ്ടാവാം, വെള്ളപൂശൽ. ഞാൻ ആദ്യമേ പ്രേക്ഷകരോട് പറയട്ടെ, വെള്ളപൂശലല്ല, നേരെ മറിച്ച് നമ്മുടെ ചുറ്റും നമ്മൾ അറിയാതെയുള്ള ഒരു ലോകമാണ്. അതെ അതെ അതെ. ആ ലോകം എങ്ങനെയാണ് എന്ന് ജനം അറിയണം. അത് തുറന്നു പറയാം, അനീഷ് തുറന്നു പറയുന്നതാണ് എന്റെ വിചാരം. തുറന്നു പറയണ ആ ചേട്ടൻ ഇതില് മൊത്തം കൊടുക്കും എന്നുള്ള വിശ്വാസമുണ്ടല്ലോ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, അനീഷ് ഒരു ഗുണ്ടാ തലവനാണ് അല്ലെങ്കിൽ ഒരു അധോലോക നായകനാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് കണ്ണാടി എടുത്തില്ലെങ്കിൽ പോലും ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ അനീഷിനെ കുറിച്ച് മനോരമ വന്നൊരു വാർത്തയുടെ ഒരു ഭാഗമാണ് ഞാൻ ഒരുപാട് കണ്ടു. അതിനകത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: വധശ്രമം ഉൾപ്പെടെ ഒട്ടേറെ ക്രിമിനൽ കേസുകളിലും കവർച്ചാ കേസുകളിലും പ്രതിയായ മരട് അനീഷ് കേരള പോലീസ് ഗുണ്ടാ ലിസ്റ്റിലെ പ്രധാനികളിൽ ഒരാളാണ്. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്ന പ്രതിയെ ചില കേസുകളിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്യാനായത്. ഇടക്കാലത്ത് ദേശീയപാതയിൽ കുഴൽപ്പണ സംഘങ്ങളെ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന കോടാലി ശ്രീധരന്റെ ടീമിനൊപ്പമായിരുന്നു അനീഷ് എന്നും പോലീസ് പറയുന്നു. ബംഗളൂരുവിലും തമിഴ്നാട്ടിലും കോടാലി ശ്രീധരന്റെ ടീമിനെ നിയന്ത്രിച്ചിരുന്നതും മരട് അനീഷാണെന്ന് പോലീസ് പറയുന്നു. അന്വേഷണം വഴിമുട്ടിയ ഒട്ടേറെ കേസുകൾക്ക് അനീഷിന്റെ അറസ്റ്റോടെ തുമ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രതിയെ കൊച്ചി പോലീസിനെ കൈമാറുമെന്നും ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് അറിയിച്ചു. തട്ടിപ്പുകൾ ഒളിപ്പിക്കാൻ ഹോട്ടൽ ബിസിനസ്സിലേക്ക് ചുവടുമാറ്റം. ഇപ്പൊ പെട്ടെന്ന് നിൽക്കും. കൊച്ചിയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഒട്ടേറെ കൊലപാതക കേസുകൾ ഉൾപ്പെടെയുള്ള പ്രതികളിൽ വാളയാർ അതിർത്തിയിൽ പോലീസ് പിടിയിലായ മരട് അനീഷ്. അനീഷിനെതിരെ സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി 40ഓളം കേസുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. 15 വർഷം മുൻപ് കുണ്ടന്നൂരിലെ വ്യാപാരിയെ രാത്രി വഴിയിൽ തടഞ്ഞു നിർത്തി കഴുത്തിൽ കത്തിവെച്ച് പണം തട്ടിയ കേസിലാണ് അനീഷ് ആദ്യം പിടിയിലാകുന്നത്. നെറ്റൂരിലെ ഭായ് നസീറിന്റെ കൊട്ടേഷൻ സംഘത്തിലൂടെ വളർന്ന അനീഷ് പിന്നീട് ഇതേ സംഘത്തിനെതിരായി. ഭായ് നസീറും അനീഷും തമ്മിലുള്ള ഗുണ്ടാ കുടിപ്പക കത്തിനിന്ന കാലത്ത് കൊച്ചിയിലെ നടുക്കിയ ഇംതിയാസ് വധക്കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ അനീഷിനെ കോടതി വെറുതെ വിട്ടത് പോലീസിന് നാണക്കേടായിരുന്നു. സാന്താക്ലോസ് വേഷം ധരിച്ച് കൊലയാളി കാർ തടഞ്ഞു നിർത്തി ഇംതിയാസിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. മരട് ഐനി റോഡിലായിരുന്നു അനീഷ് താമസം. കേസുകളിൽ പിടികിട്ടാപ്പുള്ളി ആയതോടെ താമസം തമിഴ്നാട്ടിലേക്ക് മാറ്റി. തട്ടിപ്പുകൾക്ക് മറയിടാൻ ഹോട്ടൽ ബിസിനസ്സിലേക്ക് ചുവടുമാറി. കൊച്ചിയിലും പരിസരത്തും അടുത്തിടെ ഉയർന്ന ചില ഹോട്ടലുകൾ അനീഷിന് രഹസ്യ നിക്ഷേപമുണ്ട്. എങ്കിലും കൊള്ളയും കൊട്ടേഷനും തുടർന്നു. കൊച്ചി നഗരമധ്യത്തിലെ ബഹുനില കെട്ടിടത്തിന് 3ാം നിലയിലാണ് അനീഷിന്റെ ഓഫീസ്. അനീഷ് നേരിട്ടല്ലെങ്കിലും കൊട്ടേഷൻ സംബന്ധിച്ച് ഇടപാടുകൾ നടക്കുന്നത് ഇവിടെയാണ്. 2019 പാലക്കാട് ദേശീയപാത മുണ്ടൂർ പിന്നിടാമ്പായം വളവിൽ കാറിൽ കൊണ്ടുപോയ 96 ലക്ഷം രൂപ കുഴൽപ്പണം കവർന്ന കേസിലെ മുഖ്യപ്രതിയാണ് അനീഷ്. ദേശീയപാത ചാവടിയിലും കോയമ്പത്തൂരിലുമായി നടന്ന കവർച്ച കേസുകളിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് ലഭിക്കുന്ന വിവരം. കുഴൽപ്പണ സംഘത്തെ ആക്രമിച്ച് കവർച്ച നടത്തിയ മരട് അനീഷും സംഘവുമാണെന്ന് പോലീസ് പറയുന്നു. ഇത്രയാണ് ഞാൻ വായിച്ച ഒരു ചുരുക്ക്. ഇതൊക്കെ വാസ്തവമാണ്, ഇതിനകത്ത് എന്തെങ്കിലും ഉള്ളതാണ്. ഇതില് കുറെ കേസിലൊക്കെ എന്നെ പ്രതിയാക്കിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞാൽ അതും ഞാൻ പറഞ്ഞുതരാം. കാരണം അല്ലെങ്കിൽ അത് ആദ്യം നമുക്ക് കേൾക്കാം. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പോലീസിന് ഗുണ്ടാലിസ്റ്റൊക്കെ ഉണ്ടോ? ഗുണ്ടാലിസ്റ്റുണ്ട്. ഞാൻ 6 മാസം ഇതിൽ കിടന്നു, കാപ്പയെ കിടന്നു. ഇപ്പൊ ഈ 2 കൊല്ലം മുമ്പ്, ഈ ഇത്രയും കൊല്ലമായിട്ട് തന്നെ 2 കൊല്ലം മുമ്പ് എടുത്തേക്കണേ. അപ്പൊ ഈ പത്രക്കാർ മാത്രമല്ല എന്നെ ഇത്രയും പറഞ്ഞ് വികസിപ്പിക്കണേ. ഇതില് വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ നിങ്ങൾ ഒരു തവണയെ ജയിലിൽ കിടന്നിട്ടുള്ളൂ. അതല്ല, ഞാനൊരു എന്റെ ജീവിതത്തിൽ ആദ്യം ഞാൻ ജയിലിൽ കയറിയിട്ടില്ല. എനിക്ക് ഈ പറഞ്ഞ കേസുകളൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒറ്റടിക്ക് കയറണോണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് 4, 5 അല്ലെങ്കിൽ 6 പ്രാവശ്യം ഞാൻ ജയിലിൽ കയറിയിട്ടുണ്ടാവും. ഇതിൽ ഒരു പ്രാവശ്യം ഞാൻ 5 കൊല്ലം ജയിലിൽ കിടന്നു. ആകെ എത്ര ജയിലിൽ കിടന്നിട്ടുണ്ടാവും? ഞാനൊരു 6 വർഷം 7 പ്രാവശ്യം കിടന്നിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ പേരിൽ പോലീസ് തപ്പോലും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ആണോ? ഉണ്ട്. അത് ശരി. അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എവിടെ പോലീസ് പിടിക്കാം നിങ്ങളെ? പിടിക്കാം. ശരി. പക്ഷെ കേരള പോലീസിന് എനിക്ക് കേസില്ല. ഇല്ല. കേരള പോലീസ് മനസ്സ് വെച്ചിട്ട് എനിക്ക് ഇപ്പൊ കേസ് തന്നിട്ടുണ്ട്. അതിനാണ് ഇപ്പൊ എന്നെ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. അവരന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതിയല്ല. അതേത് കേസാ? ഇപ്പൊ ഒരു തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ഒരു മറ്റേ ഗോൾഡ് റോബറി നടന്നിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് ബന്ധമില്ല? ഞാൻ ആ സമയത്ത് എന്റെ വീട്ടിലുണ്ട്, എറണാകുളത്തുണ്ട്. അതിന്റെ വീഡിയോ ഉണ്ട്. എന്റെ ടവർ ലൊക്കേഷൻ നോക്കാൻ പാടില്ലേ? കാരണം പോലീസുകാർ വിളിച്ചോണ്ടിരിക്കുന്ന നമ്പറല്ലേ. ഞാൻ അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. അല്ല, അപ്പൊ ആരെ കോയമ്പത്തൂർ പോലീസ് കേസെടുത്തു? പിന്നെ നിങ്ങൾ കേരള പോലീസ് എത്തുന്നത് എന്തിനാ? കേരള പോലീസിന് ആവശ്യമാണല്ലോ എന്നെ പിടിച്ചകത്തേക്ക് ഇടുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്നെ എൻകൗണ്ടർ ചെയ്യിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണല്ലോ. ഇപ്പൊ അതാണ് അവരുടെ ലക്ഷ്യം. കേരള പോലീസിന്റെ ചില ഉദ്യോഗസ്ഥരുടെ ആവശ്യം അതാണ്. ഇതേപോലെ തന്നെ ഒരു 2023 എൻ്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ പോയിട്ട്, എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കിപ്പോ 22 വർഷമായിട്ട് ഞാൻ ഈ കേസിൽ നടക്കുന്നുണ്ട്.
അപ്പൊ എന്റെ കൂടെ എത്ര പേര് വന്നു പോയിട്ടുണ്ടാവും. ഇവരൊക്കെ ഇപ്പൊ എന്റെ വഴി കാണുന്ന ആൾക്കാർ ഒരു ഫോട്ടോ എന്റെ സെൽഫി എടുത്തിട്ടാൽ പോലും അവനൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അതില് ഞാൻ പ്രതിയാകും. അപ്പോ കർണാടകക്കാർക്ക് അറിയാമോ മഴനീഷാണെന്ന്. അവര് എറണാകുളത്തേക്ക് വന്ന് അന്വേഷിക്കുമ്പോൾ പറയണ ഇവര് കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഇതിന്റെ എല്ലാം നേതാവ് നിങ്ങളാണ്. ഈ കോടാലി ശ്രീധരൻ എന്ന് പറഞ്ഞ ആളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ചേട്ടൻ വിശ്വസിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ കോടാലി ശ്രീധരനെ കണ്ടിട്ടില്ല. നിങ്ങൾ കോടാലി ശ്രീധരന്റെ സംഘാംഗമാണെന്നാണ് പറയുന്നത്. തൃശ്ശൂരില് എനിക്ക് തോന്നുന്നു പെട്ടിക്കട പോലെയാണ് ഈ കുഴലടിക്കാൻ പോണ ആൾക്കാരുടെ ഇടത്താവളങ്ങൾ. ഏത് കുഴൽപ്പണം എടുത്താലും അവിടെ തൃശ്ശൂരുണ്ടാവും. മെയിൻ അവിടെ ആയിരിക്കും. അല്ല ഒരാൾ പറയട്ടെ ഞാൻ അവരോട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അവരോട് ഇത് ചെയ്തിട്ടുണ്ടെന്ന്. പണ്ട് കാലങ്ങളിൽ, അതായത് 2002, 2003 കാലങ്ങളിൽ ഞാൻ ഇവരോട് സഹകരിച്ചു. അത് കോടാലി ശ്രീധരനൊന്നുമല്ല, ഇവരെ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരോട് ഞാൻ സഹകരിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ എന്നാലും ഒരു വർക്കും ഞാൻ അവരോട് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ അതർ സ്റ്റേറ്റിലുള്ള പോലീസുകാർ ഇവിടെ വരുമ്പോൾ ഇവര് പറയണതാണ്, ഇത് എന്റെ നാട്ടിലെ പോലീസുകാർ പറയുന്നതാണ്, അതായത് ഇതിന്റെ ലീഡർ ഇവനാണ്. അപ്പൊ തമിഴ്നാട്ടിലെ പോലീസ് അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അതെ, കാരണം തമിഴ്നാട് കർണാടകക്കാർക്ക് എന്താ ആവശ്യം? ഈ പൈസയാണ് വേണ്ടത്, ഈ പൈസ റിക്കവർ ചെയ്യാണ് വേണ്ടത്. അപ്പൊ നോക്കുമ്പോ എന്താ, ഒരു പൈസ ഉള്ള ഒരുത്തൻ അവനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അവന്റെ നിന്ന് പൈസ കിട്ടും, അല്ലെങ്കിൽ അവൻ ഇതിൽ റിക്കവറി വെക്കും. അപ്പൊ മതി, വേറെ ആരെയും തപ്പണ്ട. അപ്പൊ അവര് നിങ്ങളെ തപ്പുന്നുണ്ട് ഇപ്പോ? തപ്പുണ്ട്. നിങ്ങൾ രഹസ്യമായിട്ട് എവിടെ എത്തിയത്? എന്തിന് രഹസ്യമാണ്? തപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നെ ശരിക്കും ആവശ്യമില്ല. പക്ഷെ കേരള പോലീസിന്റെ ആവശ്യം എന്നെ എടുത്ത് കൊടുക്കണ്ടേ. അവർ ശ്രമിക്കുന്നുണ്ടോ നിങ്ങളെ പിടിക്കാൻ? കേരള പോലീസ് ശ്രമിക്കുന്നുണ്ട്. കാരണം കേരള പോലീസ് ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഡ്രഗിനെതിരായതുകൊണ്ടാണ് ഇവർക്ക് പ്രശ്നം വന്നിരിക്കുന്നത്. എറണാകുളത്തെ പല ആൾക്കാർക്കും പല പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ ലഹരി ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് ഇടപാട്. അല്ല, നിങ്ങൾ ഡ്രഗ് ഇടപാടിന് പോയിട്ടേ ഇല്ലേ? ഇല്ല, ഞാൻ പോയിട്ടില്ല. പക്ഷെ നിങ്ങളെ കുറിച്ച് വാർത്തക്കകത്ത് നിങ്ങൾ ലഹരി ഇടപാട് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ശരിയില്ല. ഞാൻ ചോദിക്കുന്നത്, എന്റെ കൂടെ ഉള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു എറണാകുളം സിറ്റിയിൽ തന്നെ. ഇവരെല്ലാം ഞാൻ ഒഴിവാക്കിയേക്കണേ. അപ്പോ ഞാൻ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ അവർക്ക് എന്നോട് വൈരാഗ്യം ഇരിക്കുമല്ലോ, മനസ്സിലായി? അല്ലെങ്കിൽ എന്റെ ശത്രുക്കളുടെ കൂടെ കൂടിയ ആൾക്കാരുണ്ട്. ഇവരാരെങ്കിലും പോലീസിനോട് അല്ലെങ്കിൽ എന്തിലെങ്കിലും പറയൂലേ, ഞങ്ങളുള്ള സമയത്ത് അനീഷ് ഇന്ന സാധനം ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അനീഷ് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് പോലും ഇവർക്ക് എടുക്കാൻ പറ്റണമല്ല. അങ്ങനെ പറ്റാണ്ടിരിക്കുമ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് എന്നെ ഇതിലേക്ക് ആക്കണമെന്ന നിർബന്ധം? എന്നെയും കൂടി ഇതിലേക്ക് ഇറക്കണം, ഞാൻ ഈ ബിസിനസ് ചെയ്യണമെന്ന് പോലീസുകാർക്ക് എന്താ ഇത്ര നിർബന്ധം? അല്ല, അങ്ങനെ പോലീസാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ലഹരിയിലേക്ക് നിങ്ങൾ എങ്ങനെ വലിച്ചഴിക്കപ്പെടുന്നത്? വെറുതെ നിങ്ങളുടെ മേലെ ആരോപണം ഉന്നയിക്കുന്നു. അതായത് ഇപ്പോ ഞാൻ എറണാകുളം സിറ്റിയിൽ നിൽക്കണം. അപ്പൊ എന്റെ കൂടെ പല ആൾക്കാരും, ഇപ്പൊ എനിക്ക് ആരോടും മിണ്ടാണ്ട് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എന്റെ കൂടെ ഇരിക്കുന്ന സെൽഫി എടുത്ത് സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇവര് ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ എങ്ങനെയാണ് ഉത്തരവാദിത്വം എന്ന് മനസ്സിലായി. ഇപ്പോ MDMA വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ആലപ്പുഴയിൽ ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയതാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് എന്റെ വണ്ടി പുറകെ വരുന്നു, അതിൽ എന്റെ കൂടെയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അവിടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയതുകൊണ്ട് വീഡിയോ എടുക്കണം. അപ്പോൾ ഒന്ന് വണ്ടിയിലേക്ക് കയറും എന്ന് ചോദിച്ചു, അവരുടെ വണ്ടിയിലേക്ക് ഒരു ബെൻസിലേക്ക് കയറും എന്ന് ചോദിച്ചു. അത് എന്റെ ഫ്രണ്ട് തന്നെയായിരുന്നു, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വണ്ടി വീഡിയോയിൽ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളുടെ വണ്ടിയിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അതിൽ കയറി. ആ സമയത്ത് അവിടെ പോലീസ് ഉണ്ടായിരുന്നു. അപ്പോഴും നമുക്കറിയോ ഇങ്ങനെ സംഭവം. എന്നോട് മാന്യമായിട്ട് സംസാരിച്ചിട്ടാണ് പോലീസുകാർ ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് പോകാനാണ്, SP-യുടെ ഓർഡറാണ് എന്ന് പറഞ്ഞു. വേറെ ബുദ്ധിമുട്ടിക്കലൊന്നുമില്ല, നിങ്ങൾ വേറെ ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് പോട്ടെ. അപ്പോൾ ആ വണ്ടി ഓടിച്ചവന്റെ കയ്യിൽ നിന്നാണ് ഈ സാധനം പിടിച്ചത്. ഈ MDMA എന്നുള്ളൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, പുതിയ ജനറേഷനോടാണെങ്കിലും എല്ലാവരോടും പറയാനുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആ സുഖത്തിന് വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കും. പക്ഷെ അവരെ വീട്ടിൽ നിന്ന് പിടിച്ചാലോ, അവരെ വണ്ടിയിൽ നിന്ന് പിടിച്ചാലോ, അവരുടെ ബന്ധുക്കളുണ്ടെങ്കിലോ, കാമുകിയുണ്ടെങ്കിലോ, ഭാര്യ ഉണ്ടെങ്കിലോ, ഇവരൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ എല്ലാം പ്രതികളാവും. അപ്പോ അങ്ങനെ പ്രതിയായ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതിൽ അന്ന് എനിക്ക് വേണമെങ്കിൽ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 2,500 തൊട്ട് 10,000 രൂപ എന്റെ ഫൈൻ എനിക്ക് കെട്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോരാം. പക്ഷെ അത് ഞാൻ സമ്മതിച്ചെന്നാവും, എന്റെ നിന്ന് പിടിച്ചിട്ടില്ല. അപ്പോ പക്ഷെ പത്രക്കാർക്കാണെങ്കിലും മറ്റവർക്കാണെങ്കിലും എന്താണ്, ഞാൻ ഉപയോഗിച്ചാലും ഞാൻ എന്ന് പറയുമ്പോൾ അവർക്കൊരു വാർത്തയാണ്. പക്ഷെ അത് എന്തിനാണ് ചെയ്തതെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം പത്രക്കാർക്ക് ചോദിക്കാമായിരുന്നു. ഇത് നാട്ടുകാർ കൂടിയിരിക്കുമ്പോഴാണ് സംഭവം. അപ്പോൾ ഇപ്പൊ ഞാനാണ് കൊണ്ടുവന്നതെങ്കിൽ വളരെ തുച്ഛമായ സംഭവമുള്ളൂ. ഇത് സ്റ്റേഷൻ ജാമ്യം, അതായത് ഫൈൻ അടിച്ചു പോകാനുള്ള സാധനമുള്ളൂ. അപ്പോ എനിക്ക് അത്രയും അയാൾ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നായിരിക്കും. അതെ. ഇന്നിപ്പോ വാർത്ത കേൾക്കണല്ലേ, എല്ലാവരെയും ഉണ്ട്. ഡോക്ടർന്ന, എഞ്ചിനീയറിംഗ് ഒന്നുമില്ല, ഒരു ഇന്ന കാറ്റഗറി എന്നില്ല, എല്ലാവരിലും ഈ സാധനം ഉണ്ട്. പോലീസുകാരെല്ലാം ഉണ്ട്, വക്കീൽമാരെല്ലാം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മുടെ മുമ്പിൽ തെളിവുണ്ടല്ലോ, എല്ലാവരും അകത്ത് കിടക്കണ്ടല്ലോ. കഞ്ചാവ് അങ്ങനെയല്ല, ഒരു നിശ്ചിത ആൾക്കാരാണ് നമുക്കറിയാം. കഞ്ചാവ് വലിക്കുന്ന ആൾക്കാർ ഇന്ന ആൾക്കാരാണ്.
പക്ഷെ MDMA അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും പക്ഷെ MDMA ഏറ്റവും ഭവിഷ്യത്ത് ഇതാണ്, നമ്മളെ വിശ്വസിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരും കൂടി പെട്ടുപോകും. ഇത് ഇപ്പൊ എനിക്ക് തന്നെ അറിയാം, വ്യക്തിപരമായിട്ട് എനിക്കറിയാം പല കേസുകൾ ഫാമിലി വരുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടി കടത്തി എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വരുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ആ ഭാര്യ അറിഞ്ഞിട്ട്, ആ ഭാര്യ മക്കളൊന്നും അറിഞ്ഞിട്ടും കൂടി ഇല്ല. അങ്ങനെയാണ് ഇത് വരുന്നത്. ഇവര് ഈ മറ്റേ ചെക്ക് പോസ്റ്റുകളിൽ പിടിക്കും. ചെക്ക് പോസ്റ്റ് പിടിക്കുമ്പോ ഇവൻ അവിടെ നിന്ന് കൊണ്ടുവന്നായിരിക്കും അടിച്ചിട്ട്. പക്ഷെ ഇതിലിരിക്കുന്ന ഫാമിലിയും കൂടി ഇതിൽ കേസിൽ പ്രതിയാണ്. പക്ഷെ അങ്ങനെയാണ് ഇതിന്റെ വകുപ്പ്. അവൾ അറിയുന്ന പോലും ഇല്ല. ഇല്ല. മിക്ക കേസുകളിലും അറിയാം. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ കുറെ കേസുകളുണ്ട്. അതിലൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. കാരണം ഇവര് എന്തെങ്കിലും ടൂർ പോയിട്ട് വരുമ്പോൾ ഈ അടിക്കണാണ് ഉപയോഗിക്കണമെന്ന് വൈഫിനറിയാം, അല്ലെങ്കിൽ കാമുകിക്ക് അറിയാം. പക്ഷെ അവൾ ഇതിന് അനുകൂലമല്ല, ഇതിനോട് സപ്പോർട്ട് ചെയ്യണ ആളുമല്ല. പക്ഷെ പെട്ടപ്പോൾ അവരും പെട്ട. ഈ നിങ്ങൾ എന്തുകൊണ്ടാണ് ലഹരിയോട് ഇത്രയും നിങ്ങൾ അധോ സംവിധാനങ്ങളുണ്ടെങ്കിൽ ലഹരിക്കെതിരായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ലഹരിക്കെതിരായി നിൽക്കുന്ന പണ്ട് കാലങ്ങളിൽ, ഇപ്പോഴൊക്കെയല്ലേ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ വന്നേക്കണം. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടം നമുക്ക് കേസ് വരുമ്പോൾ നമുക്ക് ഒളിവിൽ പോയി നിൽക്കുന്ന സ്ഥലമൊന്നുമില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യണേ, ഒരു പായും തലോണ എടുത്തിട്ട് അപ്പുറത്ത് ഈ 1 കിലോമീറ്റർ ഉള്ള 1/2 കിലോമീറ്റർ ഉള്ളിലുള്ള വീടുകളിലും മേളിൽ പോയി കിടക്കും, അല്ലെങ്കിൽ സൺസൈഡില ചായപ്പില പോയി കിടക്കും. അപ്പോൾ ശബ്ദം കേട്ടാലും എന്ത് കേട്ടാലും അവർ പറയും ആരാന്ന് നോക്കുമ്പോൾ ഞാനാണ്. അവൻ കുഴപ്പമില്ല, അവന് ദുശീലങ്ങളൊന്നുമില്ല. പണ്ട് കാലത്ത് അങ്ങനെയാണ്. ഞാൻ പറയുന്നത് 99-2000 കാലമായിട്ട് പറയണം. അന്നൊക്കെ ശരിക്കും പറഞ്ഞ് ഇങ്ങനെ ബീഡി വലിക്കോ, വെള്ളം കുടിക്കോ, അവരെ വീട്ടിൽ കയറ്റാം, അങ്ങനത്തെ ഒരു ഞങ്ങളുടെ പഞ്ചായത്ത് നാട്ടുംപുറമായിരുന്നു. അപ്പൊ മരട് ഇപ്പൊ മുനിസിപ്പാലിറ്റി ആയി. അന്ന് പഞ്ചായത്തായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ നാട്ടുകാർ പഴയ ആൾക്കാരെ ഭൂരിഭാഗം താമസിക്കുന്നത്. സിറ്റി എന്ന് പറഞ്ഞാലും ഇപ്പൊ പല സ്ഥലങ്ങളിലും ആൾക്കാർ വിറ്റുപോയി പുതിയ ആൾക്കാർ വന്നു. ഇപ്പോഴും ഞങ്ങളുടെ പഴയ ആൾക്കാർ തന്നെ അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ പോയി കിടക്കുമ്പോൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, അതായത് അവനാണെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പോൾ ടെറസിന്റെ മുകളിൽ കിടക്കുമ്പോൾ ശബ്ദം കേട്ടിട്ട് വരും രാത്രി, എന്താ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാനാന്ന് പറയും, അതൊക്കെ കിടന്നു. അപ്പോൾ മറ്റുള്ളവർ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ, എൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കണൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അവനെ ഞങ്ങൾ സഹിക്കണത് വേറൊന്നും കൊണ്ടല്ല, അവന് ഈ വക ദുശീലങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിച്ചാണ് വീട്ടിൽ കയറ്റാം, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കേട്ടിട്ട് അത് നമുക്കൊരു ഉത്തരവാദിത്വം പോലെയായി നമ്മുടെ തലയിലേക്ക്. ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വീട്ടുകാരാണെങ്കിൽ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കണേന്ന്. അപ്പോൾ അവരും പറയും, ഇങ്ങനെ ഒരു ഗുണമെങ്കിലും ഉണ്ടെന്ന് പറയുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ ഫസ്റ്റ് നിൽക്കുന്നത്. ചേട്ടാ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കൊണ്ടിരുന്ന വ്യക്തിയാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോയി ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇതിലേക്ക് വന്നത് ഈ ദൈവത്തിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ ദൈവവിശ്വാസിയാണ്. അച്ഛനും അമ്മയ്ക്ക് അവിടെ ജോലി, അവിടെ എന്തെങ്കിലും പണിയുണ്ട്? അങ്ങനെയല്ല, ഞാൻ മറ്റേ അപ്പന് കോട്ടയത്താണ് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ തറവാട്ടിലാണ് നിൽക്കണത്. അപ്പോൾ എനിക്ക് 2 അനിയന്മാരാണ്. അപ്പോൾ ഞങ്ങൾ 2ആയിട്ടാണ് നിൽക്കണത്. അപ്പോൾ ആ ചെറുപ്പത്തിലുള്ള കുറച്ച് എനിക്ക് സുഹൃത്തുക്കളും കാര്യങ്ങളും ആ തരത്തിലുള്ള കൂട്ടുകാരായിരുന്നില്ല എനിക്ക്. കാരണം എനിക്ക് എന്നെക്കാട്ടും മുതിർന്ന ആൾക്കാരായിട്ടായിരുന്നു എനിക്ക് കൂട്ടുകെട്ട്. ഈ പള്ളി പോയിക്കൊണ്ട് ഏത് സമയം വരെ? ഞാനൊരു 2004 വരെ, 2003-2004 വരെ ഞാൻ ഈ പണിക്ക് ഇറങ്ങിയാലും പള്ളിയിൽ പോകുമായിരുന്നു. ഈ ഡെയിലി പോയി ഈ ഇതിലേക്ക് ഇറങ്ങി വന്ന ഫസ്റ്റ് കേസുകളുടെ സമയത്തൊക്കെ ഞാൻ പോകുമായിരുന്നു. പിന്നീട് നമ്മളൊരു എവിടെ പോയാലും ഒരു നോട്ടപ്പുള്ളി ആയതുകൊണ്ട് നമ്മൾ പിന്നെ പോവാണ്ടായത്. വിശ്വാസിയാണ്. അപ്പോൾ ഈ വിശ്വാസിയായിരിക്കുമ്പോൾ ഇങ്ങനത്തെ മറ്റേ ഈ കൊലപാതകത്തിനും തട്ടിക്കൊണ്ടു പോകലിനും ഒക്കെ കിടക്കുമ്പോൾ ഒരു വിഷമം വരത്തില്ലേ? നമ്മൾ വിശ്വാസിയായിരിക്കുമ്പോൾ എന്ത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഇപ്പോൾ ഞാൻ ഒരു കേസിന് ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടാനായിട്ട് പോകണം, അവരൊരു വിഷയത്തിൽ ഇടപെട്ട് കേസായി, അവനെയും കൂടി നമ്മൾ നോക്കേണ്ട അവസ്ഥയാണ്. അവന് വേണ്ടി ഇടപെട്ടാൽ പോലും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും മാറി നിൽക്കുമ്പോൾ വേറെ, ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാൻ മാറിയിരിക്കുന്നു, ചേട്ടൻ്റെ അടുത്ത് മാറിയിരിക്കുമ്പോൾ ചേട്ടനാണ് എൻ്റെ കാര്യങ്ങൾ നോക്കണത്. അപ്പോൾ ചേട്ടൻ്റെ അവിടുത്തെ വിഷയങ്ങൾ കൂടി ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പോൾ അവിടുത്തെ വിഷയങ്ങളായി. അപ്പോൾ എങ്ങനെ തുടക്കം നിങ്ങൾ, ഞാൻ പറഞ്ഞ് കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ അത്യാവശ്യം കൂട്ടുകെട്ട് മോശമായിരുന്നു തുടക്കത്തിൽ? അല്ലല്ല, കൂട്ടുകെട്ടൊന്നും ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. എന്റെ ഏരിയയിൽ അയിനിയമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അതായത് ഫോർമാളിലെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ അവിടെ ഏരിയയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരു 5 മണി 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലിക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം അവിടെ കുറേ ചേട്ടന്മാർ നിന്ന് വെള്ളം അടിച്ച് പോണ. ഇപ്പോൾ ഭാര്യയും ഭർത്താവും പോയി കഴിഞ്ഞാൽ ആ ഭർത്താവിനെ വിളിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് 150 രൂപ വാങ്ങിച്ചിട്ട് അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞാൽ കളിയാക്കല്, അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു 90-കളിൽ. അത് തന്നെ. അപ്പോൾ ആ സമയങ്ങളിൽ ഇവരുടെ അനിയന്മാരുണ്ടാവുമല്ലോ, ഇവരായിട്ടൊക്കെയാണ് നമ്മൾ കളിക്കാൻ പോണത്. അതായത് ഇപ്പൊ അന്ന് ക്രിക്കറ്റ് കളിയാണ്. ഞാനൊരു ക്രിക്കറ്റ് ഭ്രാന്തനാണ്. അപ്പൊ നമ്മൾ ശനിയും ഞായറൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ പോയി
മറ്റേ ബെറ്റ് വെച്ചിട്ടല്ലേ കളിക്കണം, 50 രൂപ 100 രൂപ എന്നുള്ളതിൽ നമ്മളെല്ലാം പിരിവിട്ടിട്ട് നമ്മൾ കളിക്കുന്നത്. അപ്പൊ ഇവരുടെ ഏരിയയിൽ പോയി കളിക്കുമ്പോൾ ഇവര് പറയുന്നതാണ് അവിടെ ന്യായം. കളിയുടെ രീതികളിൽ അവര് തീരുമാനിക്കും. അവര് തീരുമാനിക്കും. അപ്പോൾ ചെറുപ്പം തൊട്ട് ഞാനൊരു ചൂടനാണ്, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. അപ്പൊ നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നമ്മളത് പ്രതികരിക്കും. അത് പറ്റില്ല എന്ന് പറയുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മളൊരു നോട്ടപ്പുള്ളിയാണ്. ഈ ബാക്കിയുള്ള 10 പേർക്കും വിഷയമില്ല, അവർ ഞങ്ങളെ പറഞ്ഞ പോലെ കളിക്കും. നിനക്ക് മാത്രം എന്താ വിഷയം എന്ന് പറയുമ്പോൾ നമ്മളെ എവിടെ വെച്ച് കാണുമ്പോൾ ഇവർ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളവിടെ തലകുണിച്ചു പോയ വിഷയമില്ല, പക്ഷെ നമ്മളത് പ്രതികരിക്കുമ്പോൾ അത് വിഷയങ്ങളിലേക്ക് പോണേണ്. അപ്പോൾ അത് ചർച്ചയാവും. പിന്നെ കാരണം എല്ലാ ദിവസവും ഈ വഴികളിൽ അങ്ങനെ പോണത്. അപ്പോൾ ഇത് ഓരോരോ വിഷയങ്ങൾ ഏത് പ്രായത്തില് സ്കൂളിൽ പഠിക്കുമ്പോൾ അതെ. അപ്പോൾ ഒരു 13 വയസ്സ് 14 വയസ്സുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അപ്പൻ നാട്ടില കോട്ടയത്താ. അപ്പോൾ അപ്പനോട് പറയാനൊന്നും പറ്റൂല, കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ പാക്ക് ചെയ്യും. പിന്നെ അപ്പൂപ്പനോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ കാരണം എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കില്ല. അപ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം പോകും. അപ്പോൾ നമ്മൾ മാക്സിമം ഉള്ള സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ അടക്കി വെച്ച് ഇങ്ങനെ പോകും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ അറിഞ്ഞാൽ കൂടി നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ്, കാരണം അപ്പൂപ്പനും അമ്മൂമ്മയും പുന്നാരിച്ച് വളർത്തണേ. അപ്പോൾ നമ്മൾ അവർ ആ രീതിയിൽ സോപ്പിട്ട് പോകും. അപ്പോൾ അമ്മൂമ്മേനോട് അമ്മൂമ്മക്ക് അപ്പൂപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. എത്ര ചീത്ത പറഞ്ഞാലും നമ്മുടെ കണ്ണ് നിറഞ്ഞ് അവര് അല്ലെങ്കിൽ സാമ്പത്തിക സാഹചര്യം ഉണ്ടായിരുന്നോ ജീവിച്ചു പോകാനുള്ള, അല്ലാണ്ട് നമ്മളൊരു മിഡിൽ ക്ലാസ്, അല്ലാണ്ട് നമ്മൾ ഹൈഫൈ ഒന്നും അല്ല, സാധാരണ കുടുംബം. എന്നിട്ടോ അന്നുള്ള ഇത് പോണ ആദ്യത്തെ ഒരു അടിപിടിയിലേക്ക് എത്തുന്നത് എവിടെയാ? ഇതുപോലെ ക്രിക്കറ്റ് കളിച്ചുള്ള വിഷയം തന്നെ നിങ്ങൾ ചോദ്യം ചെയ്തു വിഷയങ്ങളായി. അപ്പൊ നമ്മള് നോർമലി നമ്മള് വാക്കുകൾക്ക് വരുമ്പോൾ വെല്ലുവിളിക്കൂലേ, നിന്റെ ഏരിയ ഇതാണ്, എന്നാ എന്റെ അങ്ങോട്ട് വാ, നമുക്ക് ഇത് ഞാൻ നോക്കാം എന്നുള്ള സംഭവത്തില് ഈ അതിനിടയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഈ പെൺകുട്ടികളായിട്ടായിരുന്നു കൂടുതൽ അടുപ്പം. എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും അവര് എന്നെ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യില്ല. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി. അന്ന് കുറേ വർഷം വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെച്ചത് എനിക്ക് അവളോട് പ്രണയം, അവൾക്ക് എന്നോട് പ്രണയം എന്നാണ്. പക്ഷെ പിന്നീട് വലുതായപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ഏറ്റവും നല്ല സൗഹൃദമായിരുന്നു. അത് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്ന സമയങ്ങളിൽ ഈ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ലവ് ലെറ്റർമാർ എന്റെ കൊണ്ടു തരുമ്പോൾ എന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും മനസ്സിലായി. നമ്മൾ പ്രതികരിക്കില്ലേ? അപ്പോൾ ആ പ്രതികരണത്തിൽ കുറച്ച് കൂടിപ്പോയി. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് വാക്കുതർക്കം വന്നു. ഇതിൽ അവിടെ തന്നെ ഒരു ക്ലബ്ബുണ്ട്. വരുമ്പോൾ ചേട്ടന്മാർ കയറി വന്നു. ഒരാൾ എൻ്റെ മുഖത്തൊരു അടി അടിച്ച്. അപ്പോൾ ആ സങ്കടമാണ്, എൻ്റെ കൂടെയുള്ള ഇത്രയും പേര് മുമ്പിൽ എനിക്കൊരു അടി കിട്ടിയതിൻ്റെ സങ്കടത്തിൽ കരഞ്ഞ് ഞാൻ പറഞ്ഞാണ്, നീ നിന്റെ ചേട്ടന്മാരെ കൊണ്ട് എന്നെ തല്ലിച്ചു, നീ ആണാണെങ്കിൽ നീ എൻ്റെ ഏരിയയിലേക്ക് വാ, അപ്പോൾ കാണാം, ഒറ്റക്കൊറ്റക്ക് വാടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാഴ്ചപ്പാട് തന്നെയാണ് എനിക്കിപ്പോഴും. ആരാണെങ്കിൽ ഒറ്റക്കൊറ്റക്ക് വരട്ടെ എന്നുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ നമ്മൾ ആ ദേഷ്യത്തിൽ സങ്കടത്തിൽ പറയണേ, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വന്നു ആള് കൂട്ടി വന്നു. ആള് കൂട്ടി വന്നപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടില് വെള്ളം കുടിച്ചോണ്ട് എനിക്കന്ന് ഒരു 16 വയസ്സ് കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, അനീഷേ ഓടിക്കോ, അവന്മാര് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കാരണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെയുള്ള അപ്പൂപ്പനാണ്. അപ്പൂപ്പന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? അപ്പോൾ ഓടി ഒളിച്ചിട്ടും കാര്യമില്ല, കാരണം വീട്ടിൽ വന്നാൽ എന്തെങ്കിലും വിഷയം ഉണ്ടാവും. ഞാൻ റോഡിലേക്ക് ചെന്നിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവരെല്ലാം കൂടി തന്നെയാണ്. അപ്പോൾ എന്നോടൊരു കൂടെയുള്ള ഒരുത്തൻ പറഞ്ഞാണ്, അനീഷ് ഓടിക്കും, അവൻ്റെ ചേട്ടൻ കത്തിയായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കത്തിയായിട്ടാ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ എൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിലേക്ക് ഒരു കത്തി കയറുന്ന അനുഭവം ഇല്ല. അതായത് അപ്പോൾ ഞാൻ കാണുന്നുണ്ട്, വന്നെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പോൾ എനിക്കറിയാം ആരും എന്നെ സഹായിക്കില്ല. ഞാൻ ഇടികൊള്ളുന്നത് നോക്കി കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ഓടണമെന്നുണ്ട്, കൈയും കാലാണ്, എങ്ങനെ ആരും സഹായിക്കാനില്ല, ഓടാനുള്ള ശേഷിയില്ല. ഇത് സ്തംഭിച്ചു പോയി. പക്ഷെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പ്രതികരിച്ചു. പക്ഷെ അത് അവിടെ കൊണ്ട് നിന്നില്ല. ഇല്ല, ഞാൻ ആ സ്റ്റമ്പ് കൊണ്ട് അവനെ തിരിച്ചാക്രമിച്ചു. കാരണം ഇവന് ചേട്ടനാ കത്തിയായിട്ട് വന്നവനാ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കൊല്ലമായിട്ട് നീണ്ടുപോണ കാര്യങ്ങളാണ്. ഈ ഒരു കൊല്ലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ആക്രമണത്തിൽ അവരാണോ തോറ്റത്? അവർ പോയോ അതോ? നശിപ്പിച്ചു കളഞ്ഞ്, ആ ഏരിയ കംപ്ലീറ്റ് നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്ക്. അവന്മാരെല്ലാം കൂടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. എന്നെ ഒരു കൊല്ലമായിട്ട് എന്നെ തുടർന്ന് ഇതേപോലെ
വഴി കൂടി പോകുമ്പോൾ അപ്പൊ നിങ്ങളുടെ എല്ലാ രോഷവും കൂടെ അങ്ങ് വന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അരമണിക്കൂർ കറണ്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ 7 മണി തൊട്ട് 7:30 വരെ ആണെങ്കിൽ ഒരാഴ്ച അങ്ങനെ, പിന്നെ 8 മണി തൊട്ട് 8:30 വരെ, അങ്ങനെ 9 മണി വരെ വരും, വീണ്ടും വരും. അപ്പോൾ അന്ന് ഞാൻ രാത്രി കിടക്കുന്നത് എൻ്റെ 2 കിലോമീറ്റർ അപ്പുറത്ത് അമ്മയുടെ അനിയത്തി താമസിക്കുന്നുണ്ട്. അവിടെ പോയാണ് രാത്രി ഞാൻ നിൽക്കുന്നത്. കാരണം അങ്കിളായിട്ട് ഞാൻ നല്ല കൂട്ടായതുകൊണ്ട് ഞാൻ രാത്രി അവിടെ പോയി കിടക്കും. അപ്പം ഞാൻ പോകുന്ന വഴികളിലാണ് ഇവരുടെ ഏരിയ കൂടെ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ഈ ആൻറ്റിയുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തൊരു ചെറിയ പറമ്പുണ്ട്, ഒരു ഇടവഴിയാണ്. അവിടെ ഷട്ടിൽ ബാറ്റ് കളിക്കും വരും. അവിടെ ഇവരുടെ ഗ്യാങ് ഉണ്ട്. ഈ അരമണിക്കൂർ കറണ്ട് കെട്ട സമയത്ത് ഞാൻ ഒളിച്ചും പോകത്താണ് പോകുന്നത്. മനസ്സിലായി. അപ്പോൾ എൻ്റെ കാരണം ഒരു അപമാനം എല്ലാം കൂടെ തീർന്ന് നിങ്ങൾ അറ്റാക്ക് ചെയ്തു. ലാസ്റ്റ് എനിക്ക് കാരണം നമ്മൾ കൈ വിട്ടു പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കാരണം നിവൃത്തിയില്ല. കാരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ മാപ്പ് പറഞ്ഞ് മറ്റേ പട്ടീനെ പോലെ വരുമ്പോൾ നടക്കണം. അതെനിക്ക് പറ്റില്ല. ഞാൻ പ്രതികരിച്ചു. പക്ഷെ പ്രതികരിക്കുമ്പോഴും നമ്മൾ തുടർന്ന് വീണ്ടും പ്രതികരിക്കാൻ പറ്റുമോ എന്ന് ഓർത്തിട്ടല്ല ആ സമയത്ത് അമരെല്ലാം വീണു. അന്ന്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ, എൻ്റെ മനസ്സിലെ ഭയമാണ്, എനിക്ക് ഇത്തരം പേരെ എനിക്ക് എതിർക്കാൻ പറ്റുമോ, എനിക്കതിനുള്ള ആവതുണ്ടോ, പയ്യനല്ലേ, കാരണം ചേട്ടന്മാരാണ്. പക്ഷെ അന്ന് ഞാൻ തിരിച്ച് പ്രതികരിച്ചപ്പോൾ ഇവര് തിരിഞ്ഞോടി എല്ലാരും. ആ ഓടി അപകടമൊക്കെ പറ്റി, പരിക്ക് പറ്റി, എല്ലാവർക്കും പരിക്ക് പറ്റി, നല്ല പരിക്ക് പറ്റി. അപ്പൊ ആ സംഭവത്തിൽ എനിക്കൊന്നും പറ്റിയില്ല. ഇല്ല കുറെ അടിയൊക്കെ കിട്ടി. അല്ല, അതെങ്ങനെ നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇത്ര ഫൈറ്റ് ചെയ്ത്? അപ്പൊ അതിനുള്ളൊരു പരിശീലനം ഒന്നും ഇല്ലായിരുന്നല്ലോ? ഒന്നുമില്ല. കാരണം എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കണമായിരുന്നു. കാരണം കത്തിയായിട്ട് വന്ന ഒരാളെ അവനെ എഴുന്നേറ്റാൽ എനിക്ക് കൊടുത്തു കിട്ടും. അല്ലെങ്കിൽ അവൻ അനിയന്മാർ ഇത്രയും പേര് എന്നെ ആക്രമിക്കുമ്പോൾ അതിന് ഞാൻ എന്നെ ഒരു സ്റ്റമ്പ് കൊണ്ട് എന്നെ അടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും ഇവനെയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഇവനെ എഴുന്നേറ്റ കാരണം ഞാൻ കത്തി കണ്ടോണ്ടിരിക്കണേ, സൈക്കിളിൽ അവന്റെ കാരിയറിൽ കത്തിയിരിക്കണേ കാണണേന്ന്. അപ്പോൾ ഞാൻ ഇവരെ അടിച്ച് തിരിച്ചാക്രമിച്ചപ്പോൾ ഇവര് പേടിച്ചിട്ട് ഒരു ഓടി. അപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പൊ ഇത്രയല്ല നീയേക്ക എന്ന് മനസ്സിലാണ്ട. അപ്പോ ആ ഒരു ധൈര്യം എനിക്ക് കിട്ടിയത് കൊണ്ട് വാർത്തയായി. നാട്ടുകാരുടെ മുമ്പിൽ ഭയങ്കര വാർത്ത. അപ്പൊ കുറെ പേര് നിങ്ങളെ ഹീറോ ആക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിൽ ഇത് സിറ്റിയിൽ 2 പേരായിരുന്നു, വെട്ടിൽ സുരേഷും തമ്മൻ ഷാജി. ആ സമയത്ത് സിറ്റി ഭരിച്ചോണ്ടിരുന്നു. പക്ഷെ അവരാരും ഇതിനകത്തൊന്നും ഇല്ലായിരുന്നു. ഇല്ല അവരുടെ പ്രാദേശിക ഘടകങ്ങളായിരുന്നു ഇവര്. മനസ്സിലായി. അപ്പൊ ഇവർക്ക് ഓപ്പോസിറ്റുള്ള ടീം വേറെ ഉണ്ടായിരുന്നു. ഇത് തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ അപ്പുറത്ത് തന്നെ. ഇതൊന്നും നമ്മൾ അറിയണില്ല. അപ്പോ അവരുടെ സപ്പോർട്ട് എനിക്ക് കിട്ടി. അവരറിഞ്ഞു കേട്ട് വന്നു. കാരണം അവര് നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഇവര്. സുരേഷ് ആൾക്കാരാണോ? അല്ല, അപ്പൊ അവരെന്നെ സപ്പോർട്ട് ചെയ്തു. തമ്മൻ ഷാജി, വെട്ടിൽ സുരേഷ് അന്ന് എതിർ ഗ്രൂപ്പുകൾ. അപ്പം തമ്മൻ ഷാജിയുടെ ആൾക്കാരായിരുന്നു ഇവര്. അതെ. അപ്പൊ വെട്ടിൽ സുരേഷ് ആൾക്കാർ നിങ്ങളെ അപ്പം അങ്ങ് കൂട്ടിയെന്ന് വേണേ പറയാം. അതെ. നിങ്ങൾ അറിഞ്ഞല്ല? അല്ലല്ല. എന്നിട്ട് അവര് വന്നു, നിങ്ങളെ കാണാൻ വന്നു. ഇവര് 2 പേരെ എനിക്ക് നല്ല പരിചയമായിരുന്നു. ഇത് ചേട്ടന്മാരാ. പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല? അറിയില്ല. ഇവന്മാര് ഗുണ്ടാസംഘം അറിയത്തില്ല? ഇല്ല. കാരണം അവിടെ ഒരു ബിജു എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടന് ശരിക്കും എൻ്റെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ അന്നും അങ്ങനെയുണ്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വഴി കൂടി പോകുമ്പോൾ എന്താ മോനെ ഭക്ഷണം കഴിച്ചോ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആ ചേട്ടനെ കാണുമ്പോൾ തന്നെ സന്തോഷം. കാരണം അതായത് ഒരു ബന്ധുവില്ലാണ്ട് നമ്മളെ കഴി കാണുമ്പോൾ ഭക്ഷണം കഴിച്ചോ, കുഴപ്പമില്ലല്ലോ, ഒന്നും ടെൻഷൻ അടിക്കണ്ടട്ടാ. അപ്പോ ഇയാളൊരു ഗുണ്ടയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് ഇത്രയും വിഷയങ്ങളായി ഞാൻ ഒരു ദിവസം അതെ ഞാൻ ഒരു ദിവസം പള്ളിയിലെ കഴിഞ്ഞിട്ട് 7 മണിക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള സ്ഥിതി തന്നെ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഇതായി അനുകൂലമായി. അതായത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം പള്ളി കഴിഞ്ഞിട്ട് ഞാൻ സൈക്കിളും ചവിട്ടി വന്ന് ഹൈവേയിൽ, ഇത് ഞങ്ങളുടെ മരട് ഹൈവേ കൂടി വന്നത്. അപ്പോൾ എൻ്റെ 2 കൂട്ടുകാരികൾ സ്കൂളിൽ പോകാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ അവരോട് പതിയെ സൈക്കിൾ ഓട്ടി സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് എന്നെ ഒരു വണ്ടി തട്ടിയിട്ട്, അപ്പം ഞാൻ ആകെ അയ്യടാന്നായി, എൻ്റെ കൈയൊക്കെ മുറിഞ്ഞു. അപ്പം ഞാൻ ഓർക്കണെന്താ, കുറച്ച് വൈഡായിട്ട് പോയതുകൊണ്ടാണ് വണ്ടി തട്ടിയത്. അപ്പോൾ ഇവര് മുമ്പിൽ നാണക്കേടായാലെന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ നോക്കുമ്പോൾ വെട്ടട ഇവനെന്നാണ് പറയണത്. ഇത് വലിയ 2 ചേട്ടന്മാർ. അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് ഇവരെന്തിനാണ് ഈ വാളും കൊണ്ട്. അത് എനിക്ക് എത്ര വയസ്സുണ്ട്, 16 വയസ്സുള്ള പയ്യനാ. ആ നാട്ടുകാർ ഒരാള് എൻ്റെ നാട്ടിൽ പിടിച്ചു മാറ്റാമല്ലോ, എന്തിനാ കൊച്ചിനെ ഉപദ്രവിക്കണേ. ഞാൻ ഓടി ലാസ്റ്റ് ദൈവം എൻ്റെ കൂടെ ആയിരുന്നു. ഞാൻ ദൈവവിശ്വാസിയാണ്, എനിക്ക് അവരെ കീഴ്പ്പെടുത്താൻ പറ്റി. പക്ഷെ ഈ ആയുധം കൊണ്ട് വന്നവരെ രണ്ടാം സംഭവം. അതെ. അതെന്തിനായിരുന്നു? അവരാരായിരുന്നു? ഈ തമ്മൻ ഷാജിയുടെ ആൾക്കാരായിരുന്നു. ഈ ഞാൻ ഫസ്റ്റ് ഉപദ്രവിച്ച പയ്യന്റെ ചേട്ടനും കൂട്ടുകാരുമായിരുന്നു. അവർക്ക് കുറെ കേസുകൾ, അന്ന് അവര് കൊട്ടേഷൻ എടുത്ത് പൈസ വാങ്ങിച്ച് പോണ ആൾക്കാരായിരുന്നു.
അപ്പൊ അത് അന്ന് പൈസ വാങ്ങിച്ച് അന്ന് ഇടിയാണ് എല്ലാവരും, കൈ കൊണ്ടുള്ള ഇടിയാണ്. പക്ഷെ ആയുധങ്ങൾ എടുത്ത് ചില ആൾക്കാരേ ഉള്ളൂ. ആയുധമുള്ളവർ ഇവര്. അല്ല, നിങ്ങൾ ഈ ആയുധമുള്ളവർ എങ്ങനെ പറ്റി നമുക്കത്? ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ സിനിമയിലെ കാണുന്ന പോലെ ഇപ്പൊ ചിന്തിക്കുമ്പോ ഞാൻ ഓടുമ്പോ അവിടെ ഇപ്പോഴും ഉണ്ട് ഗീവർസി ഉണ്ടാകുന്ന ഒരു ഇത്, പാമ്പിനെ അങ്ങനെ കുത്താൻ നിൽക്കണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരാളും എന്നെ ഇടപെടുന്നില്ല. എന്റെ മനസ്സിൽ കരഞ്ഞോണ്ടാ ഓടണ. എന്റെ അവസ്ഥാനം ഇതാണ്, ഞാൻ ഇതിനാണ് എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിക്കണേ എന്ന് ചോദിക്കണേ. അങ്ങനെ ഓടണേ. ഞാൻ നോക്കിയപ്പോ ഇത് കുറച്ച് കഴിഞ്ഞപ്പോ 1.5 ഇഞ്ച് വെയിറ്റില് കൂട്ടിയിട്ടേക്കുന്നു. അപ്പൊ ഞാൻ ദൈവമേ രക്ഷപ്പെട്ട് ഞാൻ നിന്നെറിഞ്ഞങ്ങാട്. മനസ്സിലാണ്ടാ? ലാസ്റ്റ് അവരായത് എന്റെ കിട്ടി. ഞാൻ നന്നായിട്ടാണ് ഉപദ്രവിച്ചത്. അപ്പൊ ദൈവം എനിക്ക് എന്നെ രക്ഷിച്ചായിട്ടാണ് ഞാൻ വിചാരിക്കണേ. അപ്പൊ ഇത് കഴിഞ്ഞ് എന്നെ ഇവര് ഇതാക്കി, അവരെ രണ്ടുപേരും വീഴ്ത്തി. പക്ഷെ അവര് അവിടെ ആയുധം ഉപയോഗിച്ചു. നിങ്ങൾ അവരുടെ ഉപയോഗിച്ചു. ഗുരുതരമായില്ലേ? അപ്പൊ അവര് ഗുരുതരമായി. അപ്പൊ കേസായില്ലേ? ഒരു കേസാക്കിയില്ല. ആദ്യത്തേതും കേസായില്ല. ആദ്യത്തെ കേസായി. ആ സമയം കൊണ്ട് തന്നെ എനിക്കൊരു 3-4 കേസായി. പക്ഷെ സ്റ്റേഷൻ ജാമ്യം തന്നു. പ്രായപൂർത്തിയാകാത്തതുകൊണ്ട്, അടിപിടി കേസായതുകൊണ്ട് എനിക്ക് സ്റ്റേഷനിൽ ജാമ്യം തന്നു. പക്ഷെ ഇനി വന്ന വിഷയമാവും എന്നും പറഞ്ഞിട്ട് ഇതുവരെ കേസാക്കിയില്ല. ഇതാക്കിയില്ല. ഇവർക്ക് അത് ഭയങ്കര അപമാനമായി. കാരണം ചെറിയൊരു ചെറുക്കൻ. അപ്പോ ഇത് തിരിച്ചു ചെയ്യണം. പക്ഷെ അപ്പോഴത്തേക്ക് അറിഞ്ഞു തിരിച്ചു ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ നിന്നു. വീണ്ടും ഇതിൽ തന്നെ തിരിച്ചു നേരത്തെ തന്നെ തിരിച്ചു ചെയ്തിട്ടാണല്ലോ ഇപ്പം വീണ്ടും വന്നത്. രണ്ടാമത്തെ പള്ളിയിൽ നിന്ന്. അതെ അതെ. അന്നും നിങ്ങൾ അവരെ വീഴ്ത്തി. അതെ അതെ. എന്നിട്ടും അവന്മാരെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അതെ അതെ. എന്നിട്ട് അപ്പൊ തമ്മൻ ഷാജി ഒന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇല്ല. വേറൊരു രസം കേൾക്കണം. അന്ന് എനിക്ക് തമ്മൻ ഷാജി ആരാന്ന, വെട്ടു സുരേഷ് ആരാന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്റെ കൂടെയുള്ള ഒരുത്തന്നെ എനിക്ക് ഈ പയ്യൻ കൊണ്ടൊന്ന് ഈ ലവ് ലെറ്റർ തരുമ്പോൾ ഞാൻ അവനോട് ദേഷ്യപ്പെടുന്നേ. അപ്പൊ എന്റെ കൂടെയുള്ള ഒരുത്തൻ ഇത് വാങ്ങണേ, ചേട്ടാ അത് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനാ നീ വാങ്ങിച്ചത്? അപ്പൊ എന്നോട് പറഞ്ഞാണ്, അവരൊക്കെ പൈസ വാങ്ങിച്ച ആളെ തല്ലാനും കൊല്ലാനും പോണ ആൾക്കാരാണ്. അപ്പൊ ഞാൻ അങ്ങനത്തെ ജോലിയൊക്കെ ഉണ്ടാ, ഈ തല്ലാനും കൊല്ലാനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടോ എന്നാ അന്ന് നമ്മൾ അറിയണത്. അപ്പോഴും നമുക്ക് പേടിയൊന്നുമില്ല മനസ്സില്ല. കാരണം ഇതിനെപ്പറ്റി അറിയില്ല, നമുക്ക് ആഴത്തിൽ അറിയില്ല എന്താണ്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ നാട്ടിൽ ഇറങ്ങുമ്പോൾ ഓരോരുത്തരും നമ്മളോട് പറയും, അല്ലെങ്കിൽ വീട്ടിലെ അമ്മൂമ്മ അപ്പൂപ്പൻ എന്ന് പറയും, എന്താണ് എനിക്ക് എന്നെ ഇന്നലെ തടഞ്ഞു നിർത്തി പേടിപ്പിച്ചു അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടമാണ്. കാരണം എന്നെ ചെയ്താൽ പോരെ, എൻ്റെ അപ്പൂപ്പനെ എന്തിനാണ് ഉപദ്രവിക്കാൻ നോക്കണേ? അപ്പൊ ഈ വാശിയാണ് എൻ്റെ മനസ്സിൽ. പിന്നെ ഇവരെന്നെ സഹായിച്ചപ്പോൾ ഇവരുടെ ഒരു സംരക്ഷണം എനിക്ക് കിട്ടി. ഈ വെട്ടിൽ സുരേഷിനില്ല, ഈ നമ്മുടെ അവിടുത്തെ ബിജു എന്ന് പറഞ്ഞ ആ ലോക്കൽ ആൾക്കാരെ. ബിജു വേറെ ഏതെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ സംഘമായിട്ടില്ല? വെട്ടിൽ സുരേഷ്. പക്ഷെ അവർക്ക് അവിടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഏരിയയിൽ. അവർ നിങ്ങളെ സഹായിച്ചു. നിങ്ങൾ പതി അവരുടെ ഭാഗമായി. അപ്പൊ അവര് നോക്കുമ്പോഴും അവർക്കൊരു ആളെ കിട്ടിയില്ലേ? അതെ, അവർക്ക് കൊള്ളാവുന്ന ഒരാളെ കിട്ടി. കാരണം അവര് നോക്കിയിട്ട് കിട്ടാത്ത ആൾക്കാരെ നമ്മൾ ചെയ്തു. അവര് അപ്പൊ ആ ഒരു അങ്ങനെയുള്ള പണ്ട് ഗ്യാങ്. അപ്പൊ നിങ്ങൾ 16 വയസ്സിൽ തന്നെ ഗ്യാങ്ങിന്റെ ഭാഗമായി. പ്രതിഫലം അങ്ങനെയൊന്നുമില്ല. കാരണം പ്രതിഫലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഗുണ്ടായിസം കളിക്കാനല്ലല്ലോ ഞാൻ വന്നേക്കണേ. മനസ്സിലായി, നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി. കാരണം ഞാൻ 1-1.5 കൊല്ലമായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കണേ. എനിക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റുള്ള പോകാൻ. അപ്പൊ അവരുടെ ഒരു സംരക്ഷണം കിട്ടുമെന്ന് പ്രതീക്ഷ. അങ്ങനല്ല, അവര് എനിക്ക് സംരക്ഷണം തന്നു. അത് എനിക്ക് തോന്നി. കാരണം ഇവരെ കൂടെ നിൽക്കുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനും എനിക്കാണ് വിഷയം. എന്നോട് അന്ന് എൻ്റെ അപ്പം പറഞ്ഞാണ്, ഇനി എൻ്റെ വീട്ടിൽ കയറരുത്. എനിക്ക് രണ്ടാമത്തെ വിഷയത്തിൽ പറഞ്ഞോട്, ഇനി എൻ്റെ വീട്ടിൽ നീ കയറരുത്. എനിക്ക് 2 മക്കളും കൂടി ഉണ്ട്. അത് കാരണം പുള്ളീനെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് മൊത്തത്തിൽ അടി കൊടുത്തു പോലീസ്. അന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് ഇത് പറ്റില്ല, എനിക്ക് 2 മക്കളും കൂടി ഉണ്ടെങ്കിൽ അവരെ ഭാവി നോക്കണം, ഇനി ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് സങ്കടമായി. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണ കാര്യമല്ലല്ലോ. പക്ഷെ ഞാൻ ഇന്ന് വരെ ഞാൻ ഇവരെ കാര്യം പിടിക്കാൻ പോയിട്ടില്ല. അന്ന് ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ മാറ്റിയിട്ട് ഞാൻ തറവാട്ടിൽ തന്നെ ആയി. ഇല്ല. കാരണം അവർക്ക് ആത്മാർത്ഥമുള്ള മാതാപിതാക്കൾക്ക് ഒരാളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇല്ലാത്തവർക്ക് ഉപേക്ഷിച്ച് പോകാൻ പറ്റും. ഉപേക്ഷിച്ച് പോയിട്ട് എന്താ ഗുണം? എന്നാ പിന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ അതിന് നിൽക്കരുതായിരുന്നു. അപ്പൂപ്പനില്ല, അമ്മൂമ്മയുണ്ട്. ഒരിക്കലും നിങ്ങളോട് പണങ്ങിയിട്ടില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. എന്നിട്ടോ പിന്നെ ഇതെങ്ങനെ നിങ്ങൾ പിന്നെ അങ്ങോട്ട് ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഈ 2 സംഭവത്തിന് ശേഷം? പിന്നെ നിങ്ങൾ കൊട്ടേഷൻ സംഘത്തിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടോ? പിന്നീട് കൊട്ടേഷൻ സംഘം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പൈസ വാങ്ങിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ല. എന്നിട്ട് നിങ്ങളാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണ്ടാ സംഘ തലവൻ എന്നാണ് ആളുകൾ പറയുന്നത്. ഗുണ്ടാ സംഘ തലവൻ എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ വാങ്ങിച്ച് ഒരാളെ വെട്ടാനും കുത്താനും ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടില്ലെന്നല്ല. ശരി.
ഇപ്പൊ എന്റെ സുഹൃത്ത് മുമ്പോട്ടുള്ള പോക്കെന്ന് പറഞ്ഞു ഇതിന് ശേഷമുള്ള 16 കഴിഞ്ഞുള്ള നിങ്ങൾ വിദ്യാഭ്യാസം നിർത്തിയോ? പഠനം നിർത്തി, എനിക്ക് നിർത്തേണ്ടി വന്നു. അപ്പോ ഇതിന്റെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് പിന്നീട് മെയിൻ ആൾക്കാരുടെ കണ്ണിൽ നമ്മൾ വെട്ടു. ഏത് വെട്ടിൽ സുരേഷ്. അപ്പോഴും ഞാൻ ഇതിനെപ്പറ്റി നമ്മൾ അപ്പോൾ കൂടുതലുള്ള ആൾക്കാർ അറിയുമല്ലോ ഇത് ഇങ്ങനെയാണ്, ഈ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നുള്ള ഇതെല്ലാം പറയുമല്ലോ. അപ്പോഴും എനിക്ക് ഇതിനുള്ള സംഭവം ഒന്നുമില്ല. എനിക്കെന്താ എന്നെ കളിയാക്കിയന്മാരാ, അല്ലെങ്കിൽ എന്നെ മറ്റേ എൻ്റെ കൂട്ടുകാരികളുടെ മുമ്പിൽ വെച്ച് എന്നെ ഉപദ്രവിച്ചവരാ, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ ഉപദ്രവിച്ചവരാ. എനിക്ക് അവരെ തിരിച്ച് അവരെ കളിയാക്കണം, അവരെ ഉപദ്രവിക്കണം. ഈ ഒരു കാഴ്ചപ്പാട് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അങ്ങനെ ഈ വിഷയം കഴിഞ്ഞ് അടുത്ത വിഷയം വന്നു. അടുത്ത വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇവരുടെ പ്രൊട്ടക്ഷനിലാണല്ലോ. അങ്ങനെ ഒരു കല്യാണ വീട്, അവിടെ ഇവരെ കണ്ണ് കെട്ടിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു എന്നെ വിളിച്ചോണ്ട് പോയി ഇരുട്ടത്തേക്ക്. അപ്പം ഞാൻ നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ലല്ലോ. ഇടവഴിയിലേക്ക് ചെന്നപ്പോൾ എന്നെ എല്ലാവരും കൂടി കൂട്ടി പിടിച്ച് അങ്ങനെ ഇടിച്ചങ്ങട്. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടുപരിചയമുള്ള ഈ കൂട്ടി കണ്ടുപരിചയമുള്ള വന്നേന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നു. ഇടവഴിയുടെ അങ്ങേറ്റെത്തിയപ്പോൾ കുറേ പേര് ചാടി വീണ് എന്നെ അങ്ങോട്ട് ലോക്ക് ചെയ്ത്. അപ്പോൾ ലോക്ക് ചെയ്യാൻ ഇത്രയും പേര് ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാണാൻ ഞാൻ അത്രേ ഉള്ളൂ. രണ്ടുപേര് പിടിച്ചാൽ നിൽക്കും. എന്നെ അടിവയറ്റിലേക്ക് ഒരു ഒറ്റ ഇടി വന്നിട്ട് മുട്ടുകാല കൊണ്ട് വന്നിട്ട് ഞാൻ ഇരുന്നു. ഇന്നലത്തേക്ക് ഇരുന്ന് ഒന്ന് നോക്കിയപ്പോൾ ഒരു മുടി വളർത്തി എടുത്തൻ വാളായിട്ട് നിൽക്കണേ. നീ എന്താ രക്ഷപ്പെടുമെന്ന് ഓർത്താ, ഇന്ന് കൊല്ലും. ഞാൻ പറഞ്ഞു ഇപ്പോഴും ചാകാൻ പോണേണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്തും കൊണ്ട് അപ്പോഴും ദൈവം എന്നൊരാളുണ്ട്. ഈ പറഞ്ഞ ആൾക്കാർ ഓടി വന്ന് ഓടി വന്ന് ഇവർ ഓടി. ഞാൻ നോക്കും കണ്ണടച്ച് ഞാൻ എനിക്ക് തലക്കെട്ട് വെട്ടി കിട്ടി എന്നും പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴേക്കും ഞാൻ നോക്കി അവിടെ തന്നെയുള്ള ഒരു ഗുണ്ട. പക്ഷെ അന്ന് ഞാൻ ഓർത്ത് ഇവനെ ഞാൻ കൊടുക്കും. എന്നെ ഉപദ്രവിച്ചവരാ ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ കാര്യങ്ങളിൽ വെച്ച് നീട്ടിപ്പോണ ഒരാളാണ്. അതിന് എനിക്ക് വലിയ ഉത്സാഹമൊന്നും കാണിക്കൂല, വൈരാഗ്യം ഇല്ലാണ്ടല്ല, എന്നെങ്കിലും തീർത്താൽ മതി എന്നുള്ള ഒരാളാണ്. അടുത്തവൻ്റെ വിഷയമാണെങ്കിൽ ഞാൻ അപ്പൊ ചെയ്യുന്ന ആളാണ്. എന്നിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുന്ന എൻ്റെ കൂടെയുള്ള ഈ ബിജു എന്ന് പറഞ്ഞ ആളുടെ കൂടെയുള്ള ഒരാൾ ചോദിക്കുന്നതാണ്, ഇവൻ ഈ പോക്ക് ശരിയാവില്ല. കാരണം ഇവർക്ക് ഒരു കേസ് വന്നു സുരേഷിനൊക്കെ. അഡ്വക്കേറ്റ് മാനുവൽ എന്ന് പറഞ്ഞ മാണിക്കുട്ടി 99 ആ കേസിൽ പുള്ളി അന്ന് അയ്യങ്കാളിപ്പുഴയുടെ ഇന്ന് പോരാട്ട സംഘടനയാണ്, അതിന്റെ മെയിൻ ആളായിരുന്നില്ല മാനുവൽ. അപ്പോ പുള്ളിയുടെ കുതികാല് വെട്ടിയ ഒരു കേസുണ്ട്. അത് തന്നെ. അപ്പൊ അന്ന് എല്ലാരും അവർക്ക് മറ്റൊരു പേടിച്ചിട്ട് വീട്ടിൽ നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞ കോടതി ഉത്തരവോടെ ഈ പറഞ്ഞ ആളുടെ വീട്ടിലാണ് നിന്നു, ബിജു എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞങ്ങളുടെ വീടിന്റെ 4 വീടിന്റെ അപ്പുറത്താണ്. അപ്പൊ അന്ന് അതിൽ 9 ഇവരൊക്കെ ഈ പരിസരത്തൊക്കെ തന്നെ ഉള്ള ഈ താമസം, അല്ലാതെ വെളിയിലേക്കൊന്നും പോകത്തില്ല. ഇല്ല ഇത് ഇവര് ജാമ്യം ഇറങ്ങിയിട്ട് എല്ലാവരും കൂടി ഈ വീട്ടിൽ വന്ന് നിന്നു കോടതി ഉത്തരവോടെ. കാരണം വൈറ്റിലെ വീട്ടിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ നിന്ന്, കാരണം മറ്റൊരു ആക്രമിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇവരുടെ ഇടയിലേക്കല്ലേ വരുന്നത്. നിങ്ങളുടെ അടുത്തെത്തി അവര് നമ്മുടെ വീടിന്റെ 2 വീടിന്റെ അപ്പുറത്തേക്ക് വന്നു ആദ്യം കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് ഞാൻ എല്ലാവരും പരിചയപ്പെടുന്നത്. കാരണം ഈ വെട്ടിൽ സുരേഷിനെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നത്. ഈ വെട്ടിൽ സുരേഷ് എവിടെ ബേസ് ചെയ്ത ആളായിരുന്നു? ഇപ്പോഴുണ്ടോ ഗുണ്ടാപ്രവർത്തനം? ഇല്ല, ഇപ്പൊ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ശിവസേനയിൽ ചേർന്നിട്ട് പണ്ടേ പുള്ളി ശിവസേനക്കാരനാണ്. പുള്ളി CPM ആയിട്ട് ബന്ധം ഉണ്ടായിരുന്നു, എന്നാലും പുള്ളി ശിവസേനയായിട്ട് കുറച്ച് അടുപ്പമുള്ള ആളായിരുന്നു. ഇപ്പൊ ശിവസേനയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? അന്നുണ്ട്. ഇത്ര ആക്റ്റീവ് അല്ലാന്നേ ഉള്ളു. പുള്ളി അന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ്. അതെ. ഇപ്പൊ കഴിഞ്ഞ മാസം കണ്ട പുള്ളി എന്തോ നമ്മുടെ ജില്ലയുടെ എന്തോ ഇതായിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വെട്ടിൽ സുരേഷെ പരിചയപ്പെട്ട ദിവസം ഓർക്കട്ടെ, അതെങ്ങനെയാണ് അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് ബഹുമാനം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ സമയത്ത്? ആ സമയത്തേക്ക് ഇവരെ ഈ നമ്മുടെ അവിടുത്തെ ചേട്ടന്മാരുടെ കൂടെ കൂടിയപ്പോൾ നമ്മൾ കേൾക്കണ്ടല്ലേ ഇന്ന ആൾക്കാരുടെ ഇന്ന ആൾക്കാർ. അപ്പൊ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവരെ കാണണം. അപ്പോഴാണ് നമ്മൾ തമിഴ് ഷാജിനെ പറ്റിയും കേൾക്കണത്. അപ്പൊ അന്ന് എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്, ഇങ്ങനത്തെ കൂട്ടുകാരല്ല, സാധാരണ വായി നോക്കി കാണുന്ന കൂട്ടുകാർ. അപ്പം ഞാൻ സിറ്റിയിലേക്ക് പോകും, ഇവരെ കാണാനൊക്കെ പോകുമ്പോൾ സിറ്റിയിൽ അന്ന് ഭയങ്കര മാർക്കറ്റിംഗ് ആണ് തമിഴ് ഷാജിയുടെ. അതായത് ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട്, ഇപ്പോൾ ചേട്ടൻ അന്ന് വരുന്നു ആദ്യമായിട്ട് എറണാകുളം സിറ്റി വരുന്നു, ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് തമ്മൻ ഷാജിയുടെ ആളാന്ന് പറഞ്ഞാൽ പൈസ വാങ്ങില്ല. ഒരു ഡ്രസ്സ് കടയിൽ കയറിയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് പറഞ്ഞാൽ തമ്മൻ ഷാജിയുടെ ആളാന്ന് പറഞ്ഞാൽ പൈസ വാങ്ങില്ല. അത്ര സ്വാധീനമായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നു അവിടെ. എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും എന്നല്ല, നോർത്ത് ഭാഗങ്ങൾ, അങ്ങനെ ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളിലാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് സിറ്റി മൊത്തമല്ല. മനസ്സിലായി. ഇപ്പോൾ നമ്മുടെ വൈറ്റില ജംഗ്ഷനിൽ, വൈറ്റില സിഗ്നലിൽ, ആ സിഗ്നലിൽ എനിക്ക് തോന്നുന്നു അന്ന് തട്ടുകടകളാണ്.
അന്ന് 300 തട്ടുകളുടെ മേളിലുണ്ട് ഒരുമിച്ച്. അതായത് ടാർപോൺ ഷീറ്റ് വിരിച്ചിട്ട് ഇപ്പൊ ഈ ചെയറിലിരുന്ന നമുക്ക് അറിയാൻ പറ്റില്ല അപ്പുറത്തേണോ ഇപ്പുറത്തേണോന്ന് അറിയാൻ പറ്റില്ല. അത്ര കാരണം ട്യൂബ് ലൈറ്റ് ഇട്ട് ഇങ്ങനെ കത്തിച്ചിങ്ങനെ നിൽക്കും. അതായിരുന്നു. അപ്പൊ ഇതിൽ തന്നെ ചിലപ്പോൾ 50 കടകൾ ഇന്ന ആളുടെ കപ്പം പിരിക്കണായിരിക്കും. ഇതിലൊക്കെയായിരുന്നു അന്ന് വിഷയങ്ങൾ വന്നത്. അല്ലാണ്ട് ഇന്നത്തെ പോലെ അല്ല. അന്ന് ഇവിടുന്ന് കിട്ടുന്ന വരുമാനം തർക്കമായിരുന്നു. കടകളിൽ നിന്നുള്ള പിരിവ്, പിന്നെ സ്റ്റാളുകൾ, അമ്പലങ്ങൾ സ്റ്റാളുകൾ. ഇവരാരും പോലീസ് പരാതി കൊടുക്കത്തില്ല, ആളുകൾക്കും കൊടുക്കത്തേ ഉള്ളൂ. അതെ, കൊടുക്കത്തുള്ളൂ. ചോദിക്കുന്നവർക്കും കൊടുക്കുക. കാരണം ഒരാളുടെ ഏറിയ വേറെ ആളും വരത്തില്ല. ഇല്ലില്ല. അവരുടെ കാരണം വേറെ ഒന്നുമല്ല, ഇവർക്ക് ഈ കച്ചവടം ഉണ്ടല്ലോ. അപ്പൊ ഇവിടുത്തെ ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് ഇവിടെ കമ്പനി അടിക്കും. അപ്പൊ വേറെ ആൾക്കാരും ഒന്നും വിഷയം ഉണ്ടാക്കൂല. മറ്റവര് പതിയെ കച്ചവടം കുറയും, ഇവരെ കച്ചവടം കൂടും. അല്ലെങ്കിൽ ഇവര് ഭീഷണിപ്പെടുത്തി അവരെ കച്ചവടം കുറയും. മാത്രമല്ല ഇവർക്ക് ആവശ്യം വന്നാൽ സഹായിക്കുകയും ചെയ്യും. അതെ 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 അതെ. അപ്പൊ ഈ പറഞ്ഞ കടക്കാർക്ക് സഹായിക്കുന്നത് അത് തന്നെ അത് തന്നെ. അപ്പൊ അതിനെ ചൊല്ലിയൊക്കെയായിരുന്നു ഇവര് തമ്മിലുള്ള വിഷയങ്ങൾ വന്നത്. അങ്ങനെ അടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടി അത് തന്നെ. അല്ലാണ്ട് ഇന്നത്തെ പോലത്തെ ഇതൊന്നും അല്ല. അന്ന് ഗുണ്ടകളാണ്, ഇന്ന് ഗുണ്ടകളല്ലല്ലോ. അപ്പൊ ആ രീതിയിൽ നിൽക്കുമ്പോൾ എന്നോട് ഇവര് സംസാരിക്കുമ്പോൾ സുരേഷ് ചേട്ടൻ അവിടെ വന്ന് നിൽക്കണോണ്ട് എനിക്ക് ആ സമയത്ത് ഒരു വിഷയം ഉണ്ടായപ്പോ ഒരു ദിവസം പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ അങ്ങോട്ട്, ഞാൻ പുള്ളിനെ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ കലാമണ്യ പോലെ പുള്ളി ഇരിക്കണം, കാണാൻ നല്ല സ്റ്റൈലാണ്. പുള്ളി ബുള്ളറ്റിന് പോവും ഞങ്ങളുടെ അതിൽ കൂടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആരാധനയോട് നോക്കും, ഇങ്ങനെ ഇത് നല്ല ഫേസാണ് കാണാൻ. ബുള്ളറ്റിൽ നിറഞ്ഞിരുന്ന് പോകും. അപ്പോൾ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആരാധനയാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം പുള്ളി എന്നോട് പറഞ്ഞ്, ഇനി നീ വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇടിക്കും എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പേടിയൊന്നുമില്ല. അപ്പോഴും ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ആ പ്രായത്തിലട്ടാ ചേട്ടാ എൻ്റെ ദേഹം നൊന്താ ഞാൻ തിരിച്ചിരിക്കും, വലിയൊരു സംശയമില്ല. അത് ഭയങ്കര വിഷയമായ അവരുടെ ഇടയിൽ. അപ്പോൾ നമ്മൾ എറണാകുളത്ത് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോയി കമ്പനി അടിക്കണം. അപ്പോൾ ഇവരുടെയൊക്കെ ചിന്ത ഞാൻ ഷാജിയായിട്ട് കമ്പനി അടിക്കുന്നുണ്ടോ, ഇങ്ങനെയാണോ എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാജിക്ക് ഇവർക്ക് വിഷയമാണെങ്കിൽ എനിക്ക് വിഷയമില്ലല്ലോ. ഇല്ല. പക്ഷേ ഞാൻ ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ ചെറിയ മനസ്സിൽ ഞാൻ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ആരാധന തോന്നുന്നു ഷാജിയോട്. കാരണം പുള്ളിനൊന്ന് കാണണം എന്നുള്ള ഇതിൽ. കാരണം എവിടെ പോലും ഷാജിയാണ്. സുരേഷിനെ ഭയങ്കര പേടിയുണ്ടെങ്കിലും, സുരേഷിന്റെ പേടിയുണ്ടെങ്കിലും അതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ. കാരണം ഈ നമ്മൾ ചെറിയ പയ്യനായതുകൊണ്ട് ഇവരുടെ ഇടയിൽ ഓടി നടക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇവരെ കാണാൻ വന്ന ആൾക്കാരാണെങ്കിലും പല ഗുണ്ടാ നേതാക്കന്മാരെ വന്നത് ഇവിടെ. അപ്പൊ ഇവര് തമ്മിൽ പരസ്പരം സംസാരിക്കുന്നതും ഷാജിയെ കുറിച്ചാണ്. അപ്പൊ നമ്മളത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇപ്പൊ ഇത് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലുത് വെട്ടി സുരേഷ്. അവര് പേടിക്കുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ അവര് ഭയത്തോടെ കാണുന്ന ഒരാളുണ്ട് എന്ന് നോക്കുമ്പോൾ നമുക്ക് അയാളോടൊരു ഇത് തോന്നൂല, അയാൾ ആരാണെന്നുള്ള. അപ്പൊ നമ്മള് അപ്പോഴും അങ്ങനെയാണോ ഇങ്ങനെയാണ് കാണണം. നമുക്ക് സിനിമയിൽ കേൾക്കുന്ന ഒരു അധോലോകത്തിനെ പോലെയാണ്. അപ്പോൾ നമുക്ക് ഈ അധോലോകത്തിനെ കുറിച്ച് അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇതേപോലെ തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കൂടെയുള്ള ഈ സുരേഷ് ചേട്ടനായിട്ട് സംസാരമായല്ലോ, അത് എല്ലാവരും ചർച്ച ചെയ്ത് എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. പുള്ളിയോട് അങ്ങനെ പറയിക്കരുതായിരുന്നു. നിന്നെ ഞാൻ കൈകാര്യം ചെയ്തു പറഞ്ഞപ്പോൾ പറ്റത്തില്ല, ഞാൻ അടിക്കുമെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാറ്. അതെ അതെ അതെ, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ അത് ഞാൻ ദേഷ്യം കൊണ്ട് പറഞ്ഞല്ല, എന്റെ സ്വഭാവം അങ്ങനെയാണ്. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. എന്നെ ഉപദ്രവിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞു. അല്ല, ബീച്ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ അത് അവന്റെ പക്ഷത്ത് തെറ്റല്ലല്ലോ എന്ന് പറഞ്ഞു. അവന് ഉപദ്രവിക്കാൻ വന്നപ്പോൾ അവൻ പ്രതികരിക്കാണ്ട് ഇടികൊള്ളണമായിരുന്നു. അതിന് നീ എന്തിനാണ് ഇത് ചെയ്യണമെന്ന് അവരങ്ങാട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ എനിക്കും തോന്നി ഇവരുടെ ഇടയിൽ ഞാൻ കാരണം ഒരു വിഷയം ഉണ്ടാകും. ഞാൻ സോറി പറഞ്ഞു. അപ്പോൾ അന്ന് സംസാരം ഉണ്ടായപ്പോൾ എന്നോട് അതിൽ കൂടുതൽ ഒരാൾ പറഞ്ഞാണ്, ഇവന്റെ പോക്ക് ശരിയല്ല, ഇവനൊരു ഗുണ്ടാ നേതാവാകാനുള്ള പ്ലാനാണ് എന്ന് പറഞ്ഞു. എന്ന് ആര് പറഞ്ഞു? ഷാജി പറഞ്ഞെന്ന് അല്ല, സുരേഷ് പറഞ്ഞെന്ന്. സുരേഷിന് കൂടുതലുള്ള ഒരാൾ പറയണേ. ആരോട് പറയുന്നു? ഞാൻ ഇരിക്കുമ്പോ എന്നെ കുറ്റപ്പെടുത്തി ഇവരെല്ലാം ചർച്ച ചെയ്യുമ്പോ ഇവൻ കാണും ഇത്ര വിഷയം ഉണ്ടായത്. എനിക്ക് തോന്നണേ ഇവനൊരു ഗുണ്ടാ നേതാവാനുള്ള പ്ലാനിലാണ് ഈ നടക്കണേന്ന് തോന്നുന്നത്. അതിനാണ് ഇവൻ നമ്മളെല്ലാം ഈ ബുദ്ധിമുട്ടിക്കണേ, നമ്മൾ ഈ സപ്പോർട്ട് ചെയ്യണോണ്ടാണ് ഇവന്റെ ഇങ്ങനെയൊക്കെ നടക്കണേ എന്ന് പറഞ്ഞപ്പോ അന്നത്തെ രാത്രി സത്യം പറഞ്ഞാൽ ഉറങ്ങിയില്ല. കാരണം ഞാൻ ഗുണ്ടാ നേതാവ്. അങ്ങനെ ആദ്യമായിട്ടാണ് ആ ഒരു മനസ്സിലേക്ക് ആ സാധനം വന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തൊട്ട് ഞാൻ ഗുണ്ടാ നേതാവാണ്. നിങ്ങൾ സ്വയം തീരുമാനിച്ചു? അപ്പോൾ ഞാൻ അവിടെ ഈ സുരേഷ് ചേട്ടൻ വന്ന് ഇരിക്കുന്നു, ഓരോരോ ആൾക്കാരും കാണാൻ വരുന്നു, അവരോടുള്ള സംസാരം എല്ലാം കേൾക്കണേന്, പഠിക്കണേന്. അപ്പോൾ ഇവര് ചില ആൾക്കാരെ ഇടിക്കാൻ പോണു. ചിലപ്പോൾ ഇടിച്ചിട്ട് സക്സസ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ പറ്റാനുള്ള തോറ്റു വരുന്നു.
അപ്പൊ ഇവര് ഈ നേതാവ് ഇവരോട് പ്രതികരിക്കുന്ന രീതികൾ, അപ്പം ഈ സുരേഷ് കൊട്ടേഷൻ എടുത്ത് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ആളുകൾക്ക് വേണ്ടിട്ട് അല്ലേ? അതായത് ഈ സുരേഷ് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഷാജിയുടെ ടീം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണല്ലേ. ഓ, അപ്പൊ തിരിച്ച് ചെയ്യിക്കാൻ ഓരോരോ ടീമിനെ അവിടെ നിന്ന് സഹായം ചോദിക്കണേ ഇവരോട്. അപ്പൊ ഇവര് ഇവിടുന്ന് ഓർഡർ കൊടുക്കണേണ്, ചെയ്തോ അത് ചെയ്തു ഇത് ചെയ്തു. അപ്പൊ തിരിച്ചു വരുമ്പോ ഇതാരായിരിക്കും ഇതിന്റെ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്? ഇവര് ആർക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും? ഇവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി, അങ്ങാടും ഇങ്ങോട്ടുള്ള അടി. അതായത് സിറ്റിയിൽ 2 പേര് അവര് അങ്ങാടും ഇങ്ങാടും. അവരുടെ ഈ ഹോട്ടലടക്കമുള്ള കപ്പം പിരിവ് നടണം, തുടരണം. അത് തന്നെ. പക്ഷെ അത് സുരേഷിനുണ്ട്, കപ്പം ഉണ്ട്. കാരണം ഷാജിയുടെ കുറെ ആൾക്കാർ എതിർ ടീമുകൾ ഉണ്ടാവുമല്ലോ, മനസ്സിലായി. അപ്പൊ അവര് ഇവരൊന്നും കൂടുമല്ലോ, നിങ്ങൾ കേട്ട് പഠിച്ചു. അപ്പൊ ഞാൻ ആലോചിക്കണേണ്, ഇവരെ സുരേഷ് ചേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ ഇവരോട് എന്തായിരിക്കും മറുപടി പറയാൻ പോണേ? എങ്ങനെയായിരിക്കും? അവര് തോറ്റിട്ട് വന്നേക്കണേ. അപ്പൊ അവരോട് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? ഈ സുരേഷ് ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടും. അപ്പൊ ഞാൻ ഓർക്കാണ്, അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മനസ്സിലായി. അപ്പോൾ ഒരു പബ്ലിക്കിൽ പോകുമ്പോൾ നമ്മളും കൂടെ പോകുമല്ലോ. ഇപ്പോൾ ഒരു അമ്പല പരിപാടി അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ, അപ്പോൾ എവിടെ പോയാലും ഇവരെ കാണുമ്പോൾ തന്നെ ആൾക്കാർ നോക്കും, ഏത് കുറേ ഗുണ്ടകൾ വന്നേക്കണം എന്നുള്ള സ്റ്റൈല്. അവരുടെ ഡ്രസ്സിങ് ആണെങ്കിലും അവരുടെ രീതികളാണെങ്കിലും എല്ലാം ആ ഒരു ഇതാണ്. ഒരു അമ്പലപ്പറമ്പിൽ പോയാൽ പോലും അവർക്ക് ഇവിടെ വന്ന് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വന്നു എന്ന് അറിയിക്കണം. അല്ലെങ്കിൽ അവരുടെ രൂപം കണ്ടാലും അവരുടെ ഡ്രസ്സിങ് കോഡ് കണ്ടാലും അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, ഇന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ ആലോചിക്കണേണ്, അതെന്തിനാ അങ്ങനെ കാണിക്കുന്നത്? നമ്മൾ സ്വയം പ്രദർശിപ്പിക്കാനുള്ള ഒരു വസ്തുവാണ്. നമ്മൾ മറ്റുള്ളൊരാൾ എന്നെ കണ്ടാൽ പറയരുത്, എന്നോട് സംസാരിച്ചാൽ പറയരുത്. അപ്പം ഞാൻ ആലോചിക്കണേ, ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുള്ളൂ, ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുള്ളൂ, ഇങ്ങനെ സംസാരിക്കുള്ളൂ, ഞാൻ ഇങ്ങനെ പെരുമാറുള്ളൂ. അന്ന് എത്ര? 18 വയസ്സായി? അല്ലല്ല, 17 വയസ്സ്. 17 വയസ്സ്. അപ്പോൾ ആ കാഴ്ചപ്പാടിൽ ഇരുന്ന് പിന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് വീണ്ടും രക്ഷപ്പെടാൻ പറ്റില്ല, കയറി വരാൻ പറ്റില്ല എന്നുള്ള രീതിയിലായപ്പോൾ നമ്മളിപ്പോ അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ തുടങ്ങിയോ? ഇല്ല, അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയോ? ഒന്നുമില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇവര് നിങ്ങളെ സംശയത്തോടെയാണ് പിറ്റേ ദിവസം കാണുന്നത്. അതെ. ഈ സുരേഷും സംഘവും. പിന്നീടും കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. പിന്നെ ഞാൻ പുള്ളിയോട് സ്ഥിരമായി വീട്ടിലൊക്കെ പോകാൻ തുടങ്ങി. പുള്ളിയുടെ ചേട്ടൻ്റെ അമ്മയായിട്ട് ഞാൻ ഭയങ്കര ബന്ധമായിരുന്നു. കാരണം ഞാൻ ചെറിയ പയ്യനായതുകൊണ്ട്. സുരേഷ് ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. ഇതില്ല, ഇപ്പൊ പണികളൊന്നുമില്ല. ഒന്നുമില്ല. കേസെല്ലാം തീർന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ അമ്മ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും. ഇവർ ജയിലിലാണെങ്കിൽ ഇവർ ജയിലിൽ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കോടതിയിൽ പോകുമ്പോൾ അമ്മയ്ക്കൊക്കെ വിഷമമുണ്ടായിരുന്നു മകൻ? തീർച്ചയായിട്ടും. എന്നാ പറയും, മോനെ നീ അങ്ങനെ പോരെന്ന്? എപ്പോഴും അമ്പലങ്ങളിൽ പോയി ഈ പ്രാർത്ഥനയാണ്. അമ്മ പറയും, മോനെ നീ ആ പരിപാടിക്ക് പോരാ? എന്നോട് പറയും. എനിക്ക് മിക്കവാറും കുറെ നുള്ളൊക്കെ തരും. നീ അങ്ങനെ എഴുതി ഇങ്ങനെ എഴുതും, നിന്നെ ഇപ്പൊ ഞാൻ കൊണ്ടുനടക്കണത് എന്തിനാണെന്നറിയാമോ? ഇതൊക്കെ നിന്റെ ചേട്ടന്മാരെ കാണിക്കണത് അനുഭവിക്കണതും അവരുടെ അമ്മയൊക്കെ അനുഭവിക്കണം, നീ കാണണം. അപ്പോൾ എന്നാലും നീയൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ്. നമുക്ക് മനസ്സിലായില്ല ആ പ്രായത്തിൽ നമുക്കൊന്നും നമ്മൾ അതെല്ലാം. കാരണം ഈ പിടിയൊന്ന് വിട്ടുകിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിയന്ത്രണം. അതായത് ഇതിനൊന്ന് പോവാൻ എന്താ പരിപാടി എന്നുള്ള സംഭവമാണ് നമ്മുടെ. അപ്പൊ ഇങ്ങനെ പോയി ഞാനൊരു കൊലക്കേസിൽ പെട്ടു. അതെങ്ങനെ പെട്ടു? അത് ഈ തമിഴ് ഷാജിയുടെയും സുരേഷിന്റെ ഗ്യാങ്ങിലുള്ള വിഷയങ്ങൾ തന്നെ. അതില് ഉണ്ടായിപ്പോയി. ആ ടീമിൽ നിങ്ങൾ ഉണ്ടായിപ്പോയി. നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ? അല്ലല്ല, ഈ ടീമിൽ വന്നു. അതിൽ ഞാൻ അന്ന് ആ സമയത്ത് എനിക്ക് സിറ്റിയിലെ കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലായി. അപ്പൊ അന്ന് എൻ്റെ ചിന്ത, എറണാകുളം സിറ്റിയാണ് ഏറ്റവും വലിയ അധോലോകം. മനസ്സിലായി. ഇവിടുത്തെ ഗുണ്ടകളാണ് കേരളം ഭരിക്കുന്നത്. കാരണം അതിൻ്റെ അപ്പുറത്തേക്കൊരു ലോകമില്ല. അതിനിടയ്ക്ക് ഷാജിയെ കണ്ടോ? ഇല്ല, തമിഴ് ഷാജിയെ കണ്ടിട്ടില്ല. തമിഴ് ഷാജിനെ കണ്ടു ഞാൻ. ഇതിനു മുമ്പ് തന്നെ കണ്ടു? ഈ കൊലപാതക കേസ് പ്രതിയാവുന്നതിന് മുമ്പ് കണ്ടു. കാരണം ഇവര് ജയിലിൽ പോയപ്പോൾ ഞാൻ ഇവരുടെ കൂടെയുള്ള ആളുകളുടെ ഇവരെ കാണാൻ വേണ്ടി ജയിലിൽ കൊണ്ടുവരുമല്ലോ. സുരേഷൊക്കെ ജയിലിൽ പോയപ്പോൾ കാണാൻ വേണ്ടി പോകുമ്പോൾ എന്നോട് പറയണ്ട, ആരോടും മിണ്ടരുത്, ഇവർ ഭയങ്കര വിഷയങ്ങളായിരിക്കും. കാരണം അന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലിലാണെങ്കിലും കോടതിയിലാണെങ്കിലും ഇവരുടെ ആൾക്കാരെ മൊത്തം ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഇടി കിട്ടും. അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പുള്ളിനെ കാണുന്നത്. അപ്പൊ പുള്ളി എവിടെ? ജയിലുണ്ടോ? അല്ലല്ല, കോടതിയിൽ. ഇവരെ കോടതി കൊണ്ടുവരുമ്പോ അങ്ങോട്ടുള്ള കേസിനാ? അങ്ങനത്തെ കേസിലല്ല, ഇവരെ കൊണ്ടുവന്ന ദിവസം ഇവരെ കാണാൻ വന്ന ആൾക്കാരെ ഇവര് ഇടിക്കും പുറത്തിട്ട്. അതിന് വന്നിരിക്കുക. കാരണം ചെല്ലുമ്പോ നമുക്ക് ഈ സിനിമയിലൊക്കെ കാണൂലേ, ഇപ്പൊ രാംഗോപാലവർമ്മയുടെ സിനിമയിലൊക്കെ കാണൂലേ, കോടതിയിൽ പുറത്തിട്ട് ഇടിക്കും. പോലീസൊന്നും അന്നൊരു മറ്റേ ഹൈവേ മറ്റേ ഒരു ജീപ്പാണ്, മറ്റേ പെട്രോളിംഗ് എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഇട്ട് തന്നെ. അല്ലാണ്ട് ഇന്നത്തെ പോലെ അത്രയും പോലീസോ ഒന്നുമില്ല. ഇപ്പൊ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ വന്നത് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. കോടതിയുടെ മുമ്പിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ എറണാകുളം കോടതി പോയിട്ടില്ലേ, അന്ന് ഇപ്പൊ പുതിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അന്ന് മറ്റേ കാട് പിടിച്ചിറങ്ങുന്ന സ്ഥലം മതിലാണ് അവിടെ. ആ മതിലിൽ ഇങ്ങനെ നിരന്ന് കയറിയിരിക്കും.
അത് ആ ബേക്കിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും സഞ്ചരിക്കാത്ത വഴിയാണ്. ഇന്നത്തെ പോലെ അല്ല. ആ വഴി പോകില്ല ആരും. പോയി കഴിഞ്ഞാൽ ആ മൂലക്ക് ഒതുങ്ങി കിട്ടി. മനസ്സിലായി. നല്ല ഇടി ഇടിക്കും. എന്തോരം പേര് ഇടിച്ചേക്കണേ. ഇവര് എടുത്തിട്ട് പോയിട്ടെന്ന് പറഞ്ഞാൽ അമ്മിപ്പുള്ളൊക്കെ ഇടിക്കണേ. നസീറിന്റെ കൂടെയുള്ള ഒരുത്തനെ കൊണ്ടുപോയിട്ട് അമ്മിപ്പുള്ളൊക്കെ ഇടിച്ചത്. കെട്ടിയിട്ട് ഇടിച്ചിട്ടൊക്കെ ഇടണം. ഇടിക്കുള്ളൂ, അല്ലാണ്ട് കൊലപാതകം ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ അത് കണ്ടു, ഈ സുരേഷിനെ കാണാൻ പോയപ്പോ ഷാജിയെ കണ്ടു. അതെ, മിണ്ടിയില്ല. എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി. ആര്? ഇവര്. അവരുടെ കൂടെ അപ്പൊ എന്നോട് വന്ന് ചോദിച്ചു എന്തിനാ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു ചേട്ടൻ്റെ. അപ്പൊ എന്നോട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സുരേഷിനെ കാണാൻ വന്നാന്ന് പറയരുത്, ഇന്ന വേറെ കേസിന് വന്നാന്ന് പറഞ്ഞ ചേട്ടൻ്റെ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് സംശയം, ഏത് ഇന്ന ആളെ കാണാൻ വന്നാൽ ഇങ്ങനെ. അപ്പോൾ എന്നോട് പറഞ്ഞ് പെട്ടിക്ക് ഓട്ടോ ഇടും വിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സ്കെൽറ്റായിട്ടൊരാളാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നൊരു പെട്ടിക്കടയുണ്ട് ഈ കൂടുതൽ ബൈക്കിൽ, ഇന്നതില്ല. അപ്പോൾ അവിടെ നിന്ന് മറ്റേ ഗോലി സോഡ കുടിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഇയാളെന്തിന് ഇത് പറയണം, ഈ സ്കെൽറ്റ് ഇത്രയുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഇവനെന്തിനാ എന്നെ പേടിപ്പിക്കണേ, ഞാൻ ഇത്രയും പേരെ ഒറ്റയ്ക്ക് ഇടിച്ചിട്ടൊക്കെ വന്ന ആളാണ്, പിന്നെയാണ് ഇവൻ എൻ്റെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ് വിട്ടോടാ വിട്ടോ, പെട്ടിക്കോടാ. പെട്ടിക്കോട്ടിടോ എന്ത് സംഭവം? ഞാൻ ചോദിക്കുന്നത് ചേട്ടാ ഈ പെട്ടിക്കോട്ടിടോന്ന് എന്താ ഇവർ ഉദ്ദേശിക്കണേ എന്നറിയാൻ പാടില്ല. അപ്പോൾ എനിക്ക് കോഡ് ഭാഷ നന്നാ അറിയില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇയാളെന്നെ കൈ പിടിച്ച് അവനോട് പറഞ്ഞ് വിട്ടോ 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 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ പേടിച്ചു പോയിട്ടോ ചേട്ടാ എന്ന് പറഞ്ഞു. പേടിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ പേടിച്ചു പോയിട്ടോ ചേട്ടാ എന്ന് പറഞ്ഞു. എടാ വിട്ടോടാ വിട്ടോ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു പറഞ്ഞേ. ഇയാളെന്നെ കൈ പിടിച്ചിട്ട് കൊണ്ട് തന്നെ എന്നോട് പറഞ്ഞേ നിന്നെ തല്ലു, നിന്നോട് എന്തിനാ പറഞ്ഞ, നീ ആരോട് സംസാരിച്ചെന്ന് അറിയോ എന്ന് ചോദിക്കണേ. അപ്പോൾ ഞാൻ ആരോട് സംസാരിച്ചു? എടാ അതാടാ തമ്മൻ ഷാജി എന്ന് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൂടെ വന്ന ആളില്ലേ അയാളെ അവിടെ ഇട്ട് ഇടിക്കണമെന്ന് തോന്നിയത്. കാരണം എൻ്റെ എന്താ പ്രായത്തിൻ്റെ ഒരു പക്വതയില്ലായ്മ ഉണ്ടാ. ഞാൻ മറ്റേ സൂപ്പർ ഹീറോ ഒന്നും പറഞ്ഞ ആ ഒരു അത്ര മെലിഞ്ഞൊരാളാണ് ഇയാള്. സാധാരണക്കാരൻ. ഒരു നമുക്ക് എനിക്കന്ന് 17 വയസ്സുള്ളൂ. ആ എനിക്ക് തോന്നണ ഒരൊറ്റ ഇടിച്ച വീഴുമെന്ന് തോന്നുന്ന ഒരാള് നമ്മൾ പ്രതീക്ഷിക്കും എങ്ങനെയാണെന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ എന്നെ വലിച്ചുകൊണ്ട് പോയ ആളോട് എനിക്ക് ഭയങ്കര ദേഷ്യം തന്നെയാണ്. കാരണം ആ തമ്മൻ ഷാജി എന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ആ സോഡ കുപ്പി കൊണ്ട് അവനെ തറയിട്ടടിച്ചാണ്. അത് അല്ല അങ്ങനെയല്ല, കാരണം എന്നെ അന്നത്തെ ആ പക്വതയില്ലായ്മയുടെ ഒരു സംഭവമാണ് ഇത്. നമ്മള് വലിയ ആളാകാൻ വേണ്ടി പറഞ്ഞല്ല, ആ പ്രായത്തിന്റെ ചോരത്തിളപ്പാണ്. അതിപ്പോ എന്റെ പോലെ എല്ലാവരും അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ, നമുക്കൊരു അവസരം കിട്ടിയല്ലോ. പക്ഷെ പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ചിന്തിച്ച പോലും തെറ്റായെന്ന് എനിക്ക് തോന്നി. കാരണം ചില ആൾക്കാരെ നമ്മ ഏത് ഫീൽഡിലാണെങ്കിലും, ഇപ്പം എൻ്റെ ഫീൽഡ് ഇതാന്ന് പറയുമ്പോൾ അതിൽ ചില ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഇന്ന് ഈ തമിഴ് ഷാജി ഇന്നും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്ന് അതങ്ങനെ. പക്ഷെ എൻ്റെ ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ചേട്ടൻ പത്രപ്രവർത്തകൻ, ചേട്ടൻ ബുദ്ധിമാനാണെങ്കിൽ ചേട്ടൻ എന്ത് ചിന്തിക്കും? ഈ ലോകത്തെ ഏറ്റവും വലിയ പത്രപ്രവർത്തകൻ, റിപ്പോർട്ടർ ചേട്ടനാന്ന് ചിന്തിക്കും. ചിലപ്പോൾ ഈ ചേട്ടനെക്കാട്ടും വലിയ ആൾക്കാർ ഒരുപാട് ഉണ്ടാവും. പക്ഷെ ചേട്ടൻ ചിന്തിക്കുന്നത് ഞാനാണെന്ന് ചിന്തിച്ചാൽ മാത്രമേ ചേട്ടന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും അന്നും ചിന്തിക്കുന്നത് ഞാനാണ്. അതിപ്പോ ദാവൂദ് ഇബ്രാഹിം വന്നാൽ പോലും ഞാൻ എതിർക്കും. ആ ഒരു നിമിഷം കൊണ്ട് അവർക്ക് എന്നെ കൊല്ലാൻ പറ്റും. ഷാജി ഒന്നും പറഞ്ഞില്ല നിങ്ങൾ അങ്ങനെ എന്താ? ഞാൻ അവരുടെ സംഭവത്തിൽ ഞാൻ ഒരു ചെറിയ പയ്യൻ, അതുകൊണ്ട് അവര് വിട്ടു. അവർക്ക് അതിന് നേരമില്ല. പക്ഷെ അന്ന് ഞങ്ങളുടെ കൂടെ വന്ന ഒരുത്തിനാ അവരോർത്ത് ഏതോ വിവരമില്ലാത്തൊരു പയ്യൻ, സത്യം. കാരണം അത്രയും ചെറിയ പയ്യനാ, കേസ് പിടിക്കേണ്ടെന്ന് വെച്ചു. കാരണം അവരെ സംബന്ധിച്ച് അത്രയും പേര് നിൽക്കണല്ലേ. എനിക്കറിയൂ ഇത് തമിഴ് ഷാജിയാണ്. ഞാൻ ഈ സ്കെൽറ്റായ ഒരാളായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അത്രയും കൂട്ടം ആണ് ഇത് നേതാവാണെന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടോ ഇല്ല. അപ്പോൾ പക്ഷെ അന്ന് ഞങ്ങളുടെ കൂടെ ഒരാൾ വന്ന് ഇടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി 4 ദിവസം പനി പിടിച്ചു. ചെയ്യിപ്പിക്കുള്ളൂ. തൊട്ടപ്പുറത്തിട്ട് ഇടിച്ച് 4 ദിവസം പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടന്നു. അതിലൊരു ഗുണം ഉണ്ടായെന്നറിയാമോ? അവൻ അന്ന് 11-12 കേസുണ്ട്. ഇത് വളർന്നവനൊരു ഗുണ്ടായിരുന്നു. അതോടെ പരിപാടി നിർത്തി, പേടിച്ചു പോയി. അതോടെ ആ പരിപാടി നിർത്തി. കുടുംബവും പണിയും ജോലിയും എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പൊ ഇതിനങ്ങനെ ഒരു മറുവശം കൂടി ഉണ്ട്. പിന്നെ ഷാജിയെ പിന്നെ നിങ്ങൾ നേരത്തെ പരിചയപ്പെടുന്നത് എങ്ങനെയാ? ഷാജി ആണെന്നും പറഞ്ഞ് പരിചയപ്പെടാൻ പോയോ? ഇല്ല. അത് കഴിഞ്ഞപ്പോ പിന്നെ ഷാജി അതിന്റെ ഇടയ്ക്ക് പിന്നീട് ഈ 17 കഴിഞ്ഞുള്ള നിങ്ങൾ സുരേഷുമായിട്ട് തെറ്റുന്നുണ്ടോ? പിന്നീട് അത് ആ കൊലക്കേസിൽ ആ കൊലക്കേസിൽ നിങ്ങൾ പ്രതിയായി. അതിൽ സുരേഷേട്ടനും ഇല്ല, നിങ്ങളും ഇല്ല. ഞാൻ അതിൽ പെട്ടിട്ടുണ്ട്. കാരണം വണ്ടി കൊടുക്കാനും പിടിക്കാനൊക്കെ നമ്മളുണ്ട് അതിൽ. അങ്ങനെ കൊല നടത്തിയത് നിങ്ങളല്ല? അല്ലല്ല. പക്ഷെ നിങ്ങളുടെ സംഘത്തിൽപ്പെട്ടവരാ സുരേഷ് അന്ന് ഞാനും ഉണ്ട് സുരേഷിന്റെ സംഘത്തിൽ. അപ്പോ പക്ഷെ സുരേഷേട്ടനെ അറിയാൻ പാടില്ലായിരുന്നു ഈ സംഭവം. പക്ഷെ പുള്ളിനെ പ്രതിയാക്കി. കാരണം പുള്ളിയുടെ കൂടെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും നിൽക്കുന്ന ആൾക്കാരാണ് ഇതിലെ മെയിൻ പ്രതികൾ. അങ്ങനെ പുള്ളി നമ്മളോട് ദേഷ്യപ്പെട്ടു.
നിനക്കെങ്കിലും എന്നോട് പറയാമായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരുമെന്ന്. നമ്മളും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. കാരണം ഇവരെല്ലാം നമ്മളോടും എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷും ഷാജിയും കൂടി കൈ കൊടുത്തു. അതുകൊണ്ടാണ് കൂടെയുള്ള പിള്ളേർക്ക് ഇടി കിട്ടുമ്പോൾ ഇയാൾ മൈൻഡ് ചെയ്യാത്ത. പഴയ സുരേഷ് ആണെങ്കിൽ പ്രതികരിച്ചാൽ. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ ചെയ്യണം. ഇത് ഷാജിയുടെ ആളായിരുന്നോ കൊല്ലപ്പെട്ടത്? ഷാജിനെയാണ് ചെയ്യാൻ പോയത്. ഷാജിയുടെ കൂടെയുള്ള ആളാണ് പോയത്. അങ്ങനെ. അപ്പം നിങ്ങൾ ജയിലിലായോ എൻ്റെ പേര്? അതിലും ഞാൻ ഇതേപോലെ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ജയിലിലാണ്. പിടിച്ചില്ല. മുങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ അല്ല, നിങ്ങൾ മുങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കൊച്ചി തന്നെ ഉണ്ടായിരുന്നു? അല്ല, ഞാൻ നേരെ അങ്കമാലിക്ക് പോയി. എത്ര കാലം? അവിടെ ഒരു 2-3 കൊല്ലം നിന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു പരിപാടിയില്ല? അവിടെ സെറ്റ് ചെയ്തു. അവിടുത്തെ ഗുണ്ടകളുണ്ടല്ലോ, അവിടുത്തെ സിറ്റിയില്ല. അത് ഈ സുരേഷിന്റെ ടീമിൽ പെട്ടവരാണോ? അതായത് അന്ന് അവിടെ ഈ അങ്കമാലി എല്ലാ സിറ്റിയിലും ഉണ്ടോ ഗുണ്ടകൾ? ഉണ്ട്. അതാണ് അവിടെയും 2 ടീമാണ്. ഈ അങ്കമാലിയിലും ഉണ്ട്. അങ്കമാലി 2 ടീമാണ്. ഒന്ന് മുണ്ടാടൻ ജേസൺ, ഒന്ന് അങ്കമാലി പ്രദീപ് എന്ന് പറഞ്ഞ. ഇതിലാണ് ഗാർഡ് ബെന്നി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു അങ്കമാലി ഡേയ്സ് എന്ന് പറഞ്ഞ കഥ വന്നില്ലേ, ആ കാലഘട്ടമാണ് ഞാനീ പറയുന്നത്. അതിൽ ബസ്സിൽ മറ്റേ 4 സ്റ്റാർ വന്നിട്ട് അടിക്കണല്ലേ, നീയാണല്ലോ ഗാർഡ് ബെന്നി എന്ന് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൽ ഈ ചെമ്പൻ വിനോദ് എന്ന് പറഞ്ഞ ആള് ആ ബെന്നി എന്ന് പറഞ്ഞ ചേട്ടന താറടിച്ച് കാണിക്കുക. സത്യസന്ധമായിട്ടല്ല പറയണത്. കാരണം ഇതിൽ ആ ബോംബെറിഞ്ഞ് കൊല്ലുന്ന ആളെന്ന് പറഞ്ഞാൽ മുണ്ടാടൻ ജേസനാണ്. ഇതിൽ ലാസ്റ്റ് എന്തായി, ചെമ്പൻ വിനോദിന്റെ കഥയായി. ഈ ചെമ്പൻ വിനോദിനെ അവിടെ മറ്റവന്മാരെ ഇടിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അന്ന് അവൻ ഈ മുണ്ടാടൻ ജേസന്റെ ഗ്യാങ്ങിലുള്ള ഗ്യാങ്ങിലായിരുന്നു. എന്നിട്ട് അവൻ ഒരു പെണ്ണെ കെട്ടി ഓസ്ട്രേലിയക്ക് പോയി. അങ്ങനെയല്ലേ ഇത് ബാംഗ്ലൂര് നമ്മുടെ ആലപ്പുഴയിൽ ഒരാളുടെ അഡ്മിഷൻ ചെയ്യണം. ഇയാളുടെ കൂടെ ബാംഗ്ലൂർ പോയി. ഇവിടുന്ന് അങ്കമാലിലെ ഗുണ്ടാ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ചെമ്പൻ. അതെ. പക്ഷെ അവിടുത്തെ കീടം വെക്കാത്ത രാജാവായിരുന്നു ഈ ഗാർഡ് ബെന്നി എന്ന് പറഞ്ഞ. എടലക്കാടാണ് പുള്ളിയുടെ വീട്. അവിടുത്തെ മാതാ സൂപ്പർ ബസ് സർവീസാണ് പുള്ളിക്ക്. കുറെ ബസ്സുകളുണ്ട്. അങ്കമാലി റൂട്ടിൽ ഓടുന്ന മിക്ക ബസ്സുകളും പുള്ളി. അതെ. പുള്ളിക്ക് സ്പിരിറ്റിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ. അപ്പോൾ അയാളുടെ കീഴിലാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ. അയാൾ കൊല്ലപ്പെട്ടു. അയാൾ കൊല്ലുന്നത് അയാൾ ആത്മഹത്യ ചെയ്താണ്. കുറച്ച് കൊല്ലങ്ങളായുള്ളൂ. പക്ഷെ അയാളെ പറഞ്ഞ് താറടിച്ചല്ല അതിൽ കാണിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കഥ. ഇവര് വ്യക്തി ഇപ്പൊ നമുക്ക് പൈസ ഉണ്ട്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഇല്ലാത്ത കഥ പറയാം. മനസ്സിലായി. നിങ്ങളിപ്പോ ഒളിവിലാണല്ലോ. ഒളിവിൽ നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾ പിടിക്കപ്പെടാൻ സാധ്യത കൂടുതലല്ലേ? തീർച്ചയായിട്ടും. എന്നിട്ട് പിന്നെ നിങ്ങൾ വീണ്ടും ആ പണിക്ക് ഇറങ്ങി അവിടെ ചെന്നിട്ട്? അല്ല, നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. അല്ല, അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടെന്ന് പോലീസ് അറിഞ്ഞില്ല? ഇല്ല. ഈ അന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിലെ പോലീസ് സ്റ്റേഷൻ ആ ലിമിറ്റിലൊരു കേസ് ഉണ്ടായാൽ അടുത്ത ലിമിറ്റ് ചിലപ്പോൾ ഒരു 3 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും. അപ്പോൾ അടുത്ത ലിമിറ്റിലേക്ക് പോയി ഇവർക്കൊന്നും പിടിക്കണ്ട, ഇവിടെ വന്നാലേ പിടിക്കുള്ളൂ. അവർക്ക് അതിന്റെ ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഇവര് ചാടി നടന്ന് പിടിക്കൊന്നുമില്ല. ഇല്ല. പിന്നെ സിറ്റിയിലെ വിഷയങ്ങളും റൂറൽ പൊളിറ്റിക്കൽ ഇടപെടില്ലല്ലോ അല്ലേ? ഇല്ല. പൊളിറ്റിക്കൽ ഇടപെടലുണ്ടെ മാത്രമേ അതെ. അല്ലെങ്കിൽ പ്രാദേശിക വിഷയങ്ങൾ എന്നെയൊക്കെ പിടിക്കാൻ ലോകം മുഴുവൻ നടക്കറിയോ? ഇന്ന് ഓക്കെ ഏട്ടാ, അന്നത്തെ കാലഘട്ടം പറയണ. എന്നെ പിടിക്കാൻ 3000 പോലീസ് നടന്നറിയോ? 3000 പോലീസ്, ഒരു IG, 2 SP-മാര്, നിരവധി പോലീസ് ഓഫീസർമാരാണ് എന്നെ പിടിക്കാൻ വേണ്ടി ടീം ഉണ്ടാക്കിയത്. 6 സംസ്ഥാനങ്ങൾ തപ്പി. തമിഴ്നാട്, കർണാടക, രാജസ്ഥാൻ വരെ പോയി. മഹാരാഷ്ട്ര പല സ്ഥലത്ത് പോയി. ഇന്ന് സർക്കാരിന് പൈസ എഴുതി എടുക്കാം. അന്നെന്ന് പറഞ്ഞാൽ ഇവരുടെ ശമ്പളത്തിൽ നിന്ന് പൈസ എടുക്കണം. എന്നിട്ട് പിന്നീട് എഴുതി കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി. അപ്പോൾ വീട്ടില് കൊച്ചുങ്ങൾക്ക് ബിസ്ക്കറ്റും പാലും വാങ്ങിച്ചോടുന്ന പൈസ എടുത്ത് മറ്റേ മൈൻഡ് ചെയ്യൂല. കാരണം അവർക്ക് അവരുടെ സ്വന്തം കാര്യം നോക്കിയാൽ പോലെ ഇവിടെ വരുമ്പോ പിടിക്കാം എന്നേ ഉള്ളൂ. അവിടെ ചെന്നപ്പോഴാണ് നമ്മള് ശരിക്കുള്ള കാര്യങ്ങൾ കാണുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അന്ന് പന്നിപ്പടക്കമാണ് ഉപയോഗിക്കണേ. അവിടെ പിന്നല്ലാണ്ട് അതായത് അവിടെ ഏറ്റവും കൂടുതൽ കൊലപാതകം നടന്ന സ്ഥലം അല്ല. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ക്രൈം നടക്കണ അവിടെ. കാരണം തൃശ്ശൂര് ബേസ് ചെയ്ത സംഭവമാണ്. തൃശ്ശൂരാണ്. ഇവിടെ എറണാകുളം സിറ്റി മെയിൻ ഗുണ്ടകളാണെങ്കിൽ അതിന്റെ പ്രാന്തപ്രദേശമാണ് മരട്, പനങ്ങാട്, തൃപ്പൂണിത്തുറയൊക്കെ വന്നത്. തൃശ്ശൂര് കേന്ദ്രീകരിച്ച സംഭവങ്ങളാണ് അങ്കമാലി, ചാലക്കുടിയൊക്കെ വന്നത്. അപ്പൊ ആ തൃശ്ശൂര് ബേസ് ചെയ്ത് പോകും. അത് അന്ന് ചാപ്പിളി ബിജു, ദുർഗാപ്രസാദൊക്കെ നിൽക്കുന്ന സമയമാണ്. അവർ അങ്ങാടും ഇങ്ങോട്ടും അടിച്ചോണ്ടിരിക്കുന്ന സമയമാണ്. തൃശ്ശൂര് അവിടെയുണ്ട്. അപ്പൊ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. കോട്ടയത്തൊക്കെ ഉണ്ടോ? കോട്ടയത്തുണ്ട്. പാലയിലുണ്ട്. ആണോ? എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ പാല ഞാൻ ചോദിക്കട്ടെ, അവിടെ പോലീസിന് അറിയത്തില്ല, ആളുകളെ അറിയാം, പക്ഷെ ഗവനിക്കില്ല. കാരണം അവിടെ പ്രാദേശിക ഗുണ്ടകളല്ലേ. ഇപ്പൊ എന്നെ അങ്കമാലി പിടിച്ചപ്പോ എന്നോട് പറഞ്ഞത്, നീ എറണാകുളത്ത് കിടക്കണല്ലോ, ഇവിടെ വരേണ്ട ആവശ്യമില്ല, ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗുണ്ടകളുണ്ടാ, അവര് ചെയ്തോളും എന്ന് പോലീസ് ഇവിടെ വരണ്ട
എന്നാണ് പറയണത്. അപ്പോൾ അവർക്കറിയാം അവരെ കൊണ്ടുള്ള അവിടെ ചെയ്യാൻ. ആ രീതിയിലാണ് അവിടെ പന്നിപ്പടക്കം ഉപയോഗിക്കുന്നത് ആൾക്കാരെ. അപ്പം ഞാനോടത്തെ എറണാകുളം സിറ്റിയിലെ ഗുണ്ടായിസ് എന്ത് ഗുണ്ടായിസത്, ഇവിടുന്ന് ഈ അവർ ഇടിക്കാനും വാളായിട്ട് നടക്കണ ഒരു പന്നിപ്പടക്കം മതി, ഇവിടെ എറിഞ്ഞാൽ ഇവന്മാരെല്ലാം ഓടും. അപ്പോൾ ഞാൻ ഇത്രയും നാൾ കണ്ടാക്കിയ വെറുതെ ആയിരുന്ന എന്ന്. അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിൽ വരും. നാട്ടിൽ വരുമ്പോൾ ഇവിടെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിയാൻ മനസ്സിൽ, അയ്യേ ഇവന്മാർ ഇവിടുന്ന് ഈ ഇത് കാണിക്കണേ, ഇതിലൊക്കെ വലുതാണ് ഇവിടെ നിൽക്കണേ. തൃശ്ശൂർക്ക് പോയി, അതിനും വലുതാണ് അവിടെ നടക്കണേ. അപ്പോൾ നമ്മൾ ഓരോ സമയം അല്ലാതെ നിങ്ങൾ പിടിക്കപ്പെടുമായിരുന്നു ഈ 3 കൊല്ലം കഴിയുമ്പോൾ മറ്റേ കേസിൽ അങ്കമാലി? അതോ അങ്ങനെയല്ല, ഇത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഒരുപാട് വിഷയങ്ങൾ ആകണല്ലേ. അപ്പം നമുക്ക് എനിക്ക് ഇതിൻ്റെ വീടിനോട് ഭയങ്കര ഇതാണ്, അമ്മൂമ്മ. അപ്പോൾ അന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മൂമ്മയുടെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ എനിക്ക് അമ്മൂമ്മനെ കാണാൻ വന്ന ഓരോ പ്രാവശ്യം കാണാൻ വരുമ്പോൾ കണ്ടിട്ട് പോയി 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വിഷയമില്ല, പിന്നെ ഇവരുടെ കൂടെ തന്നെ ആയി. പക്ഷേ ഇവരെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പിന്നെ വീട്ടിലേക്ക് വന്നോ എന്നുള്ളൊരു ചിന്ത 2-3 ദിവസത്തേക്ക് ഭയങ്കര വിഷമവും. അപ്പം അങ്ങനെ ആയപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൽ ഒന്ന്, കാരണം ജാമ്യം എടുക്കാനുള്ള അവസ്ഥയൊന്നുമില്ല, കാരണം വീട്ടുകാരെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ വീട്ടുകാരാണെങ്കിൽ നിങ്ങളുടെ ഗുണ്ടാ സംഘംകാർ തരത്തില്ല, ജാമ്യക്കാർ വരത്തില്ല. ഇതാണ് ഇതിലൊരു ഏറ്റവും വലിയ വിഷയങ്ങൾ. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും, പക്ഷെ ഇതാരും നമ്മളെ സഹായിക്കുന്നില്ല. ലാസ്റ്റ് നമ്മുടെ വീട്ടുകാർ തന്നെ വേണം ആരെങ്കിലും കടവും ഇതൊക്കെ വാങ്ങിച്ച് നമുക്ക് വന്ന് ജാമ്യം എടുത്ത് കൊണ്ടുവരണമെങ്കിൽ. അപ്പം ഈ ഇത്രയും ദിവസം നമ്മൾ ജയിലിൽ കിടക്കണം. പുറകെ ആളുണ്ടെങ്കിൽ നമ്മൾ 30 ദിവസം കൊണ്ട് ഇറങ്ങേണ്ടത് നമ്മൾ 90 ദിവസം. എന്നിട്ടോ നിങ്ങൾ എന്ത് ചെയ്തു പിന്നെ? അങ്ങനെയാണ് എനിക്ക് ബായ് നസീറിനെ അറിയാലോ, ബായ് നസീറിന്റെ അടുത്തേക്ക് വന്നു. ബായ് നസീർ അന്ന് എവിടെയാ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? നെട്ടൂരാണ്. അപ്പൊ തമ്മൻ ഷാജിയുടെ കൂടാണോ? അല്ല, ഇപ്പം പണ്ട് തമ്മൻ ഷാജിയുടെ ആയിരുന്നു. അന്ന് വിഷയങ്ങളൊക്കെ ആയി വന്ന് പിന്നെ വെട്ടി സുരേഷ് കമ്പനിയായി. ഒരു പ്രാദേശിക നേതാവ്, അല്ലാണ്ട് ഗുണ്ടാ നേതാവ് എന്നുള്ളതില്ല. നെട്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്ന ആള്. അപ്പൊ ബായ് നസീറും സുരേഷുമായിട്ടും പിന്നെ വേറെ സെപ്പറേറ്റ് ആയി, അയാൾ അവിടെ മാത്രമായിട്ടായി. രണ്ടുപേരായിട്ടും കമ്പനി ഉണ്ട്, ഷാജിയായിട്ടും കമ്പനി ഉണ്ട്, സുരേഷായിട്ടും കമ്പനി ഉണ്ട്. അയാളുടെ ഏരിയ നെട്ടൂരാണ്. നെട്ടൂര്. എന്നിട്ടോ ഈ മുസ്ലിം ആയതുകൊണ്ട് ഞങ്ങളവിടെ കുറെ, ഞങ്ങളുടെ എറണാകുളത്ത് മുസ്ലിം ബെൽറ്റ് കുറച്ച് കൂടുതലാണ്. ഗുണ്ടകളാണെങ്കിലും അവർക്കൊരു ടീമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നസീർ അവരുടെ ഇടയിലൊരു ഹീറോ ആണ്. പിന്നെ കുറച്ച് പാർട്ടി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. നെട്ടൂരിനെ CPM-ന്റെ. അപ്പോൾ അങ്ങനെ അവിടെ ലോക്കൽ കുറച്ച് പിള്ളേരും ഉണ്ട്. അവിടെ INTUC ബായ് നസീർ CPM. തമ്മൻ ഷാജിക്ക് അന്ന് ആരായിരുന്നു സപ്പോർട്ട് ഉണ്ടായിരുന്നത്? കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് ആയിരുന്നു. വെട്ടു സുരേഷിനോ? CPM ആയിരുന്നു. നസീറിന് CPM ആണ്. ഈ പാർട്ടി തന്നെ ഏൽപ്പിക്കോ, ദൗത്യം ഏൽപ്പിക്കോ? അങ്ങനെയല്ല. അതായത് ഇതില് അന്നത്തെ കാലം കണ്ടിട്ടില്ലേ, ചില ലോക്കൽ നേതാക്കന്മാർക്ക് ഒരു അധികാരം ഉണ്ടാവും ഒരു ഏരിയയിൽ. അപ്പൊ അവരുടെ കൂടെ കുറച്ച് ആൾക്കാർ അവരെ നടക്കാൻ ഇവരുണ്ടാവും. ഉണ്ടാവും. കാരണം ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞെങ്കിൽ ചമ്പക്കലിൽ 18 സതീശൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, പാർട്ടി ഉണ്ടാകും. അപ്പൊ ഇയാളുടെ ശിഷ്യനായിരുന്നു ബായ് നസീർ. അപ്പോൾ ഇയാളുടെ കൂടെ നടന്ന് എല്ലാ പാർട്ടി ഓഫീസിലും പോയി പാർട്ടിക്കാരെ കണ്ട് സംസാരിച്ച് സതീശൻ ജയിലിലേക്ക് പോയപ്പോൾ സതീശൻ എന്ത് ചെയ്ത്, ആത്മാർത്ഥമുള്ള ഒരുത്തനല്ലേ, കൂടെയുള്ള അനിയനെ പോലെ ഉണ്ടല്ലേ, അവനെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. അവൻ സ്വന്തമായി. സതീശൻ ജയിലിൽ തന്നെ ആയിപ്പോയി, ഇവന്റെ കാര്യം നോക്കി ഈ ബന്ധമായിട്ട് പോയി. ഇതാണ് നടന്നത്. എന്നിട്ട് ബായ് നസീർ പോയി കണ്ടോ നിങ്ങള്? ഞാൻ പോയി കാണണേണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. കാരണം എനിക്ക് സുരേഷ് ചേട്ടൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല, പുള്ളി ഒളിവിലല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ അടുപ്പിക്കില്ല. അപ്പൊ പുള്ളി വേറെ എന്നാ ചെയ്തോണ്ട് ആ സമയത്ത് അറിയത്തില്ല. എങ്ങനെ ഈ 3 കൊല്ലം പുള്ളി അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല? ഏതാണ് 3 കൊല്ലമായില്ലായിരുന്നു? അതെ. ഈ 3 കൊല്ലം ഇപ്പം പുള്ളിയും പണി നിർത്തിയോ? സുരേഷും അല്ല, പുള്ളി ആ സമയത്ത് എനിക്ക് തോന്നുന്നു പുള്ളി ഒളിവിലായിരുന്നു. പുള്ളി ഇവിടുന്ന് പോയെന്ന് തോന്നുന്നു. ശരി, തമിഴ്നാട്ടിലേക്ക് എവിടെയൊക്കെ പോയി. എന്നിട്ടോ ബായ് നസീറിനെ കണ്ടു. ഞാൻ സഹായം ചോദിക്കണേ, ഇന്ന പോലെ എനിക്കിങ്ങനെ ഇടി കൊള്ളരുത്, അല്ലെങ്കിൽ എനിക്ക് ജയിലിൽ കയറണം, എന്താ അവസ്ഥയെന്ന് അറിയില്ല. ഇന്നാണ് നമുക്കറിയാം കോടതി പോയി ഹാജരാകാൻ മതി. അന്ന് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ എന്നോട് അങ്കമാലിലെ ഈ ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്തു തരാം. പക്ഷെ അവരോട് നമ്മൾ അവിടെ പോയി അവരുടെ ചെലവിൽ നമ്മൾ നിൽക്കുന്നു. പിന്നെ ഇതും കൂടി ചോദിക്കുമ്പോൾ എറണാകുളത്ത് നിന്ന് നമുക്ക് എന്താ വിലയുള്ളത്? അതുകൊണ്ട് നമുക്ക് അത് ചോദിക്കാൻ ഇല്ല. അങ്ങനെ ഇവർ പറയുകയാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരാം എന്നും പറഞ്ഞിട്ടാണ് സ്റ്റേഷൻ സെറ്റ് ചെയ്ത് തരുന്നത്. പക്ഷെ അതിലും ഞാൻ ചതിക്കപ്പെട്ടു വന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ എന്നെ പോലത്തെ ഒരാൾ, ഒരു ക്രൈം നടന്ന ഒരാളെ ഞാൻ പോലീസിനെ ഏൽപ്പിക്കുമ്പോൾ പോലീസുകാരുടെ മുമ്പിൽ എനിക്കൊരു ബന്ധം കിട്ടും. കാരണം ഇന്ന കേസിൽ ഞാൻ കൊടുത്തു. അങ്ങനെ എന്നോട് പറഞ്ഞ് ഇന്ന ആള് നിന്നെ ദേഹം ഏൽപ്പിക്കൂല, നീ പോയി സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞു. എന്നെ 2 ദിവസം ഉപദ്രവിച്ചു. അപ്പോൾ നമുക്ക് എന്ത് പറയാനാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് പോയതല്ലേ. പോലീസ് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. എങ്ങനെ
സ്റ്റേഷനിലിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. അടിക്കുവോ? അടിക്കും, ഭയങ്കരമായിട്ട് അടിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തേങ്ങ കൊണ്ടൊക്കെ അടിക്കണത്, ഇരുത്തിട്ട് കാലിൽ ചോറിലടിക്കല്, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അന്ന് ക്യാമറ ഒന്നുമില്ല, ഒന്നുമില്ല. ഇപ്പൊ നടക്കൂല. ഇപ്പോഴെന്താ നടക്കായി? ഇപ്പോഴും ഇടിയൊക്കെ ഇടി നടക്കണം. അതിലൊന്നും ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയ കുറച്ചതായതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും കുറച്ച് പേടിയുണ്ട് എന്നേ ഉള്ളൂ. അത് നിങ്ങളെ ഉപദ്രവിച്ചു. പക്ഷെ നിങ്ങൾ എന്നിട്ട് ഞാൻ കോടതി ഹാജരാക്കി, ജയിലിലടച്ചു. എത്ര ദിവസം കിടന്നു? 90 ദിവസം കിടന്നു. 90 ദിവസം കിടന്നു. കാരണം എന്താണെങ്കിൽ നോർമൽ ജാമ്യം കിട്ടണ്ടേ, അല്ലാതെ കിട്ടത്തില്ല. അതിനിടയ്ക്ക് ജാമ്യത്തിന് ശ്രമിച്ചില്ല. ശ്രമിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണ്ടേ? പൈസ ഇല്ല. അവിടെ 90 ദിവസം കിടന്നു. ഇവരാരും നമ്മളെ ഈ ഏറ്റ ആരും നമ്മളെ സഹായിച്ചില്ല. 90 ദിവസം കിടന്നു. എന്നിട്ട് ആ കേസ് എന്തായി? ആ കേസൊക്കെ വെറുതെ വിട്ടു. പിന്നീട് എന്നെ വെറുതെ വിട്ടു. സുരേഷ് ജയിലിൽ വന്നു. സുരേഷ് ജയിലിലായിരുന്നു. അത് വേറെ ജയിലിലായിരുന്നു. സുരേഷ് പിടി കൊടുത്തു. പിടിച്ചതാണോ? അവരെ പിടിച്ചു. ശരി. എന്നിട്ട് നിങ്ങൾ ജയിലിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ ഭായ് നസറിനെ പോയി കണ്ടില്ലേ? കണ്ട്. അന്നേരം ചതിച്ചേനെ ചോദിച്ചില്ല? അന്ന് അത്രയും നമുക്ക് പവർ ഇല്ലല്ലോ. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കണം. ഈ ഇടി കൊണ്ടു കഴിഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ തന്നെ മറന്നു പോകും. അപ്പൊ നിങ്ങൾ ജയിലിൽ നിന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോയി? അതായത് ഇനി ഇങ്ങനത്തെ പരിപാടിക്കൊന്നും വേണ്ട എന്നുള്ള ഇതില്. പക്ഷെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഈ ആൾക്കാർ നമ്മളെ വീണ്ടും വിളിക്കണല്ലേ ഓരോരോ കാര്യങ്ങൾ. അല്ല, സുരേഷ് ഒക്കെ വിളിച്ചോ? പിന്നെ സുരേഷ് ഏട്ടനില്ല, പിന്നെ വിട്ടു. സുരേഷ് ഏട്ടൻ നമ്മള് വല്ലപ്പോഴും കാണുക ഇതൊക്കെ ഉള്ളൂ. പിന്നെ ആരുടെ കൂടെ പിന്നെ കൂടിയേ? നമ്മള് എനിക്ക് അങ്കമാലി ബന്ധം കിട്ടിയോണ്ട് ഞാൻ തനിയായി. അപ്പൊ പിന്നെ എന്നെ എല്ലാവർക്കും എന്നെ ആവശ്യമാണ്. ഇപ്പൊ എല്ലാരും എന്നെ ചോദ്യം ചെയ്ത് പൈസ തരത്തൊന്നുമില്ല, നിങ്ങളെ വിളിക്കുവോ? നിങ്ങൾ എന്തിനാ പിന്നെ പോകുന്നതിന്? അതായത് നമ്മൾ ഒരുമിച്ച് നടന്ന ആൾക്കാരല്ലേ പല ആൾക്കാരും. അപ്പോൾ ഇപ്പൊ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞാണ്, എൻ്റെ വീട്ടില് മറ്റവന്മാര് കയറി എൻ്റെ പെങ്ങളുടെ ഉടുപ്പൊക്കെ വലിച്ചു കയറി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഈ പറഞ്ഞ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഒരാള്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് നമ്മുടെ പെങ്ങളെ പോലെയല്ല നമ്മൾ തന്നെ. അപ്പോൾ അത് നീ ചോദ്യം ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് എൻ്റെ വീട്ടിൽ കയറാൻ പറ്റില്ല, എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ ആരുമില്ലേ, ഞാൻ വരാം, നമുക്കത് ചോദ്യം ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഓരോ വിഷയങ്ങളിൽ പെട്ടുപെട്ട് പോണത്. എന്നിട്ട് പോയി അറ്റാക്ക് ചെയ്തു. കാരണം നമ്മളിങ്ങനെ എടുത്തിയാള് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ അതിലേക്ക് ഇറക്കാന്ന് ഇവർക്ക് അറിയാം. ആ രീതിയിൽ നമ്മൾ പെരുമാറും. ചിലപ്പോൾ കരയും, വിഷമമൊക്കെ പറഞ്ഞ് എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് പറയുമ്പോൾ. ഇപ്പോൾ ആ സമയത്ത് ഞാൻ അങ്കമാലിലാണ് നിൽക്കണേ, ഒളിവിലാണ്. അന്നാണ് തമ്മൻ ഷാജി RJD പാർട്ടി രൂപീകരിക്കുന്നത്. ആ സമയത്ത് എറണാകുളം സിറ്റി കംപ്ലീറ്റ് ഒരു കൊടികുത്തി. ഭയങ്കര അത്രയും പിള്ളേർ സെറ്റ് കൂടി ഉണ്ടായിരുന്നു. ബായ്നസിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കൊടികുത്തി. ആ കൊടി എടുത്ത് കളയാൻ പേടി. ബായ്നസിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കൊടി കുത്തിയിട്ട് അത് എടുത്ത് കളയാൻ പേടി. എന്നിട്ട് അപ്പോഴും എന്നോടെന്ന് പറഞ്ഞ ലോക്കല് പിള്ളേര്, അതായത് ഈ പറഞ്ഞ 20-21 വയസ്സുള്ള പിള്ളേരാണ്. അവിടെ ഒരു 10-15 പിള്ളേരുണ്ട്. ആ പിള്ളേരാണ് ഷാജിക്ക് ഇത് ചെയ്യണം. പക്ഷെ എന്താ, ഷാജിയുടെ പിള്ളേർ എല്ലാ ദിവസവും അവിടെ വരും. ഷാജിയുടെ അനിയനും കൂടുതലുള്ളവർ ഇവരെ വരുമ്പോൾ ഇവരും അങ്ങോട്ട് ഓറായി. എന്നാൽ അതിനെക്കാട്ടും കൂടുതൽ പിള്ളേർ നസീറിനുണ്ട് നെട്ടൂര്. അല്ല, അപ്പോഴത്തേക്കും ഷാജിയുടെ കൺട്രോളിലായി മൊത്തം. പാർട്ടിയിലേക്ക് കയറി. സുരേഷ് നിർത്തി. സുരേഷും ഷാജി RJD പാർട്ടി തുടങ്ങി. അങ്ങനെ RJD തുടങ്ങാൻ കാര്യം അതെനിക്കറിയാൻ പാടില്ല. ഇപ്പൊ കേരളത്തിലെ ഏതെങ്കിലും പാർട്ടിയിൽ അവിടെ നിന്നുള്ള പിടിച്ചിട്ട് വന്നേക്കണേ. ഇപ്പൊ അനസ് വന്നില്ലേ, അതേപോലെ അന്നത്തെ കാലഘട്ടത്തിൽ വന്നു. അപ്പോ ഇതെനിക്ക് 2003 ആ സമയത്താണ്. അപ്പൊ അങ്ങനെ വന്നു. ഇവരെല്ലാം പേടിയായി. എന്നെ വിളിച്ചു പറഞ്ഞാണ് ആ കൊടി വന്ന് ഊരണോന്ന്. അപ്പൊ ഞാൻ ആലോചിക്കണേണ്, എന്താ ഇയാൾക്ക് വീട്ടിലെ ഫ്രണ്ടിലുള്ള കൊടി ഊരിക്കണേ. അപ്പൊ അത് പോലീസ് ഇടപെടും, ഗ്യാങ് വാറാവും, വിഷയവും. ഇയാൾക്ക് മുട്ടം പേടിയാണ്. ഇയാൾ വെള്ളം ഒടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് മുമ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇടിക്കും. പിറ്റേ ദിവസം നമ്മളോട് ചോദിക്കും, നിനക്കൊക്കെ എൻ്റെ സ്വഭാവം അറിയാവുന്നല്ലേ, ഇടിച്ചപ്പോൾ പിടിച്ചു മാറ്റേണ്ടിയിരുന്നില്ലേ, ഇത് പോലീസ് ഒന്ന് എന്ത് ചെയ്യും എന്ന് ചോദിക്കും. തത്തമ്മ ചീട്ടാണ്. എന്നെ എത്ര കേസിലാണ് വിശ്വസിച്ച് ചെയ്തിട്ട് എന്നെ എത്ര കേസിലെ കൊണ്ട് പെടുത്തേക്കണെന്ന് അറിയാമോ? ബായ്നസിന്റെ ആളാന്ന് പറഞ്ഞാൽ നമുക്കൊരാൾ വേണ്ടേ? നമ്മൾ പുറത്തല്ലേ നിൽക്കണേ. അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ എന്ന് പറയാനായിട്ട് ആരെങ്കിലും വേണം. സുരേഷ് ഇല്ല, ഷാജിക്കിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഷാജി അപ്പോഴേക്കും നിങ്ങൾ അറിഞ്ഞോ? ഷാജിക്ക് നിങ്ങൾ അറിയാം, നിങ്ങൾ ഇങ്ങനെ ഷാജിക്ക് അറിയാം ആ സമയത്ത്? അതറിയാം. കാരണം ഞാനും പുള്ളിയും സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, അതായത് അയാൾ എന്തോ ആയിക്കോട്ടെ, ഏത് സ്വഭാവക്കാരനായിക്കോട്ടെ, നമുക്ക് സംസാരിക്കുമ്പോൾ ഒരാളോട് നമുക്കൊരു സ്നേഹം തോന്നൂല്ലേ? അതായത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ അയാളുടെ അനുഭവം വെച്ച് നമ്മൾ ഉപദേശിക്കുന്നത്. എന്തിനാണ് ഇപ്പൊ നിനക്ക് എന്നെ കൊന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഷാജി ചോദിച്ചു. ഇപ്പൊ എടാ, നീ സുരേഷ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ,
എന്നെ കൊല്ലാൻ പറ്റൂല എന്നുള്ളത് ഞാൻ ചിന്തിക്കണം, അതെൻ്റെ പവറാണ്. പക്ഷെ എന്നെ കൊന്നിട്ട് നീക്ക് എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ തമിഴ് ഷാജിനെ കൊന്നിട്ട് തമിഴ് ഷാജിനെക്കാട് വലിയ ആളാവും എന്നാണ് എല്ലാവരും ചിന്ത. അവിടെ അല്ലടാ അണത്തുള്ളത്. എൻ്റെ പോലെ ആകണം എന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ എഴുതി വാ, അന്നിട്ട് എൻ്റെ മുമ്പിൽ നിൽക്ക്. അല്ലാണ്ട് എളുപ്പത്തിൽ വന്നിട്ട് നേതാവിനെ കൊന്നിട്ട് ആ നേതൃസ്ഥാനം എടുക്കാനാണോ നീക്ക് ഉദ്ദേശിക്കണേ? അങ്ങനെയൊന്നും അല്ല. ദൈവത്തിലേക്ക് വിശ്വസിക്കുക. പുള്ളി ആ ഒരു മൈൻഡിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അയാളുടെ ബഹുമാനം വന്നു, സത്യമായിട്ടും വന്നു. ആ ബഹുമാനം ഇന്നും ഞാൻ കാത്തു സൂക്ഷിക്കണം. അല്ല നിങ്ങൾ എന്നിട്ട് പിന്നെ ബായ് നസീറിനോട് നിന്നെന്തുകൊണ്ടാണ് തമ്മനം ഷാജിനോട് കൂടാതിരിക്കാനാ? അല്ല, ആ സമയത്ത് പുള്ളി ഇത് പരിപാടിയൊക്കെ നിർത്തി. ഓ, ആ തമ്മൻ ഷാജി നിർത്തി? ആ പരിപാടി രാഷ്ട്രീയ പാർട്ടി പുള്ളി എല്ലാം നിർത്തി, എല്ലാം നിർത്തി. ഈ മറ്റേ ഈ ഹോട്ടലുകളുടെ കൺട്രോളൊക്കെ എല്ലാം നിർത്തി പുള്ളി. മറ്റേ പുള്ളിക്ക് സ്വത്തുണ്ടായി അപ്പോഴത്തേക്ക് അത്യാവശ്യം. അതായത് പുള്ളിക്ക് സംഘടനകളായിട്ടും പള്ളിയായിട്ടൊക്കെ നല്ല ബന്ധമായതുകൊണ്ട്. ക്രിസ്ത്യനാണോ? അല്ല, മുസ്ലിം. തമ്മൻ ഷാജി. അതുകൊണ്ട് പുള്ളിക്ക് ആ രീതിയിലുള്ള സാമ്പത്തികവും സഹായവും എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളി ആ കറക്റ്റ് സമയത്ത് പുള്ളി പതിയെ അങ്ങോട്ട് മാറി. പക്ഷെ മറ്റുള്ളവർക്ക് ഇത് തന്നെയാണ് ബിസിനസ് ആയതുകൊണ്ട് അവർ അത് തന്നെ നിന്നു. അപ്പോഴേ അവസാനിപ്പിച്ചു 2003. പക്ഷെ ഷാജിയെ കൊല്ലാനൊന്നും ആരും വന്നില്ല. പിന്നീട് പഴയ ശത്രുക്കളൊക്കെ തിരിച്ചില്ല. അപ്പൊ സുരേഷ് പോയി. പിന്നെ പുള്ളീനെ അവിടുത്തെ രാഷ്ട്രീയമായിട്ട് എന്തോ വിഷയം. അല്ല, അപ്പൊ പിന്നെ അവിടെ ബായ് നസീർ മാത്രമായോ? ബായ് നസീർ മാത്രം. നിങ്ങളും ഉണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ഈ സംഘത്തിന്റെ അറിയപ്പെടുന്ന ആളായി മാറിയോ? ഇല്ല, ഞാൻ ആ സമയത്ത് ഞാൻ നസീറിന്റെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ നമ്മൾ വന്നു പോണതുകൊണ്ട് നമ്മൾ വരുമ്പോൾ നസീറിന്റെ മെയിൻ ആള് എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ തമ്മിൽ വലിയ അത്ര ഇതൊന്നുമില്ല. ഇത് ഞാൻ അയാളെന്നെ വളർത്തിക്കൊണ്ടുന്ന ഒരാളല്ല. ഞാൻ സ്വാഭാവികമായിട്ട് വളർന്നു വന്നപ്പോൾ എനിക്കും ആവശ്യം, അവനും എന്നെ കൊണ്ട് ആവശ്യമായിരുന്നു. അങ്ങനെയാണ് വന്നത്. അപ്പൊ അതില് കുണ്ണിനൂർ തമ്പി എന്ന് പറഞ്ഞ ഒരുത്തരുണ്ടായിരുന്നു. കുണ്ണിനൂർ തമ്പിയാണ് വിഷയങ്ങൾ പിടിച്ചിട്ട് വന്നത്. നസീറിനെ ഏൽപ്പിക്കും, നസീർ അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇങ്ങനെയായിരുന്നു ഒരു സംഭവം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് 2006 മറ്റേ കരുണാകരൻ മറ്റേ എന്ത് പാർട്ടിയായിരുന്നു? DAC പാർട്ടി രൂപീകരിക്കണേ. അന്ന് എന്നോട് തമ്പിയും നസീറും പറഞ്ഞു നമുക്ക് തമ്പീനെ ഈ പാർട്ടിയിലേക്ക്, കാരണം അവർ സപ്പോർട്ട് ചോദിച്ചു വന്നു ഇവരുടെ അടുത്ത്, തമ്പീൻ്റെ അടുത്ത്. കാരണം അന്ന് കോൺഗ്രസിന്റെ ഭരണമാണ്. ഔദ്യോഗിക വർഷം കോൺഗ്രസ് ആണ്. പക്ഷെ പാർട്ടി ഓഫീസുകൾ കംപ്ലീറ്റ് കരുണാകരൻ പ്രശ്നം. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് പാർട്ടി ഓഫീസ് ഇല്ല. അപ്പോൾ അത് പിടിച്ചെടുക്കാനുള്ള സംഭവമായി. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളോട് സപ്പോർട്ട് ചോദിച്ചു തമ്പിക്ക്. അപ്പോൾ തമ്പി പറഞ്ഞത് എന്നെ പാർട്ടി ചേർക്കണം, അങ്ങനെയാണ് ഞങ്ങൾ സഹായിക്കാം. അപ്പോൾ നസീർ എന്നോട് പറഞ്ഞ് തമ്പിയുടെ കൂടെ നമുക്ക് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് തമ്പിയുടെ കൂടെ നിൽക്കാം. കുഞ്ഞുണ്ണി തമ്പി അപ്പം തന്നെ ഒറ്റയ്ക്ക് അവിടെ ഒരാളായിരുന്നു. ആ പേരുണ്ട്, ഈ നസീറിന്റെ മെയിൻ ആളാന്നുള്ള പേരുണ്ട്. നസീർ ഇവർ ഒന്നാണ്, ആ രീതിയിൽ പേരുണ്ട്. അങ്ങനെ തമ്പിനെ സഹായിക്കാൻ വേണ്ടി നിന്നു. തമ്പിനെ സഹായിക്കാൻ നിന്നപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ മുനിസിപ്പാലിറ്റി ചെയർമാൻ ആന്യാശാൻ പറമ്പിൽ, അന്ന് പുള്ളി സൈക്കിൾ ചവിട്ടി നടക്കണേ. അന്ന് പുള്ളി ഈ സൈക്കിളും ചവിട്ടി വരും നമ്മുടെ അടുത്ത്, അനീഷെ സഹായിക്കരുത്. അന്ന് കെ ബാബുവിന്റെ ആളാണ് പുള്ളി, ഈ ആന്യാശാൻ പറമ്പിൽ. അന്ന് പുള്ളി ആന്യാശാൻ പറമ്പിൽ പുള്ളി സൈക്കിളും ചവിട്ടി നമ്മുടെ അടുത്ത് വരും. ഈ പരിപാടിക്ക് നിൽക്കരുത്, നമ്മൾ എന്തു വേണേലും സഹായിക്കാം, എന്തു വേണം ചെയ്യാം, അവരോട് സഹകരിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതെനിക്ക് വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമില്ല, നമ്മൾ അവരെ സഹായിക്കാം എന്നാണ്, അവരായിട്ടാണ് സംസാരിക്കേണ്ടത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇത്രയും പിള്ളേരെ കൊടുക്കണേ, ഓരോ ജാഥക്കാണെങ്കിൽ ഇത്രയും പിള്ളേരെ കൊടുക്കുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അവരപ്പോൾ പോലീസിനെ വെച്ച് കളിക്കാൻ തുടങ്ങി. ബാബുവിന്റെ അന്ന് ഡൊമിനിക് പ്രസന്റേഷൻ ആണ്, മന്ത്രിയാണ് അയാൾ. അപ്പൊ അയാളെ നിർത്തിയിട്ടാണ് എറണാകുളം പിടിക്കാൻ നോക്കണേ. അപ്പൊ അങ്ങനെ നസീറിനെയും എന്നെയൊക്കെ അന്വേഷിച്ച് പോലീസുകാർ വരാൻ തുടങ്ങി. പഴയ വാറണ്ട് കേസൊക്കെ കുത്തിപ്പോക്കി പോലീസ്. അന്ന് നസീറിന്റെ കല്യാണം കഴിഞ്ഞ സമയം. ആ സമയത്ത് ഒരു ദിവസം നസീർ ഞാനും തമ്മിയും കൂടി ഇരിക്കുമ്പോൾ ഇരുന്ന് കരയാനാണ്, എനിക്ക് വീട്ടിൽ കിടക്കാൻ പറ്റുള്ള, കല്യാണം കഴിഞ്ഞ നസീർ എനിക്ക് ഈ പരിപാടി ഞാൻ നിർത്തണേന്ന്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് അവരോട് കൂടാം, അവിടെ ന്യൂട്രലിൽ നിൽക്കാം. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ തമ്പിക്കും അവർക്കും വാക്ക് കൊടുത്താണ്, അത് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞു. അല്ല എൻ്റെ അവസ്ഥ എങ്ങനെ? അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഈ അവസ്ഥയൊക്കെ മാറും, നമുക്കൊരു വ്യക്തിത്വമുണ്ട്, നമ്മൾ കൊടുക്കുന്ന വാക്കാണ്, അത് മാറി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോവാം. പക്ഷേ നമ്മുടെ ഫീൽഡ് ഇതല്ലേ, നമ്മൾ ഇവരൊക്കെ പേടിച്ചിട്ട് കാര്യമുണ്ടോ? നാളെ നമ്മുടെ അടുത്തേക്ക് ഒരാൾ വന്നെങ്കിൽ നമ്മുടെ വ്യക്തിത്വം വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്താണ് അന്താരാഷ്ട്ര പച്ചക്കറി മാർക്കറ്റ് കാണുന്ന നെട്ടൂര് സംഭവം തന്നെ. അപ്പോൾ അന്ന് ഞാൻ ഇവരോട് പറഞ്ഞത് ഇതിൽ ഇവിടെയുള്ള പിള്ളേർ, നമ്മുടെ കൂടെയുള്ള പിള്ളേരെല്ലാം മാർക്കറ്റിൽ പണി കൊടുക്കുക എന്ന് പറഞ്ഞു, പുള്ളി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് പറ്റൂല, എന്താന്ന് ചോദിക്കണേണ്. അത് മറ്റേ പുള്ളി കൊടുത്താലേ കാര്യമുള്ളൂ, എന്നാലും 2 വർഷം കഴിഞ്ഞാൽ നമുക്കത് വിൽക്കാൻ പറ്റുമെന്ന്, 1-2 ലക്ഷം വിൽക്കാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു നമ്മുടെ കൂടെയുള്ള പിള്ളേർക്ക് ഒരു ജോലി കിട്ടണേണ്,
ഇപ്പോൾ അവർക്ക് താൽക്കാലിക ജോലിയായിരിക്കും. പക്ഷേ ഈ മാർക്കറ്റ് വികസിച്ച് വലുതായി വരുമ്പോൾ ആ മാർക്കറ്റിന് ആധിപത്യം ആയിരിക്കും നമ്മുടെ കയ്യിൽ വരും. എന്താ, നമ്മുടെ പിള്ളേരാണ് മൊത്തം എല്ലാ സാധനത്തും ഇരിക്കണേ. അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവിരിക്കില്ല. ഇവർക്ക് എന്താ അപ്പോഴും ചിന്തിച്ചത്, എപ്പോഴാണെങ്കിൽ 2 വർഷം കഴിഞ്ഞ് ഈ സാധനം വിറ്റ് കഴിഞ്ഞാൽ ചുമട് തൊഴിലാണല്ലോ, വിറ്റ് കഴിഞ്ഞാൽ കൂടി നമുക്ക് 2 ലക്ഷം രൂപ വെച്ച് കിട്ടും. അപ്പോൾ ആ കൂടെയുള്ള പയ്യനെ വിൽക്കാനാ നോക്കണം, അവനൊരു ഉപജീവന മാർഗ്ഗമല്ല നോക്കണം. അതുകൊണ്ട് എന്താ, ആർക്കും ഒന്നുമില്ലാണ്ടായിപ്പോയി, ഒരാൾക്കും ജോലി കിട്ടില്ല, ഒന്നുമില്ല, ഇങ്ങനെ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇവൻ മറുകണ്ഠം ചാടി. നസീർ മറുകണ്ഠം ചാടി. ഔദ്യോഗിക വർഷത്തിലൂടെ പോയി. എന്നിട്ട് നമ്മൾ എതിർക്കാൻ തുടങ്ങി. എന്നിട്ട് നമ്മളെ വിളിച്ചു പറയും, ഒരു വിഷയമില്ലട്ടാ, നീ ന്യൂട്രലിൽ നിന്നോ, ഞാൻ സഹായിക്കാം പോലീസിന്റെ, എനിക്കിപ്പോ ഞാൻ വീട്ടിൽ കിടക്കണ്ട്. തമ്പി ഇത് ചേർന്ന് തമ്പീനെ ഒതുക്കിയവര് ഇത് 2 ഇതായി. അപ്പൊ ഞാൻ പറഞ്ഞത്, നസീറെ, ഞാൻ തമ്പിക്ക് വാക്ക് കൊടുത്താൽ കൂടെ നിൽക്കണം, ഇനിയിപ്പോൾ പോലീസ് പിടിച്ച് ഇടിച്ചാൽ എന്താണെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആദ്യമൊന്നും ഇവർക്ക് ഇത് വിഷയം ഉണ്ടായിരുന്നില്ല. പിന്നീടായപ്പോൾ തമ്പീനെ ഉപദ്രവിക്കണം എന്നായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പുറത്തുനിന്നുള്ള അവിടെ നിന്നുള്ള പിള്ളേരെ കൊണ്ടു കൊടുക്കും, ഈ ജാതക്കും കാര്യങ്ങൾക്കും ഒക്കെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ചെയ്യും. ഇതൊക്കെ ഇവർക്ക് ബ്ലോക്ക് ചെയ്യണം, നല്ല നസീന അവരോട് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവർ തമ്പിനെ ഇടിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ എന്നെ ഇടിക്കേണ്ടി വരും. ഞാനുള്ളപ്പോൾ തമ്പി എന്ന് പറഞ്ഞ ആളാ ഒന്നും നിങ്ങൾ ചെയ്യില്ല, ചെയ്താൽ ഞാൻ ഇല്ലാത്തപ്പോൾ ചെയ്താലും ഉള്ളപ്പോൾ ചെയ്താലും ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ അത് പ്രതികരിക്കും. അത് നീയൊക്കെ ചിലപ്പോൾ വാതിലിനെ മുട്ട് കേട്ടിട്ട് വാല് തുറക്കുമ്പോൾ ഞാനായിരിക്കും, ആ ഓർമ്മയിൽ ഇരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഉള്ളിടത്തോളം കാലം തമ്പിനെ ഒരാളും ഒന്നും ചെയ്തില്ല. ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്നിട്ട് എന്നെ ഇവന്മാരെല്ലാം ഒന്നും ആയില്ല. കാരണം ആ സമയത്ത് ഇവര് തിരിച്ചു പിടിച്ചു, മൊത്തം പിടിച്ച് മറ്റേ നേതാക്കന്മാരെല്ലാം അങ്ങോട്ട് മാറി. ആ സമയത്ത് തമ്പിയുടെ ഒരു ഉടായിപ്പല്ല, ഇവരും ഇപ്പൊ ഈ പൈസ ആത്മാർത്ഥ എന്നല്ലല്ലോ ഇത്. നമ്മള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വാക്ക് കൊടുത്തതിന്റെ നിൽക്കണേ, നമുക്കും അറിയാം ഇവര് ചെയ്യണ എന്താ ഇത്. പക്ഷെ നമ്മളൊരു വാക്ക് കൊടുത്തു, നമ്മളെ വീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ. മനസ്സിലായി. എന്നിട്ട് നിങ്ങൾ അവസാനം തമ്പി നിർത്തിയോ? തമ്പി നിർത്തി എന്ന് പറഞ്ഞെങ്കിൽ എന്നെ പിടിച്ചകത്തിട്ട് ഈ വിഷയത്തിൽ, അതായത് അപ്പോഴും ഞാൻ ഇവരോട് ചോദിച്ചോളൂ, നിങ്ങൾക്ക് എന്നെ ഇടിക്കാമായിരുന്നു, എന്നെ ഉപദ്രവിക്കായിരുന്നു, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ടായിരുന്നു. എന്ത് കള്ളക്കേസെടുത്തോ? അല്ല, എന്റെ വാറണ്ട് കേസിൽ ഞാൻ ആലുവയിലുള്ള സമയത്ത് വായിനസീറും അന്ന് തമ്മനം ഫൈസലും വായിനസീറൊക്കെ ഒന്നിച്ചു. എന്നിട്ട് ഇവര് തമ്മനം ഫൈസൽ അതിന്റെ ഇടയ്ക്ക് വന്നാണോ? സുരേഷിന്റെ കൂടെ ഉണ്ടായിരുന്ന കേസിലെ പ്രതിയായിരുന്നു തമ്മനം ഫൈസൽ. അതായത് തമ്മനം ഫൈസൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നോ? സുരേഷിന്റെ കൂടെ ഉള്ളപ്പോ തമ്മനം ഫൈസലുണ്ട്. അതായത് തമ്മനം ഫൈസൽ എന്ന് പറഞ്ഞാൽ തമ്മനത്താണ് അവന്റെ വീട്. ആ സമയത്ത് അന്ന് മാണിക്കുട്ടി ഈ അയ്യങ്കാളിപ്പുഴയുടെ മെയിൻ ആളായിട്ട് നിൽക്കുന്നു. പുള്ളിയുടെ സപ്പോർട്ടിലാണ് ഷാജി നിൽക്കുന്നത്. അപ്പൊ അന്ന് 2 ഷാജി അങ്ങനെയാണ്. അതെ. അപ്പോ അന്ന് ഇവര് നല്ല ഇതാണ്. കാരണം മാനുവൽ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ആണ് പുള്ളി. അന്ന് എന്റെ അറിവിൽ മുണ്ടെടുത്ത് കോടതി പോണ ഒരു അഡ്വക്കേറ്റ് ആണ്. മനസ്സിലായി. കാരണം പൈസ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. തെറ്റിയോ? ആര്? ഷാജി ഇല്ല, തെറ്റിയില്ല. കാരണം തെറ്റിന്ന് പറഞ്ഞെങ്കിൽ മാണിക്കുട്ടി അറ്റാക്ക് ചെയ്തു, കുതുകാല് വെട്ടി, വെട്ടിൽ സുരേഷ്. അപ്പൊ അതില് തിരിച്ച് ചെയ്തില്ല എന്നുള്ള ഒരു ഇതൊക്കെ വന്നു. അങ്ങനെ ഇതില് ഈ തമ്മൻ ഷാജി കിസാൻ കോളനി ഉണ്ട് തമ്മനത്ത്, തൊട്ടിപ്പുറത്ത് പാട്ട കോളനി, ഇവരെ കോളനി, ഈ കോളനികൾ തമ്മിൽ വിഷയമാണ്. അതിലാണ് ഈ ഫൈസൽ എന്ന് പറഞ്ഞൊരു കുറുക്കന്റെ സ്വഭാവം പുറകിൽ വരും. ഇപ്പൊ ഞാൻ ചേട്ടനോട് ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ ശത്രുക്കൾ ആരാന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് ചേട്ടനോട് നേരിട്ട് വരില്ല. ചേട്ടൻ്റെ ശത്രുക്കൾ ആരാന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ സ്ക്രൂ കയറ്റും, സാധനം അത് ചെയ്തു, ഇത് ചെയ്തു, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയും. എന്നിട്ട് ചേട്ടൻ വിജയിച്ച അവനിട്ടിട്ട് പോകും. മനസ്സിലായി. ആ ഒരു സ്വഭാവമാണ്. നിങ്ങൾ തമ്മിൽ എങ്ങനെ തെറ്റുന്നത്? ഫൈസലും നിങ്ങളും തമ്മിൽ തെറ്റുന്ന ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എന്നെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇവന്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ആലുവക്ക് വന്നു. അതായത് തമ്മനത്തുനിന്ന് ഇവൻ വീട് വിറ്റ് ആലുവക്ക് വരേണ്ട അവസ്ഥ വന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമഷാജി ഗ്യാങ് ഉള്ളതുകൊണ്ട് ഇവനെ അവിടെ നിൽക്കാൻ പറ്റണല്ല. എല്ലാ ദിവസവും ഇടിയാണ് ഇതേപോലെ. ഇവൻ വഴി കൂടെ നടത്തില്ല. ഇവന്റെ അപ്പന പിടിച്ച് ഉപദ്രവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവൻ പ്രതികരിച്ചപ്പോൾ ഈ കോളനിക്കാർ വിഷയമുള്ളതുകൊണ്ട് കോളനിക്കാരുടെ കൂടെ നിന്ന്, കോളനി ഒരു ബിജു സിജു എന്ന് പറഞ്ഞ പിള്ളേരുണ്ടായിരുന്നു, അവരായിരുന്നു ആ കോളനി മെയിൻ. അവരുടെ കൂടെ നിന്ന് ഇവനപ്പോൾ ഇവന്റെ വീട്ടിൽ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവനെ ആ പൈസക്ക് വേണ്ടി ഇവൻ ജാമ്യം എടുത്ത് കൊടുക്കും. അപ്പൊ ഈ പിള്ളേരൊക്കെ ഇവന്റെ കൂടെ നിന്ന്, അപ്പൊ ഷാജിക്ക് എതിരായല്ല. അങ്ങനെ ഒരു ദിവസം ഇവര് ഷാജിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി, ഇയാൾ ഓടി പള്ളിയിൽ കയറി. അപ്പോൾ അതും പറഞ്ഞാൽ പിന്നെ ഇത് ഫൈസൽ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അയാൾ സൂപ്പർമാനൊന്നുമല്ല, 5-6 പേര് ആളായിട്ട് വരുമ്പോൾ നിന്ന് പ്രതികരിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു ദിവസം ഇതേപോലെ തന്നെ തമ്മനത്ത് വെച്ചിട്ട് ഇവനെ പിടിച്ചു നിർത്തി. പിന്നെ 2-3 അടി മുഖത്തൊക്കെ കൊടുത്ത് ഫൈസലിനാണ്, ഷാജിയും ഷാജിയുടെ ആൾക്കാരും കൂടി. അപ്പോൾ ഇവൻ ചോദിക്കണേണ്, ഇത്രയും പേര് കൂടി എന്നെ ഒറ്റക്ക് വാടാ,
അല്ലാണ്ട് ഇത്രയും കൂടി കുടിക്കുന്ന ആണത്തമല്ല എന്ന് പറയുന്നത്. അത് കേട്ടാണ് ഈ മാനുവൽ അഡ്വക്കേറ്റ് വന്നത്. അപ്പോൾ ഈ അഡ്വക്കേറ്റ് വന്നു പറഞ്ഞാൽ ഒറ്റക്കൊറ്റ വന്ന് നീ വലത്തോടാന്ന് ചോദിക്കുന്നതാണ്. ആ ഒറ്റക്കൊറ്റ വന്ന് നമ്മൾ ഇടിക്കുന്നു. ലീഡറായിരുന്നു. അപ്പോൾ എന്നാ നമുക്ക് ഇപ്പം ഇടിക്കാന്ന് പറയുന്നത്. ഇത്രയും പേര് കൂടി ഇരുന്നിട്ട് ഒറ്റക്കൊറ്റക്ക് പിടിക്കാന്ന് പറഞ്ഞാൽ അത് എന്താണത്തോടാ എന്ന് പറഞ്ഞാൽ എന്നാ നീ പറഞ്ഞ സ്ഥലത്ത് ഞാൻ വരാം, നീ പറ്റുമെങ്കിൽ ഇടിക്കടാന്ന് പറഞ്ഞു. അങ്ങനെ നീ ധൈര്യം ഉണ്ടെങ്കിൽ വൈകുന്നേരം ഇന്ന് 4 മണിക്ക് നീ സുരേഷിന് വീട് വിടാന്ന് പറഞ്ഞു. ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട് അപ്പോൾ നീ പൊക്കോ, ഞങ്ങൾ വന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ഷാജി പറഞ്ഞു പറ്റില്ല, ഇവനെ കിട്ടിയതാണ്, ഇവനെ ചെയ്യാണ്ട് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ലല്ല ഫൈസലിനെ. അപ്പോൾ അയാളൊരു എനിക്ക് തോന്നുന്ന ആണത്തുള്ള ഒരാളാണ് ഈ മാനുവൽ. അയാൾ പറഞ്ഞല്ല, അവൻ വെല്ലുവിളിച്ചതല്ലേ, അവൻ ആണാന്ന് ചോദിച്ചത്, നമ്മൾ ആണാണെന്ന് തെളിയിച്ചു കൊടുക്കുക, അവൻ പറഞ്ഞ സ്ഥലത്ത് ഞൊട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഞാൻ സുരേഷേന്റെ വീട്ടിലുണ്ട്. ഇവൻ ഇതും പറഞ്ഞ് നേരെ സുരേഷേന്റെ വീട്ടിലേക്ക് വന്നു. ശരിക്കും ഒരു ബോംബിട്ടാ എന്തായിരിക്കും അവസ്ഥ? ഫൈസൽ തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങോട്ടും വന്നു. അതായത് ഫൈസൽ തമ്മിടത്ത് നേരെ വയറ്റിലേക്ക് തന്നെയാണ്. അവിടെ സുരേഷേന്റെ വീട്ടിൽ കാര്യം അവതരിപ്പിക്കണേ, ഇത് ഇങ്ങനെ എന്നെ വെല്ലുവിളിച്ച് ഞാൻ ധൈര്യം ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു. ഒരു ബോംബ് വീണ ആ അവസ്ഥയായിരുന്നു അവിടെ. അതായത് സുരേഷേന്റെ പെങ്ങൾ ഇവനെ പറയാതെ തെറിയില്ല. മനസ്സിലാണ്ട, നീക്ക് കുടുംബം കാലിക്കൂടെ പന്നിന്താന്ന് ചോദിച്ചു. എല്ലാരും പേടിച്ച്. സുരേഷിന്റെ ആ ഇതെല്ലാം കഴിഞ്ഞാണോ? ഇത് ഈ ജയിൽവാസമൊക്കെ കഴിഞ്ഞാണോ? അല്ലല്ല, ഇതിനു മുമ്പാ. ഇതാണ് ജയിൽവാസത്തിലേക്ക് വന്ന സംഭവം 1999. ആ സമയത്ത് ഇവര് ചോദിക്കണേണ് എന്ത് ചെയ്യും. പിന്നെ അവിടെ ഇരുന്നിട്ട് എല്ലാരും വിളിക്കണേണ്, എല്ലാവരും വാന്ന് പറഞ്ഞ. കാരണം ഇയാളെ പോലത്തെ ഒരാൾ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അവര് കൂട്ടം കൂടി വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ പേടിച്ച്. അങ്ങനെ ഇവനെ കുറെ തെറിയൊക്കെ പറഞ്ഞ് ഇയാള് കറക്റ്റ് 4 മണിക്ക് വന്ന്. ഈ മാനുവല് നേരിട്ട് വന്ന് ഒറ്റയ്ക്ക് ഒന്നുമില്ല, അയാൾ ഒറ്റയ്ക്ക് അങ്ങനെ വന്ന്. അപ്പൊ സുരേഷ് ചോദിച്ചു, എല്ലാരും പേടിച്ചാ നിക്കണേ. അപ്പൊ സുരേഷ് ഏട്ടൻ ചോദിച്ചു എന്തേന്ന് ചോദിച്ചു. അല്ല ഇവന് ആണാണെങ്കിൽ വരാൻ പറ, ആണത്തം കാണിക്കാൻ വേണ്ടി വന്നാണെന്ന് ചോദിച്ചു. അത് ആണത്തം കാണിക്കാൻ വേണ്ടി വന്നതാണ്, അതെന്താന്ന് അറിയണമല്ലോ, അതെന്ന് പറഞ്ഞു. അപ്പൊ ഇവനൊരൊറ്റ അക്ഷരം മിണ്ടണല്ല, മാറി നിൽക്കണേണ്. അങ്ങനെ അങ്ങാട് സംസാരമായി. ഈ സുരേഷ് ഏട്ടൻ്റെ ചേട്ടനുണ്ട്, അനിച്ചേട്ടൻ. പുള്ളിക്ക് പണ്ട് നമ്മുടെ സരിത തിയേറ്ററിൽ മറ്റേ ബ്ലാക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് അവിടെ ഒരു വിഷയം ഉണ്ടായിട്ട് തലക്കെട്ടൊരു കുത്തു കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പുള്ളി പെട്ടെന്ന് വയലൻ്റ് ആവും. പുള്ളി മുട്ടാനോടൊക്കെ ഒരു കുത്തു കൊടുത്തു. ഇയാൾ ആ സമയത്ത് ബാലൻസ് സീറ്റ് നിലത്തേക്ക് വീണു. അപ്പോൾ പറഞ്ഞു ഇനി ഇയാളെ വിടാൻ പറ്റില്ല, വിട്ടാൽ നമ്മളെല്ലാം കൊല്ലും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവര് കുതുകാല് വെട്ടണത്. സുരേഷ് തന്നെ. സുരേഷ്. അപ്പോ ഫൈസൽ അത് കണ്ടോണ്ടിരുന്നവനാണ്. സുരേഷ് അല്ലല്ലോ, സുരേഷ് പെട്ടുപോയി അല്ലേ? കാരണം അവിടെ എല്ലാരും വിളിച്ചു വരുത്തേക്കാണ്. ഇവര് അവിടെ തന്നെ എനിക്ക് തോന്നുന്നു 10-17 പേരുണ്ട്. ഇത് ഈ വിളിച്ചു വരുത്താം. ഇതിൽ 9 പേര് പ്രതിയായി. ഈ 9 പേരും പേരെടുത്ത ആൾക്കാരാ. ഈ മാനുവൽ ഉണ്ടോ ഇപ്പൊ? ഉണ്ട്. ഇപ്പൊ പോരാട്ട സംഘടനയില് എടുക്കണേ. അങ്ങനെ അപ്പോ ഇയാള് ചോദിക്കുന്ന ചോദ്യം ഉണ്ട്. അപ്പൊ അവിടെ ഇതാണ് ആണത്തം എന്ന് ചോദിക്കുന്നത്. നിന്നെ അവിടെ നിന്ന് നീ ഒറ്റക്കൊറ്റക്ക് ഇടിക്കാൻ വിളിച്ചിട്ട് നിന്നെ അവിടെ നിന്ന് നിന്നെ ഞാൻ പറഞ്ഞു വിട്ടാണ്. അപ്പൊ നീ എന്നോട് പറഞ്ഞ എന്താ ഒറ്റക്കൊറ്റക്ക് ഇടിക്കാന്ന്. അതിപ്പോ നീ ചെയ്ത് എന്താടാ എന്ന് ചോദിച്ചു. കൂട്ടം കൂടി എന്നെ ആക്രമിക്കണം, ഇതാണ് ആണത്തം എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇവൻ ആലുവക്ക് പോയി. കാല് വെട്ടി വേറൊന്നും ചെയ്തില്ല. ഇല്ല, കാല് വെട്ടി. എന്നിട്ട് ഇവൻ ഇവിടെ നിന്ന് താമസം, പിന്നെ ഇവനും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഫൈസൽ. അങ്ങനെ ഇവൻ ആലുവക്ക് പോയി. അവിടെ നിൽക്കുന്ന സമയത്താണ് ഇതിനെ തിരിച്ചു പണി വന്നത്. ഒരു ദിവസം രാവിലെ ഇവൻ അമ്മയായിട്ട് ബൈക്കിന് പോകുമ്പോൾ 2 പേര് വന്നു ഇവൻ അറ്റാക്ക് ചെയ്തു. അതായത് അവിടെ ഒരു തമ്പി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. അല്ലല്ല, ഒരു സ്പിരിറ്റൊക്കെ കിടന്ന ഒരു തമ്പി ഉണ്ടായിരുന്നു. അത്യാവശ്യം ഗട്ട്സുള്ള ഒരുത്തനാണ്. അവരുടെ കൈ വിരലൊക്കെ മുറിഞ്ഞു പോയി തടുത്തിട്ട്. അവൻ ആ തടുത്തില്ലായിരുന്നെങ്കിൽ, അവൻ്റെ കൈകിട്ട വെട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ ഒറ്റ വെട്ടിൽ ഫൈസൽ മരിച്ചേനെ. ഇപ്പോഴും ഉണ്ട് അവൻ്റെ പാട്, തലയിൽ വെട്ട് കിട്ടിയ. ആ സ്വന്തം അമ്മേനെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. ഇത് ഞാൻ എതിർ ഗ്രൂപ്പ് ആയതുകൊണ്ട് പറഞ്ഞതല്ല, അന്ന് ഞങ്ങൾ ഒരുമിച്ചുള്ളതാണ്. കാരണം സ്വന്തം അമ്മേനെ അവിടെ ഇട്ടിട്ട് ഇവൻ രാവിലെയാണ് 8 മണി സമയമാണ്. ആലുവ ഗ്യാരേജിൻ്റെ അവിടെ നിന്ന് ഇവന് ഓടി. ആ തമ്പി തടുത്തില്ലെങ്കിലാ തല വെട്ടിപ്പൊളിഞ്ഞാനെ. ആ നാട്ടുകാർ കൂടി തമ്പി അയാൾക്ക് ലോക്കൽ ഉള്ളതുകൊണ്ട് അപ്പത്തന്നെ ആൾക്കാർ കൂടി ഇവരെ പോലീസ് വിളിച്ച്. ഇവര് മറ്റേ ഇതിന്റെ സംഘടനയുള്ള ആൾക്കാരായിരുന്നു. അവരെന്ന് പറഞ്ഞ് ഇനിയും ചെയ്യും ഫൈസലിനോട്, ഇനിയും ചെയ്യും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ സമയത്ത് അവിടെ വന്നു. അപ്പൊ ആലുവയിൽ വരുമ്പോൾ എന്താ സംഭവം? തമ്മനത്ത് വന്ന ഫൈസൽ അങ്ങനെ തമ്മനം ഫൈസലായി. അപ്പോൾ ആ ലോക്കൽ കുറച്ച് പിള്ളേരൊക്കെ കിട്ടി. അന്ന് അവിടെ മന്ദൻ ജോസിയും മറ്റേ പിണ്ടി അശോകനൊക്കെയാണ് അവിടുത്തെ മെയിൻ ആൾക്കാർ. അന്ന് ഈ ശിവരാത്രി മണപ്പുറം ഭയങ്കര ഫേമസ് ആണ്. അവിടെ സ്റ്റാളുകൾ മറ്റേ മരണൊക്കെ അവർക്ക് ഇവർ പിരിവുണ്ട്. ഇവിടെ ഇവൻ പിരിവെടുക്കാൻ പോയി ഫൈസൽ. മോത്തിട്ടടിച്ചു വിട്ട്. അന്നൊക്കെ ഞാൻ കമ്പനിക്കാരനാണ്. അന്ന് എന്നോട് പറഞ്ഞാണ് എനിക്ക് ഇവന്മാരെയൊക്കെ തിരിച്ചിടിക്കണം.
എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുനീർ എന്ന് പറഞ്ഞൊരു ഇത്തയുണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ മുനീർ ഇത്ത. അപ്പോൾ പുള്ളിക്കാരി ഇവൻ്റെ വളരെ അടുത്തുള്ള ഭയങ്കര ഒരു നമ്മളുമായിട്ട് ഭയങ്കര ബന്ധമാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറയുകയാണ് ഇവനെ സഹായിക്കണം മോനെ, ഇവനെ ഒരുപാട് പേര് ഉപദ്രവിക്കുന്നു, എറണാകുളത്ത് നിന്ന് ഓടിച്ച് ഇനി ഇവിടെ നിൽക്കാൻ സമ്മതിക്കണില്ല, ഇവൻ നമുക്ക് തിരിച്ച് ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് അന്ന് ചൂണ്ടിയിലാണ് താമസിക്കുന്നത്. അവിടെ ചൂണ്ടി നൗഷാദ് എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ഇവൻ്റെ ഇഷ്ടമില്ലാത്ത സംഭവമുണ്ട്. ഇപ്പോൾ ചേട്ടനോട് വഴക്കാണെങ്കിൽ ചേട്ടനില്ലാത്ത ദിവസം പെണ്ണുങ്ങൾ മാത്രമുള്ളപ്പോൾ വന്ന് വീടിൻ്റെ ചില്ലടിച്ച് വിളിക്കൽ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയും ഇത് ശരിയല്ല, നമുക്കും വീടുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഈ മറ്റേ ചൂണ്ടി നൗഷാദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മരിച്ചുപോയി. ഇപ്പോൾ അവിടുത്തെ ഒരു ലോക്കൽ കൊണ്ടുവരുന്നു. ഇവരായിട്ട് ഭയങ്കര വിഷയമായിരുന്നു, ഇവനെ ചൂണ്ടിൽ നിർത്താൻ സമ്മതിക്കില്ല അവർ. അങ്ങനെ തൃശ്ശൂരുള്ള പിള്ളേർ ആലുവയിൽ ഒളിവിൽ വന്ന് നിന്നപ്പോൾ ഇവൻ അവരെ പോയി കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് പന്നിപ്പടക്കം കെട്ടിച്ച്, എന്നിട്ട് രാത്രി വന്ന് ജനലിൽ കൂടി ചൂണ്ടി നൗഷാദിൻ്റെ വീട്ടിൽ എറിഞ്ഞ് ഈ പടക്കം പൊട്ടിയില്ല. ഇവൻ എന്ത് ചെയ്തു, ഇവൻ നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ചൂണ്ടി നൗഷാദിൻ്റെ വീട്ടിൽ തമ്മനം പൈസനെ കൊല്ലാൻ വേണ്ടിയിട്ട് പടക്കം കെട്ടിക്കൊണ്ടിരിക്കും, ഇപ്പോൾ പോയ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ സ്വഭാവം മനസ്സിലായി. ഇങ്ങനത്തെ ഒരു എടുത്തിനാണ്. അല്ല, എന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് ഭിന്നിക്കുന്നത്? നിങ്ങളും ഫൈസലും നമ്മളായിട്ട് ആലുവയിൽ ഇതേപോലെ തന്നെ ഇവൻ്റെ വീട്ടിൽ വന്ന് ഗേറ്റിട്ടൊക്കെ വെട്ടി ഇവനെ വെല്ലുവിളിച്ച് പോയൊരു ടീമുണ്ടായിരുന്നു. അവരെ തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് ഞാൻ ഇടിച്ച് കഴിഞ്ഞപ്പോൾ ഇവനെ അവർ ആരാ ചെയ്തെന്ന് അറിയില്ലല്ലോ, വീട്ടിൽ കയറിയാണ് ചെയ്യണത്. ഇവനാണെന്ന് പറഞ്ഞ് ഇവൻ്റെ വീട്ടിലേക്ക് വരും, നിന്റെ അപ്പനെ കത്തിച്ച് കളയുന്നു. അപ്പോൾ ഇവൻ ഒറ്റ ഞാൻ നമ്മൊരു വിഷയമില്ല, മഴയുടെ വിഷയമില്ല, അവനാണ് അവനാകുമ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ്റെ സുഹൃത്താണെന്ന് അന്ന് പള്ളുരുത്തി പ്രിയൻ അന്ന് കുറച്ച് സ്റ്റാറായിട്ട് നിൽക്കണ ടൈം. പ്രിയൻ എന്നെ വിളിക്കണേ, എവിടെ ഉണ്ടെന്ന് ചോദിക്കണേ. ഞാൻ പറഞ്ഞ ആലുവയിലുണ്ട്. നന്നായി ഞാനിപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണേ, നമ്മുടെ സുഹൃത്തിന് വിഷയം ഉണ്ടായി ഇന്നലെ രാത്രി, അത് വേണം, അനീഷ് വേണം, സ്ഥലത്ത് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ വിഷയം ഉണ്ടായത്? അവൻ്റെ വീട്ടിൽ ഇന്നലെ കുറച്ച് വിഷയം ഉണ്ടായി, അപ്പോൾ നമുക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞേ എന്നാൽ നേരിട്ടുണ്ടിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. ഒരു അരമണിക്കൂർ വീണ്ടും വിളിച്ച്, അനീഷ് ഇപ്പോൾ ഫൈസലായിട്ട് കമ്പനിയാണെന്ന് ചോദിച്ചു. അതെ, ഇന്നത്തെ സംഭവത്തിൽ അനീഷിന് എന്തെങ്കിലും ബന്ധമുണ്ടാന്ന് ചോദിച്ചു. ഞാൻ ഉണ്ട്. എന്നാൽ ഞാൻ വരട്ടെ, നമുക്കത് പറഞ്ഞു തീർക്കണം, അവിടെ ഭയങ്കര സംസാരമാണ്. ഇപ്പോൾ അവന്മാർ ഫോണിൽ കൂടി ഫൈസലായിട്ട് വാക്കുകൾക്ക് പോയി, ഫൈസൽ നിൻ്റെ പേര് പറഞ്ഞു, ഫൈസലല്ല എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഇവന് ഇത്ര ഉള്ളതാണ്. ഞാൻ ഫൈസലിനെ വിളിച്ച് പറഞ്ഞടാ, എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഞാനില്ലല്ലോ, അനിയനെ ഉള്ളത്, അപ്പനും ഉള്ളത്, എന്തെങ്കിലും പറ്റിയാലോ, അപ്പോൾ എന്തായാലും നീയല്ലേ ചെയ്തത്, അപ്പോൾ നീ തന്നെ അത് നിൽക്കും, നമുക്ക് തിരിച്ചടിക്കാം. ഞാൻ പറഞ്ഞേ തന്തയില്ലായ്മ കാണിക്കണതിനൊരു ഇത്തിരി ഇതൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് കാണാം എന്ന് പറഞ്ഞു. പ്രിയനെ ഞാൻ വിളിച്ച്, പ്രിയ എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഇത് വന്നുകൊണ്ടിരിക്കണേ. ഞാൻ പറഞ്ഞു അവൻ്റെ വീട്ടിലേക്ക് ഞാൻ പോണേന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അത്രയും പിള്ളേരുണ്ട് പോലെ, ഇപ്പോൾ അവരെല്ലാം വിളറി പിടിച്ചിരിക്കണേണ്, അത് വിഷയവും. നമ്മൾ എനിക്കൊരു പേടിയില്ല, എനിക്കറിയാം നോക്കാൻ എന്ന് പറഞ്ഞു. ഞാൻ നേരെ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ എന്നെ അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ കുറേ 10 പിള്ളേരുണ്ട്. ഞാൻ പറയടാ, ഇന്നലെ ചെയ്ത സംഭവത്തിൽ ഞാനാണ് ബാധിച്ചത്, ഞാൻ ഇന്ന പോലെയാണ് എന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായ അനീഷേ, അവൻ സൂത്രക്കാരനാണ്, അവൻ നിന്നെ കൊണ്ട് ചെയ്യിച്ചിട്ട് നിന്നിട്ട് നിങ്ങൾ ഇയാളെടുത്ത് പോയി. അവൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് അവനെ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരുമിച്ച് നിന്നിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ ചതിച്ചല്ലേ, എനിക്ക് ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് ചെയ്യണം നിങ്ങൾ ചെയ്തോ, എനിക്ക് ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വഴക്ക് തുടങ്ങണം. അറ്റാക്ക് ചെയ്തു. അത് ഇവൻ എൻ്റെ മുമ്പിൽ നിന്ന്, സത്യം പറഞ്ഞ ഇവൻ എൻ്റെ മുമ്പിൽ നിന്ന് കൈയും കാലും പിടിച്ചു പോയതാ. അതായത് ഈ ആലിൽ വെച്ചിട്ട് ഇവൻ 4 പിള്ളേരായിട്ട് വന്നു, നമ്മളവനെ ലോക്ക് ചെയ്തു, ഒറ്റക്കൊറ്റക്ക് ഇടിക്കാൻ പറഞ്ഞു. അവൻ്റെ കൂട്ടുകാരനെ ഞാൻ അടിച്ചെന്നും പറഞ്ഞിട്ട് അവനെ ഞാൻ കുറേ നാൾ നോക്കിക്കൊണ്ടിരുന്ന വെച്ചാൽ, എന്നിട്ട് അവൻ എന്നെ ഇടിക്കാൻ വന്ന് ഞാൻ ഇടിച്ച് ഇതായി, എൻ്റെ കൈയൊക്കെ നീര് വെച്ചു. അപ്പോൾ അവനെ എല്ലാവരും പിടിച്ചു മാറ്റി വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ പോണേന്ന്, വിഷയം തീർന്നു. ഞാൻ പറഞ്ഞു പറ്റില്ല, നീയായിട്ട് തുടങ്ങി വെച്ചല്ലേ, അവൻ പോയില്ലേ, ഇനി നമുക്ക് ഇടിക്കാമെന്ന് പറഞ്ഞു, വാന്ന് പറഞ്ഞു. ഇപ്പം ജന്മം ചെയ്താൽ പറ്റില്ല. എനിക്ക് എന്തൊക്കെ വാക്ക് പറയാൻ പറ്റുമോ, എൻ്റെ കൂടെയുള്ളവരെല്ലാം പറഞ്ഞാണ് പിടിക്കുന്നില്ല. നീ നിന്റെ അപ്പൻ്റെ പേര് ജോസഫ് ആണെങ്കിൽ നീ എന്നെ ഇടുക്കി എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ അപ്പം തന്നെ ഈ പറഞ്ഞ ബിജു ചേട്ടനെ, എനിക്ക് ബിജുവിനോടൊരു ബന്ധമുണ്ട്, അവൻ്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അവനെ. ഈ അംജിത്ത് വന്നു. അംജിത്ത് ഫൈസലിന്റെ കമ്പനിക്കാരനാണ് അന്ന്. ഞാനായിട്ട് ഭയങ്കര ബന്ധോ. അന്ന് അംജിത്തിന്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ച കമ്പനി അടിക്കണേ ആലുവയില്. അപ്പോ അംജിത്തിനെ വിളിച്ചേക്കണം. അപ്പൊ അംജിത്ത് എന്നോട് അനീഷേ അവനെ പറഞ്ഞോട് വിഷയം ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞേ ഇതിൽ നീ നിന്നാ നമ്മമ്മിൽ വിഷയവും. അംജിത്ത് ഇപ്പോഴും കമ്പനിയാണ്. അവൻ ഏത് സംഘത്തിന്റെ ഭാഗമായിരുന്നു? അവനൊരു സംഘത്തിലും ഇല്ല. അന്ന് അവനെ മുതലാക്കണാണ് ഇവരല്ല. അവൻ എന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പൈസ ഉണ്ട്. അപ്പോൾ അവനെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞാൽ ഇവർക്കൊക്കെ പൈസ കൊടുക്കും. ഇവനെ വന്ന് കുറച്ച് പുകഴ്ത്തി ഇതൊക്കെ ഇവൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാണ് ആത്മാർത്ഥമുള്ള ഒരുത്തനം അംജിത്ത്. കാരണം എന്നെ അതേപോലെ നോക്കിയിട്ടുണ്ട്. എനിക്ക് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇവന് കൊട്ടേഷൻ കൊടുക്കും, അതായതാന്ന് പറഞ്ഞ അംജിത്തിന്
ഈ പരബ്രഹ്മ എന്ന് പറഞ്ഞൊരു തട്ടിപ്പുണ്ടായിരുന്നു. ആ, ആ, ആ. ഒരു കോവിഡ് കാലത്ത് ഒരുപാട് ചേട്ടാ ഞാനിത് പറയണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2004 പഴയ കഥ. ഇപ്പോഴത്തെ അല്ല. ഓക്കെ, എനിക്ക് അന്നത്തെ അവന്റെ ക്യാരക്ടർ അറിയുള്ളൂ. മനസ്സിലായോ? ഇത് ഇപ്പൊ അവൻ വലുതായി, അവന്റെ എന്ത് ക്യാരക്ടർ നമുക്ക് അറിയില്ല. നമ്മൾ ആ കാലഘട്ടത്തിലെ ക്യാരക്ടറാ പറയണം. അപ്പൊ ഇപ്പോ അവൻ പല അതായത് അന്ന് മുതൽ നിങ്ങളും ഫൈസലും തമ്മിൽ ശത്രുതയിലാണ്. ആ അത് അവൻ പോയി പിറ്റേ ദിവസം ഉച്ചക്ക് എന്നെ വിളിച്ചേക്കണേ, നീ ധൈര്യം ഉണ്ടെങ്കിൽ മറ്റേ ചൂണ്ടി ഗ്രൗണ്ടിലേക്ക് പോവാ, നമുക്ക് ഒറ്റക്കൊരു ഇടിക്കാന്ന്. ഞാൻ പറഞ്ഞു ഇന്നലെ വിളിച്ചിട്ട് നിനക്ക് പറ്റില്ല, ഇപ്പൊ നീ 10-30 പിള്ളേരെയും കൂട്ടി എഴുതിയിട്ട് ഇവന് സ്വഭാവം അങ്ങനെയാണ്. എനിക്ക് സമയമില്ല, ഇനി എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവരുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ അടിച്ചിറക്കണ പരിപാടി കുറച്ച് കൂടുതലാണ്. ഇത് ഇല്ലാത്ത കഥകൾ. ഞാൻ ഈ 5 കൊല്ലം ജയിലിൽ കിടന്നു പറഞ്ഞില്ലേ, ഈ മുനീറ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവരൊക്കെയാണ് നോക്കണം. മുനീറ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ആ അപ്പോൾ പുള്ളിക്കാരി ഇവനെയും കൊണ്ട് എൻ്റെ ആലുവ ജയിലിൽ കാണാൻ വേണ്ടി, ആ ജയിലിലല്ല കോടതിയിൽ ഞാൻ കേസിന് വന്നപ്പോൾ കാണാൻ വേണ്ടി വന്നു. അതുകൊണ്ട് പറഞ്ഞു ഇവൻ ഇപ്പോൾ കല്യാണം കഴിച്ചൊരു കൊച്ചായി, ഇനി ഇവനെ ഉപദ്രവിക്കരുത്, ഇത് പറഞ്ഞു തീർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു തീർത്ത് പോയതാണ് ഈ വിഷയം. കാരണം ഞാൻ ഓർത്ത് എന്തിനാണ് വിഷയം, കഴിഞ്ഞത് കഴിഞ്ഞ് എന്തായാലും ഞാൻ ഇവന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അത് ഇപ്പോൾ കേസായെങ്കിൽ ഞാൻ പോലീസുകാരുടെ ഇടി കൊള്ളൂലായിരുന്നു. ഇപ്പോൾ അവൻ ചതിച്ച്, അത്രേ ഉള്ളൂ. പോട്ടെ, ഒരു ഫാമിലി ആയി, കൊച്ചായി, അവൻ്റെ ഇത് പോട്ടെ, ഇവനൊന്നിനും നിൽക്കില്ല എന്ന് പറഞ്ഞാൽ ഇനി പരിപാടിയില്ല. അതേപോലെ തന്നെയാണ് അവനൊന്നിനും നിൽക്കണ്ടായിരുന്നില്ല. കുറേ കൊല്ലം കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ഒരു 3 കൊല്ലം മുമ്പ് വരെ അനസ് പോയി കഴിഞ്ഞപ്പോൾ, അനസായിരുന്നു ഇവിടെ കുറേ നിന്നേച്ചത്. അനസ് പോയപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്ന് കുറേ പിള്ളേർ ഇതൊക്കെ വന്നപ്പോൾ ഇവൻ നേരെ ബായ് നസീറിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കി അറിയാം, ഏത് നസീറിനെ ഇരുത്തും, തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെ കൈകെട്ടി നിൽക്കും. എന്നിട്ട് ഈ നസീറിനെ കൊണ്ട് നടപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഈ നസീറിനെ വിറ്റ്, കാരണം ഇവന് സ്വന്തമായിട്ട് പേരില്ലല്ലോ, നസീറിനൊരു പേരുണ്ട്, ആ പേര് ഉപയോഗിച്ച് ഇവൻ പിള്ളേരെ വളർത്താൻ തുടങ്ങി. ഇത് കഴിഞ്ഞപ്പോൾ ഇവർ എടപ്പള്ളിയിൽ 2 വർഷം മുമ്പ് എടപ്പള്ളിയിൽ ഒരു സ്പാ പിടിച്ച ഓർമ്മയില്ല കേട്ടോ. അതിൽ പത്രത്തിലും മീഡിയ ഇത് ചാനലിലെല്ലാം വന്നാണ് ഇത് 10 പെണ്ണുങ്ങളെ പിടിച്ച അവിടെ നിന്ന്, ഇത് ബായ് നസീറിന്റെ അമലം പൈസയിലും കൂടി നടത്തുന്ന സ്പായാണെന്ന് പറഞ്ഞു. അതിലപ്പോൾ തന്നെ അവൻ ഈ നസീർ പ്രതിയായി, ഇവൻ അതിൽ നിന്ന് ഊരി. എന്നിട്ട് നസീറിന്റെ ആണെന്നും പറഞ്ഞ് ഇവൻ മറ്റേ ഓൺലൈനിൽ വന്ന് ഇത് ചെയ്ത്, അതിൽ ഇവന്മാർ തമ്മിൽ തെറ്റി. എന്നിട്ട് ഇപ്പോൾ ഇവൻ വേറെ ഗ്യാങ്ങായിട്ട് നിൽക്കണേ. ഇപ്പം ഫൈസൽ സ്ട്രോങ് ആണോ അവിടെ? സ്ട്രോങ് ആന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനസിന്റെ കൂടെ ഉള്ള കുറേ പിള്ളേരും നസീറിന്റെ കൂടെ ഉള്ള കുറേ പിള്ളേരും ഇവന്മാരുടെ കൂടെ. ഇവന്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ ഒരു മൈക്കിളൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈക്കിളൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇവനെ ഞാൻ ഫസ്റ്റ് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 കൊല്ലം മുമ്പ് ഈ നമ്മുടെ പെരുമ്പാവൂർ ഒരു ടെമ്പോ ട്രാവലിന് 10-21 പിള്ളേരായിട്ട് ഒരു മറ്റേ ഫ്ലൈവുഡ് കമ്പനിയുടെ ഒരു വിഷയത്തിന് വന്നിട്ട് അവിടെ വിഷയം ഉണ്ടാക്കിയിട്ട് ആ ഫ്ലൈവുഡ് കമ്പനിക്കാർക്ക് വേണ്ടി വന്നാണ്. ആലപ്പുഴയിൽ നിന്ന് ഒരു 10-20 ട്രാവലിൽ വന്നിട്ട് നാട്ടുകാരെ കൂടി ഇടിച്ച് ഭയങ്കര വിഷയം, കുറേ പേര് ഓടി രക്ഷപ്പെട്ട്, കുറേ പേരെ പിടിച്ച്. അങ്ങനെ അവിടുത്തെ ഈ ചെന്ന ആൾക്കാർ, ഇവർ ഓപ്പോസിറ്റ് ടീം എന്നെ ബന്ധപ്പെട്ടു, ഇങ്ങനെ നമുക്കൊരു വിഷയം ഉണ്ടായിരുന്നു ഇവിടെ, ഞങ്ങളുടെ ഷോപ്പായിട്ടുള്ള വിഷയമാണ് എന്ന് പറയാം. അപ്പോൾ അവിടുത്തെ പോലീസുകാരും എന്നെ വിളിച്ചു, ഇങ്ങനെ കുറേ ഫോട്ടോസ് കിട്ടുന്നിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നെ ഇങ്ങനെ കുറച്ച് വിഷയം ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇവൻ വീരപ്പ സന്തോഷുണ്ട്, അപ്പോൾ അവരുടെ ഗ്യാങ്ങിൽ ആലപ്പുഴയിൽ നിന്ന് വന്നേക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവനാണ്. ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ കുറച്ച് നാൾ നമ്മുടെ വെള്ളാപ്പള്ളി അശോകൻ ചേട്ടൻ്റെ ഡ്രൈവറായിരുന്നു. കോട്ടയത്ത് അല്ല, ആലപ്പുഴയല്ല. ആലപ്പുഴ. ആ അപ്പോൾ ഇവൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്ക് അവിടെ ഒരു അത്യാവശ്യം നല്ല പവറല്ലേ. അപ്പോൾ ഇവൻ പുറത്ത് പറയണല്ലേ അത് തന്നെ. അപ്പൊ ഇവന്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പറയണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഗുണ്ടയും ഡ്രൈവറും ആണ് ഇവനെന്നാണ് എല്ലായിടത്തും പറയുന്നത്. ഒരു ഫൈസലല്ല, മൈക്കിളൂട്ടി. ആ അപ്പൊ ഈ മറ്റേ വീരപ്പ സന്തോഷിന്റെ ദത്തുപുത്രൻ എന്നാണ് മൈക്കിളൂട്ടി അറിയപ്പെടുന്നത്. അപ്പോൾ ഇവര് ഫൈസലായിട്ട് ഭയങ്കര ബന്ധമായി. ബന്ധമായി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ചെയ്യണ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീരപ്പ സന്തോഷം എന്ന് പറഞ്ഞില്ലേ, വീരപ്പ സന്തോഷം സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ നേരത്തെ ഈ ചന്ദനത്തിന്റെ ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇവന്റെ ചിരട്ടയൊക്കെ അടിച്ചു പൊടിച്ച് ഭയങ്കര വിഷയമൊക്കെ ആയപ്പോൾ ഇവൻ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ നേരുമംഗലം കഴിയുമ്പോൾ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, ആ റൂട്ടിൽ ഇവനൊരു കാക്കി ഫാൻറ്റും ഒരു പോലീസുകാരുടെ ഷൂ ഇട്ടിട്ട് ഇങ്ങനെ കാറിൽ അങ്ങാടും ഇങ്ങനെ നടക്കും. ഈ കപ്പിൾസ് വരൂല്ലേ, അവരെ വരുമ്പോൾ ഇവർ പിടിക്കും പോലീസാണെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അവരിൽ നിന്ന് പൈസ വാങ്ങും. ഈ പരിപാടിയായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്താണ് അവിടെ. അങ്ങനെ ഇവനെ എന്ത് ചെയ്തു, ഇവിടുത്തെ വിഷയം ഇവന് ആന്ധ്രക്ക് പോയി. ആന്ധ്ര ഇവൻ നക്സൽ ഏരിയയിലാണ് ഇപ്പോൾ താമസിക്കണത്. അതുകൊണ്ട് ഇവിടുന്ന് മൊത്തത്തിൽ കഞ്ചാവാണ് അവിടെ നിന്ന് സെയിൽ ചെയ്യണത്. അപ്പോൾ ഈ സെയിൽ ചെയ്യുന്ന പറഞ്ഞാൽ ഈ നമ്മുടെ പാറമടകൾക്ക് ഉപയോഗിക്കുന്ന കേപ്പ് വയറ് ഇവിടെ അവിടെ 300 രൂപ 200 രൂപയൊക്കെ ഉള്ളൂ. പക്ഷെ ഇവിടെ അതിന് 10,000 രൂപ കൊടുക്കണം. അപ്പോൾ ഈ സാധനം കയറ്റി നാടൻ തോക്ക്, പിന്നെ ഇങ്ങോട്ട് വന്നെ ഏറ്റവും കൂടുതൽ കഞ്ചാവ്, ഇവനെ കടത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പച്ചക്കറി വണ്ടി മറ്റുള്ള വണ്ടികളിൽ പാലക്കാട് വരും. ഇവരുടെ മറ്റേ വേസ്റ്റ് വണ്ടിയുണ്ട്, കക്കൂസ് വേസ്റ്റ് വണ്ടി, ഇതിൽ ഇങ്ങോട്ട് സപ്ലൈ ചെയ്യും. ഏതെങ്കിലും കക്കൂസ് വേസ്റ്റ് വണ്ടിയിൽ പരിശോധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ
തെളിവ് സഹിതം ഇവിടുത്തെ പോലീസുകാർ കൊടുക്കുന്നുണ്ട്. ഒരാളും ഇതിന്റെ പുറയിലില്ല. ഇവരാണ് ഇവിടെ കൊടുക്കും, ഇവിടുത്തെ പാറമടകളൊക്കെ എത്തിക്കും. മറ്റേ ഈ പറഞ്ഞ സ്ഥലങ്ങൾ കംപ്ലീറ്റ് മറ്റേ ഇവരെ അതായത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റും എല്ലാം ഉൾപ്രദേശങ്ങളല്ലേ. ഇവിടെയുള്ള മൊത്തം കഞ്ചാവ് ഇത് കാരണം അങ്ങാടുന്ന് MDMA അധികം എത്തിയിട്ടില്ലല്ലോ. ഇവിടെയുള്ള എല്ലാ സ്ഥലത്തും ഈ സാധനമാണ് ഓയില്, ആഷിഷ് ഓയില്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് മൊത്തം ഇവന്മാർ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഈ മസാജ് സെന്റർ കേന്ദ്രീകരിച്ചുള്ള ഇത് ഈ തമ്മനം പൈസലും ഈ മറ്റേ ബൈനസീറും മൈക്രൂഡിയൊക്കെ ആയിരുന്നു. ഇപ്പൊ 2 ഗ്രൂപ്പായി. ബൈനസീർ വേറെ, തമ്മനം പൈസലും മൈക്രൂഡി വേറെ ആയി. നിങ്ങളിപ്പോ ഇതിലുമായിട്ടൊന്നും ഇല്ല, ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമായിട്ട് ബന്ധം നിൽക്കുന്നില്ല? ഇല്ല, എനിക്ക് ഇതിനോട് താല്പര്യം ഇല്ലാത്ത. അങ്കമാലി വിട്ടോ? അതിന്റെ ഇടയ്ക്ക് എല്ലാം വിട്ട്. കാരണം ഇതിന്റെ ഇടയിൽ വിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്പിരിറ്റ് കച്ചവടത്തിലേക്ക് പോയി. അപ്പൊ പിന്നെ അതിലെനിക്ക് പൈസ കിട്ടാൻ തുടങ്ങി. നല്ല നല്ല ഹോട്ടലൊക്കെ മേടിച്ചു നിങ്ങൾ. ഇതിലെന്ത് സംഭവം എന്ന് പറയാട്ടെ, ഇപ്പൊ ഞാനൊരു 5 പ്രാവശ്യം ചേട്ടന്റെ ഓഫീസിൽ വന്നാൽ ആൾക്കാർ പറഞ്ഞ എന്താ, ഓ ഷാജന്റെ അതിൽ അവന് പാർട്ണർഷിപ്പ് ഉണ്ട്. ഇതാണ് സംഭവം. പിന്നെ കേരളത്തിൽ ഞാൻ പല ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഇത് ഹോട്ടലെന്നല്ല, പലതിലും ഞാൻ പൈസ മുടക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് തുറന്ന് സമ്മതിക്കാൻ പറ്റണില്ല. എന്നോട് എല്ലാവരും ചോദിക്കും എൻ്റെ വരുമാനം എന്താണെന്ന്. അപ്പൊ ഞാൻ ചോദിക്കുന്നതാണ്, ഞാൻ പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത്. കാരണം നിങ്ങൾക്ക് പല ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്, പറയുന്നില്ല, പക്ഷെ ലീഗലി നിങ്ങളായിരിക്കത്തില്ല. അല്ല, പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പിരിവെടുക്കണേണ്, ഗുണ്ടാ പിരിവെടുക്കണേണ്, ഞാൻ പേടിപ്പിച്ച് പൈസ ആണെങ്കിൽ അതിന് കംപ്ലൈന്റ് ഉണ്ടാവുമല്ലോ. കംപ്ലൈന്റ് ഇല്ലെങ്കിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാൻ പറ്റില്ല, ഇല്ലെങ്കിൽ എൻ്റെ എതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. അനീഷ് ഇന്ന കേസിൽ ഇടപെട്ടിട്ടുണ്ട്, അതിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അത് അങ്ങനെയെങ്കിലും പറയട്ടെ. അപ്പോൾ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലെന്നല്ല പറയണ, പക്ഷെ ഞാൻ ഇടപെടാറുമുണ്ട്. എന്നെ കൊണ്ട് പറ്റാവുന്ന എൻ്റെ ലെവലിലുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറുണ്ട്, അല്ലാത്ത കാര്യങ്ങൾ ഇടപെടാറില്ല. പിന്നെ എനിക്ക് വരുമാനമുള്ള കാര്യങ്ങളുണ്ട് എനിക്ക്, പിന്നെ ഞാൻ എന്തിനാ ഇതിൽ നിൽക്കണേ? അല്ല, നിങ്ങൾ ഈ സാന്റാക്ലോസിന്റെ മുഖംമൂടി ധരിച്ച് കൊലപാതകം നടത്തുമ്പോൾ വാർത്ത വരുന്നത് ചേട്ടാ, ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല നേരത്തെ, അതായത് ഒരു പരിപാടിയിൽ നിൽക്കുമ്പോൾ നമ്മളായിരിക്കും ഏറ്റവും വലുത് എന്ന് ചിന്തിക്കണം. നമുക്ക് അവിടെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇംതിയാസ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു സാധാ ബിസിനസ്സുകാരനായിരുന്നു, അവൻ പാവപ്പെട്ടവനാണ് എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് പാവപ്പെട്ടവനാണ്? എനിക്കത് മനസ്സിലാവില്ല. അതായത് ബായ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇപ്പം എൻ്റെ കൂടെ ഒരുത്തൻ തന്നെയാണ്. എന്നെ കൊണ്ടേ നടന്ന് എന്നെ വിറ്റ് അവൻ്റെ കാര്യം നടക്കണ ഒരുത്തനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൻ നല്ല പിള്ളേന്ന് അങ്ങനെയാണ് മനസ്സിലായി. അപ്പോൾ നസീറിനെ കൊണ്ടുവന്നിട്ട് ഇവന്മാർ ചെയ്ത സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് ബോംബെയിലൊക്കെ എങ്ങനെയാണ്, ഒരു ബിൽഡേഴ്സിൻ്റെ ഒരു കമ്പനി ഓഫീസ് എടുക്കും, അവിടെ നിന്ന് അതിന് ചുറ്റും ഓഫീസിലേക്ക് ചുറ്റിപ്പറ്റിയാണ് ഗുണ്ടായിസം നടക്കുന്നത്. അപ്പോൾ ഇവൻ ദുബായിലായിരുന്നു, ഇവൻ്റെ ചേട്ടനുണ്ട് ഈ ഇംതിയാസിന്റെ. ഇവന്മാർ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവന്മാർ എന്ത് ചെയ്ത് ഇവിടെ ഒരു ഓഫീസ് തുടങ്ങി, GCDA കോംപ്ലക്സിൽ ഒരു ഓഫീസ് തുടങ്ങി. എന്നിട്ട് ഇവരെന്ത് ചെയ്ത് ഈ നസീറിന്റെ മുമ്പിൽ അങ്ങനെ നിർത്തി. അപ്പോൾ മറ്റൊരു സിനിമ ഫീൽഡിലൊക്കെ നല്ല ബന്ധം, ഇവരുടെ ഫാമിലി ഭയങ്കര കുറച്ച് റിച്ച് ഫാമിലി, ഇവർ മാത്രമേ കുറച്ച് അടിയിൽ പോയുള്ളൂ. അപ്പോൾ ഇവർക്ക് നാട്ടിലേക്ക് വന്ന് ദുബായിലുള്ള ബിസിനസ്സൊക്കെ പൊട്ടി ഇവർക്ക് നാട്ടിലേക്ക് വരാൻ നോക്കിയപ്പോൾ ഏറ്റവും നല്ല സാധനം ബായ് നസീർ നിർത്തുക. കാരണം അത്യാവശ്യം നല്ല ബന്ധങ്ങളുണ്ട്, ഇവർക്കാണെങ്കിൽ പോലീസ് ബന്ധമുണ്ട്, മറ്റുള്ള കണക്ഷനും ഉണ്ട് ബിൽഡർമാരായിട്ട്. അപ്പോൾ ഇവർ അവിടെ നിന്നിട്ട് ഇപ്പോൾ ചേട്ടനൊരു ബിൽഡറാണ്. ചേട്ടൻ ബിൽഡർ എന്ന് പറയുമ്പോൾ അവിടുത്തെ പെയിന്റിംഗ് ആണെങ്കിലും പ്ലംബിംഗ് ആണെങ്കിലും എല്ലാത്തിനും ചേട്ടനിൽ പണിക്കാരുണ്ടല്ലോ, അതുകൊണ്ടാണ് ചേട്ടൻ ഒരു ബിൽഡർ ആയത്. ഇതിൽ ഇവന്മാർ വന്നിട്ട് പറഞ്ഞത് അവിടുത്തെ മാൻ സപ്ലൈ അല്ലെങ്കിൽ മറ്റേ പെയിന്റിങ് വർക്ക് ഇവർക്ക് കൊടുക്കണമെന്ന് പറയണം. ചേട്ടൻ കൊടുക്കൂല. അപ്പൊ എന്ത് ചെയ്യും? ബായ് നസീർ എന്ന് പറഞ്ഞ ആളെ എടുത്തിരുന്നേ. അപ്പൊ ഈ എറണാകുളം സിറ്റിയിലെ മിക്ക ഫ്ലാറ്റുകളും ഇതെന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് പേപ്പർ എഴുതി വന്ന സംഭവം. ഇവരൊക്കെ എന്ത് ചെയ്യണം? വിവരാവകാശം വെച്ചിട്ട് ഇതിന്റെയൊക്കെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടോ പല പല സംഭവങ്ങൾ, ഇത് കാണിച്ച് പേടിപ്പിക്കും. ഇതല്ലെങ്കിൽ ഇതേ ബായ് നസീറിനെ കൊണ്ട് അങ്ങനെ ചെയ്യും. ഇവരെല്ലാം മെയിൻ ബിൽഡർമാരല്ലല്ലോ, കേരളത്തിൽ വളർന്നു വന്ന ബിൽഡർമാരാണ്, മനസ്സിലാണ്ട. അപ്പൊ അവർക്ക് പ്രാദേശികമായിട്ടും മറ്റുള്ള ഇത് കുറവായിരിക്കും. അവർക്ക് ഒരു സൈറ്റ് പെട്ടെന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തിക ഷോട്ട് വരും. ലോക്കൽ പോലീസ് എന്ത് ചെയ്യും? ഇതൊക്കെ കണ്ണടച്ചു കൊടുക്കും, കാരണം അതിൻ്റെ ഒരു വീതം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ നസീറിനെ വെച്ച് ഇവന്മാർ ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ സെറ്റിൽമെന്റുകൾ. അപ്പോൾ ഷാജി ഇല്ല, വെട്ടിൽ സുരേഷ് ഇല്ല, ആരും ഇല്ല ഇവിടെ, ഇവർ മാത്രമേ ഉള്ളൂ. അപ്പം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിൽ വന്നുള്ളൂ. ഇവിടെ ആലുവ കോമ്പാറയിൽ ഒരു വിനീത് എന്ന് എഴുതുന്നുണ്ട്. അവൻ്റെ വീട്ടിൽ കയറി ഒരു ആക്രമിച്ച കേസുണ്ട്. അവനെ പുറത്ത് കിട്ടും ചേട്ടാ, വഴി കൂടി അവൻ എല്ലാ ദിവസവും രാവിലെ തെണ്ടിത്തിരിച്ച് നടക്കുന്ന ഒരു പയ്യന. ഇവൻ്റെ വീട്ടിൽ 30 പേരാണ് ഇട കയറിയത്. എന്നിട്ട് അവൻ്റെ ചേട്ടൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. അതിനെ ചവിട്ടിയിട്ടത് അലസിപ്പോയി, അതിന് മാനസികമായിട്ട് വിഷയങ്ങളൊക്കെ വന്നു. അത്രയും ക്രൂരത ചെയ്തതെന്ന് അറിയാണ് ഇവൻ. ഇവനെല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നവനാണ്. നസീറിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കും. അതായത് നസീറിൻ്റെ ഡ്രസ് അന്നത്തെയും ഇവൻ വന്നു കഴിഞ്ഞാലുള്ള ഡ്രസ് കോഡ് വരെ നോക്കണം. മുണ്ടും ഷർട്ടും ഇട്ട് നടന്നവനാ, ബ്രാൻഡഡ് ഷർട്ടും ജീൻസും ഇടിയിച്ച് ഷൂ ഇടിയിച്ച് ആ ലെവലിൽ അവൻ കൊണ്ടുവന്നു.
അങ്ങനത്തെ വണ്ടികൾ കയറ്റി ഇങ്ങനെ വേണം. നിങ്ങളായിട്ട് പിന്നെ കോംപ്രമൈസിന് വരാൻ ശ്രമിച്ചിട്ടില്ലേ? പലപ്പോഴും എനിക്ക് തന്നെ ആവശ്യമില്ല. ഈ നമ്മുടെ സിറ്റികളിൽ എല്ലായിടത്തും കണ്ടേക്കണത് കുറേ നാൾ കൊല്ലാൻ നടക്കും, പിന്നെ മറ്റേ കൈയിട്ട് നടക്കും. അതൊന്നും എനിക്കൊന്നുമില്ല. ശത്രുവാണ്, ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരിക്കലും കൂട്ടുകൂടേണ്ട ആവശ്യമില്ല. കാരണം ഒരിക്കൽ ചതിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ചതിച്ചവരുത്തൻ വീണ്ടും ചതിക്കും. അത് അവന്റെ കാര്യം ഇതിനു വേണ്ടിയിട്ടാണ് നിൽക്കണേ. ഈ ഇതില് ആലുവയില് ഇപ്പൊ ഈ പോലീസിലൊന്നും ഇടപെടത്തില്ല, ഇങ്ങനെ ഒന്നും പിടിക്കത്തൊന്നുമില്ല ചേട്ടാ. അത് തന്നെ പറഞ്ഞു വന്നത്. ഇപ്പൊ ഈ ആലുവയിലെ വിഷയം എന്ന് പറഞ്ഞാല് 10 പ്രതികളെ ഇവര് കയറ്റി. അവിടെ ഒരു SI ജോലി പോയി, സസ്പെൻഷനായി. ഏത് ഇവര് കോൾ റെക്കോർഡൊക്കെ പുറത്തു വന്നു. മനസ്സിലായില്ലേ ഏത് 10 പ്രതികൾ എങ്ങനെ പറ്റിയെന്ന്? ഈ വീട്ടിൽ കയറി ആക്രമിച്ചില്ലേ കോമ്പറ, അത് എനിക്ക് തോന്നുന്നു 2012. എന്നിട്ട് അതില് 2012 ലാസ്റ്റാണ് കേട്ടോ. ആ സമയത്ത് ഇവര് ചെയ്ത് അവിടുത്തെ SIനെ ഇവര് സെറ്റ് ചെയ്ത് വ്യാജ പ്രതികൾ. അതിൽ പേപ്പറിൽ ഒരു വെണ്ടക്കാക്ഷരത്തിൽ ബൈനസിന്റെ പേര് വന്നു, ബൈനസിന്റെ ഗ്യാങ് ആണെന്നും പറഞ്ഞിട്ട്. പക്ഷെ ബൈനസിനെ അതിൽ പ്രതിയാക്കിയില്ല. 10 പ്രതികളെ കയറ്റി കൊടുത്തു. ഈ 10 പ്രതികൾ വ്യാജ പ്രതികളാണെന്ന് പറഞ്ഞു. അന്ന് അവിടെ CA ലീവിലായിരുന്നു. പക്ഷെ അതിലെന്തെങ്കിലും പ്രഷർ ഉണ്ടായി. CA ലീവ് ക്യാൻസൽ ചെയ്ത് വന്നു. എനിക്ക് തോന്നുന്നത് സുദർശൻ സാറാണെന്ന് എനിക്ക് തോന്നുന്നത്. ജയകൃഷ്ണൻ സാറാണ്, സുദർശൻ സാറാണ്. ഇടി കൊണ്ടപ്പോൾ ഇവന്മാർ സത്യം പറഞ്ഞു. ഇവർക്ക് ഏത് വീടെന്ന് പോലും അറിയാൻ പാടില്ല. അങ്ങനെ ഇവന്മാരെ പിടിച്ചപ്പോൾ കോൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ കിട്ടി. വിളിച്ച് ഇവന്മാർ വിളിച്ചു. അങ്ങനെ അയാളെ സസ്പെൻഷനിൽ പോയി, ഈ പോലീസ് ഓഫീസർ. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യം നോക്കി നടക്കുമ്പോൾ എന്നെ പോലത്തെ ഒരു ഗുണ്ടേന ഏതെങ്കിലും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ എനിക്ക് എന്തെങ്കിലും പാടുണ്ടോ? എനിക്ക് എൻ്റെ ഗ്യാങ് ആയിട്ട് പോകാൻ പറ്റും? ഒറ്റയ്ക്കല്ലേ പോകാൻ പറ്റുള്ളൂ. എൻ്റെ ജീവൻ എന്താ സ്വത്തുള്ളത്? കാരണം പോലീസുകാർ അന്നും ഇന്നും എനിക്കെതിരാണ്. അപ്പോൾ ഞാൻ പ്രതികരിച്ചത് തെറ്റാണ്.